യെസ് ഇതാ വന്നിരിക്കുന്നു ഗായ്സ്. ഹേ ഗായ്സ്, ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ഇതാ കണ്ണട വെച്ച് രാവിലെ തന്നെ 6 മണിക്ക് പൊട്ടം വന്നിരിക്കുന്നു. അങ്ങനെ പറയാൻ നിൽക്കല്ലേ മനുഷ്യന്മാരെ. കണ്ണട വെച്ചെന്താണെന്നറിയോ, ഇവിടെ ലൈറ്റൊക്കെ ഇപ്പുറത്ത് തട്ടുന്നുണ്ട്. അതുകൊണ്ട് കേട്ടോ പോരും ഓക്കെ അല്ലേ. എന്തായാലും തുടങ്ങുമ്പോൾ അങ്ങനെയൊക്കെ വേണമല്ലോ. സോ ഗായ്സ്, ശ്രദ്ധിക്കുക. തെർമോഡൈനാമിക്സ് ആൻഡ് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ ചെറിയ സമയം കൊണ്ട് നമ്മൾ അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അതിൻ്റെ എക്സെപ്റ്റഡ് ചോദ്യങ്ങൾ, പ്രഡിക്റ്റഡ് ചോദ്യങ്ങളുമായിട്ടാണ് MS സൊല്യൂഷൻ വന്നിരിക്കുന്നത്. ഓരോ ചോദ്യത്തിലേക്കും കടക്കുന്നതിന് മുമ്പേ ആ തിയറി മനസ്സിലാക്കി തന്നിട്ട് വേണം നിങ്ങൾക്കത് ക്ലിയർ ചെയ്യാൻ. അതുകൊണ്ട് ഞാൻ വേണ്ട ടോപ്പിക്സുകൾ ഞാനിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അത് വേഗം പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാം, ആ ഒരു ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. റെഡിയല്ലേ? ആർ യു റെഡിയല്ലേ? നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിനെ കൊണ്ടുവരണം. അതിനേക്കാൾ അപ്പുറത്തേക്ക് നിങ്ങൾ ഈ വീഡിയോ, ഈ ഒരു ലൈവ് ലൈക്ക് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ കാണാവൂ. ലൈക്ക് ചെയ്യാത്ത കുട്ടികൾ ആരും ലൈവ് കാണണ്ട. ലൈക്ക് ചെയ്യുന്നവർക്ക് A+ കിട്ടൂ. അത് MS സൊല്യൂഷൻ്റെ ചാനൽ വന്നു കഴിഞ്ഞാൽ പെട്ട്. ഓക്കെ, വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പെട്ട്. MS സൊല്യൂഷൻ്റെ ചാനൽ വന്നു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്തിട്ടേ കാണാവൂ. ആ തമ്പനിൽ അയച്ചിനടാ, എവിടെ ഉള്ളത്? അത് കൊടുക്കണ്ടേ? യെസ് അതിന് എന്ത് ചെയ്താൽ മതി, പിന്നെ മെയിൽ അയച്ചോ, നമുക്ക് ഡൗൺലോഡ് ചെയ്തോളാം. ഓക്കെ, സോ ഗൈസ് ശ്രദ്ധിക്കുക. നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്തുകൊണ്ടിരിക്കട്ടോ. ലൈക്ക് ചെയ്തിട്ട് ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്കും സമയമില്ല, എനിക്കും സമയമില്ല. സോ നമ്മളിതാ ക്ലാസ്സിലേക്ക് പോകുന്നു. ഓക്കെ അല്ലേ? യെസ്, ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഓക്കെ, ബോർഡൊക്കെ ക്ലിയർ അല്ലേ? എൻ്റെ സൗണ്ടൊക്കെ ക്ലിയർ അല്ലേ? ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണെന്ന് പറയാ, ബോർഡ് ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണെന്ന് പറയാ. റെഡിയല്ലേ? ആർ യു റെഡി ആയ എല്ലാവരും ഒരു ഫയർ എമോജി കൊണ്ടിട്ട്, നല്ലൊരു അടിപൊളി ഫയർ എമോജി ഇട്ടിട്ട് പൊളിച്ചടിക്കുകയാണ് കേട്ടോ. ഓക്കെ, സെറ്റ്. ശ്രദ്ധിക്കുക. ഈ ചാപ്റ്റർ തെർമോഡൈനാമിക്സിലാണ് ഞാൻ തുടങ്ങുന്നത്. തെർമോഡൈനാമിക്സിൽ നിങ്ങൾക്ക് സിസ്റ്റംസ് പഠിക്കാനുണ്ട്. ഓപ്പൺ സിസ്റ്റം ഉണ്ട്, ക്ലോസ്ഡ് സിസ്റ്റം ഉണ്ട്, ഐസൊലേറ്റഡ് സിസ്റ്റം ഉണ്ട്. ഓപ്പൺ സിസ്റ്റത്തിന് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. നല്ല ചൂടുള്ള ചായ ഒരു ഗ്ലാസ്സിൽ എടുത്തു വെക്കുക. കുറച്ച് കഴിഞ്ഞാൽ ആ ചൂടും പോകും, ആ വെള്ളത്തിന്റെ അളവ് കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ടാവും. എങ്ങനെയാ സാറേ വെള്ളത്തിന്റെ അളവ് കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവുക? എടാ, ചൂടുള്ള ചായ അല്ലേ, നീരാവിയായി പോകൂലേ പുക. ആ പുക പോകുന്നത് എന്താ? സിഗരറ്റിന്റെ പുക ആണോ പോകുന്നത്? പിന്നെ എന്തിന്റെ പുകയാ? വെള്ളം. ആ ചായ വെള്ളമാണ് പോകുന്നത്. സോ എനർജിയും മാസും, ചൂട് പോയിട്ട് തണുപ്പാകും, അതേ സമയത്ത് വെള്ളത്തിന്റെ അളവും കുറയും. സോ എനർജിയും മാസും ഒരേ സമയത്ത്, ശ്രദ്ധിക്കണേ, മൈക്രോബർ ഇട്ടിട്ട് കളിക്കുന്നത്. എനർജിയും മാസും ഒരേ സമയത്ത് എക്സ്ചേഞ്ച് ആവുകയാണെങ്കിൽ നമുക്ക് ആ സിസ്റ്റത്തെ വിളിക്കാം ഓപ്പൺ സിസ്റ്റം. എന്താണോ പറയുക? ഓപ്പൺ സിസ്റ്റം. അപ്പോൾ വാട്ട് ഈസ് ക്ലോസ്ഡ് സിസ്റ്റം? നിങ്ങൾ ആ ചൂടുള്ള ചായൻ്റെ മുകളിൽ ഒരു മൂടി കൊണ്ടുവച്ച് അടച്ചു വെച്ചു. അപ്പം എന്താ സംഭവിക്കുക? കുറച്ച് സമയം കഴിഞ്ഞാൽ ചൂടൊക്കെ പോയിണ്ടാവും, എനർജി ചേഞ്ച് ആകും. പക്ഷേ ആ നീരാവിയായ പുക, നീരാവിയായ ചായവെള്ളം എന്ത് ചെയ്യും? ആ മൂടിയിൽ തട്ടിയിട്ട് അവിടെ തന്നെ നിൽക്കും. അപ്പം എനിക്ക് പറയാം, സർ, ക്ലോസ്ഡ് സിസ്റ്റത്തിൽ മാസ് മാറൂല, പക്ഷേ എനർജി മാറും. സോ എനർജി മാറുന്ന മാസ് മാറാത്ത എനർജി ചേഞ്ച് ആകും. ആ ചൂടുള്ള ചായ എന്തായിട്ട് മാറുന്നു? തണുത്ത് പോകുന്നു. അപ്പോൾ എന്താ, മാസ് മാറോ? ഇല്ല, എനർജി ചേഞ്ച് ആകുന്നു. പക്ഷേ എന്ത് ചേഞ്ച് ആകുന്നില്ല? മാസ് ചേഞ്ച് ആകുന്നില്ല. സോ എനർജി ചേഞ്ച് ആകും, പക്ഷേ മാസ് ഡസ് നോട്ട് ചേഞ്ച്. മാസ് ചേഞ്ച് ആകൂല. ഇത്തരം സിസ്റ്റത്തെ എനിക്ക് വിളിക്കാം ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറയാം. ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറയാം. ഇനി എന്താണ് ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് വീട്ടിലുള്ള തെർമോഫ്ലാസ്ക് എന്ന് പറയാം. അതിൻ്റെ പ്രത്യേകത എന്താ? തെർമോഫ്ലാസ്കിൽ നമ്മൾ ചൂടാക്കി വെള്ളം വെച്ച് കഴിഞ്ഞാൽ ചൂടും നഷ്ടപ്പെടൂല. ചൂടാണ് എനർജിയും നഷ്ടപ്പെടൂല. അതേ സമയത്തോ വെള്ളത്തിന്റെ അളവും ചേഞ്ച് ആകൂല. എനർജിയും മാസും ചേഞ്ച് ആകാത്ത സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? ഐസൊലേറ്റഡ് സിസ്റ്റം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 2 പ്രോപ്പർട്ടിയാണ്. ഒന്ന് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി, 2 ഇന്റൻസീവ് പ്രോപ്പർട്ടി. പൊന്നുമക്കളെ, ഇന്നത്തെ ഡിസംബർ എക്സാം, ഇന്നത്തെ ക്രിസ്മസ് എക്സാമിന് എക്സ്റ്റെൻസീവും ഇന്റൻസീവും ചോദ്യം വന്നിട്ടില്ലെങ്കിൽ MS സൊല്യൂഷൻ യൂട്യൂബ് ചാനൽ നിർത്തി തരും. ഇത് തമാശയല്ല. തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എക്സ്റ്റെൻസീവും ഇന്റൻസീവും വന്നിട്ടില്ലെങ്കിൽ MS സൊല്യൂഷൻ ഈ യൂട്യൂബ് ചാനൽ നിർത്തും. അപ്പോൾ മനസ്സിലായില്ലേ ഇതിന്റെ സീരിയസ്നെസ്? മനസ്സിലായില്ലേ? സോ ഗൈസ്, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ സിസ്റ്റം വിച്ച് ഡിപ്പെൻഡ് അപ്പോൺ ദ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ പ്രസന്റ് ഇൻ ഇറ്റ്. എന്താ ഇയാൾ പറയുന്നത്? മനസ്സിലായില്ല. നിങ്ങളൊരു കല്ലെടുക്കുക,
ഒരു മാസമുള്ള കല്ലെടുക്കുക, കല്ലിനെ 2 കഷ്ണാക്കുക. ഇപ്പം 2 കല്ലെന്തായി? 2 കഷ്ണമായി. അപ്പം എനിക്ക് പറഞ്ഞൂടെ, എൻ്റെ കയ്യിൽ 5 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരു കല്ലായിരുന്നുവെങ്കിൽ അത് കട്ട് ചെയ്തപ്പോൾ 2 കിലോഗ്രാമും 3 കിലോഗ്രാമുമായി ഇന്ന് കൂട്ടിക്കോ. ഇപ്പം മാസ് ഡിവൈഡ് ചെയ്തോ. യെസ്, ക്വാണ്ടിറ്റി മാറിയോ? മാറി. അപ്പം മാസ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. അപ്പം എന്താ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി? ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ സിസ്റ്റം വിച്ച് ഡിപ്പെൻഡ് അപ്പോൺ ദ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ പ്രസന്റ് ഇൻ ഇറ്റ്. എന്നിട്ട് മനസ്സിലായില്ല? ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞുതരാം. നിങ്ങൾ ഈ റൂമിൽ ഒരു റൂമിൽ പിന്നെ 230 വേണ്ട, ഒരു റൂമിൽ ഒരു ടെമ്പറേച്ചർ ഉണ്ട്. ഓക്കെ, ഒരു 270 കെൽവിൻ ടെമ്പറേച്ചർ ഉണ്ട് ഒരു റൂമിൽ. വേണ്ട, ഒരു റൂമിൽ 28 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന റൂമിൽ 28 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്. ഞാൻ ഈ റൂമിനെ എന്താക്കിയെന്നറിയോ? ഈ റൂമിനെ എങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്തു, ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്തു. അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അയച്ചു നോക്കിയേ, അങ്ങനെ ഞാൻ കട്ട് ചെയ്താൽ ഇപ്പുറത്ത് 17 ഡിഗ്രി സെൽഷ്യസ്, ബാക്കി ഇവിടെ ഡിഗ്രി സെൽഷ്യസ് ആവുമോ? ഇല്ലല്ലോ. ആലോചിച്ചോക്ക്. എടാ, ഈ റൂമിൽ ഇപ്പോൾ 28 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്. ഞാൻ ഈ റൂമിൽ എന്ത് ചെയ്തു? ഒരു മറ കൊണ്ടുവച്ചു. അങ്ങനെയാണെങ്കിൽ 14 ഡിഗ്രി സെൽഷ്യസ് അപ്പുറത്തും ബാക്കി 14 ഡിഗ്രി സെൽഷ്യസ് ഇപ്പുറത്തും. അങ്ങനെ ഉണ്ടാവുമോ? ഇല്ല, എല്ലായിടത്തും ഒരേ ചൂടല്ലേ ഉണ്ടാവുക. നിങ്ങൾ ക്വാണ്ടിറ്റി ഓഫ് മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല എങ്കിൽ അത്തരം പ്രോപ്പർട്ടീസിനെ വിളിക്കുന്ന പേരാണ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. ഇനി പരീക്ഷയ്ക്ക് എങ്ങനെയാ ചോദിക്കുക? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ്റ്റൻസീവ് ആൻഡ് ഇൻറ്റൻസീവ്? അത് എന്നാൽ എന്ത് നിങ്ങൾ കാണാതെ പഠിക്കണം. എക്സ്റ്റൻസീവ് എന്നാൽ എന്തെന്ന് കാണാതെ പഠിക്കണം. ഇൻറ്റൻസീവ് എന്നാൽ എന്തെന്ന് കാണാതെ പഠിക്കണം. ക്വാണ്ടിറ്റി ഓഫ് മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ക്വാണ്ടിറ്റി ഓഫ് മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരാണ്? എക്സ്റ്റൻസീവ്. ഡിപ്പെൻഡ് ചെയ്യാത്തത് ഇൻറ്റൻസീവ് എന്ന് പറയാം. ഇനി എക്സാമ്പിൾ കുറേ സാറേ തരും. പേടിക്കണ്ട. മെൻ WVCUHSG. എന്താ പറഞ്ഞത്? മെൻ WVCUHSG. എൻ്റെ കൂടെ പറയ്, മെൻ WVCUHSG. മെൻ WVCUHSG. മെൻ WVCUHSG. മെൻ WVCUHSG. പഠിച്ചോ? ഈ പറഞ്ഞ സാധനമാണ് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയുടെ എക്സാമ്പിൾ. ഇതുവരെ നിങ്ങളുടെ എക്സാം ഹാളിൽ നിങ്ങൾക്ക് ഏതൊക്കെ എക്സാമ്പിൾ തന്നെന്ന് നോക്കിയിട്ടാണ് ഞാൻ ഈ കോഡ് ഉണ്ടാക്കിയത്. മെൻ WVCUHSG. മെൻ WVCUHSG. എന്തൊക്കെ കാണല്ലേ? ശ്രദ്ധിച്ചോളി. എന്താ എം എന്ന് പറഞ്ഞാൽ മാസ്, ഇ എനർജി, എൻ നമ്പർ ഓഫ് മോൾസ്, W വർക്ക് ഡൺ, വി വോളിയം, സി എന്ന് പറഞ്ഞാൽ എന്താ? ജോൺ സിന എന്നാണോ? അല്ല. സി എന്ന് പറഞ്ഞാൽ സിനിമ എന്നാണോ? അല്ല. സി എന്ന് പറഞ്ഞാൽ ഹീറ്റ് കപ്പാസിറ്റി. എന്ത് കപ്പാസിറ്റി? ഹീറ്റ് കപ്പാസിറ്റിയെ സി എന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. അത് നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടാവും. തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിലോ തെർമോഡൈനാമിക്സിലോ പഠിച്ചിട്ടുണ്ടാകും. ഇനി എന്താ UHSC എന്ന് പറഞ്ഞ ഈ ചാപ്റ്ററാ. ഇന്റേണൽ എനർജി, എൻതാൾപ്പി, എൻട്രോപ്പി, ഫ്രീ എനർജി. UHSG ഇന്റേണൽ എനർജി U, എൻതാൾപ്പി H, എൻട്രോപ്പി S, ഫ്രീ എനർജി G. പഠിച്ചോ? അപ്പോൾ ഇതിലേതൊരു എക്സാമ്പിൾ തന്നാലും അതൊക്കെ എന്തെത്താ? എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി. ഇനി ഇതല്ലാത്ത എന്ത് തന്നാലും അത് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. പക്ഷെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് തരുന്നതിൽ സ്പെസിഫിക് എന്നൊരു സാധനം തന്നാൽ, സ്പെസിഫിക് അല്ലെങ്കിൽ മോളാർ എന്ന് തന്നാൽ അതും എന്തിന് എക്സാമ്പിളാണ്? അതും ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിക്ക് എക്സാമ്പിളാണ്. ഫോർ എക്സാമ്പിൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. മാഷല്ലേ പറഞ്ഞത്? ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എക്സ്റ്റൻസീവ് ആണ്. സി ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എക്സ്റ്റൻസീവ് ആണെന്ന് പറഞ്ഞു. പക്ഷേ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അതെന്തിന്റെ എക്സാമ്പിളാ? ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. ഓക്കെ, സ്പെസിഫിക് എന്ന് ചേർത്തിട്ടുണ്ടെങ്കിൽ സ്പെസിഫിക് വോളിയം, വെറും വോളിയം ആണെങ്കിൽ എക്സ്റ്റൻസീവ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് വി എക്സ്റ്റൻസീവ്. സ്പെസിഫിക് വോളിയം എന്ന് കൊടുത്താലോ എന്താ പറയുക? യെസ്, ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. ഇനി മോളാർ വോളിയം, വെറും വോളിയം ആണെങ്കിൽ എക്സ്റ്റൻസീവ്. മോളാർ വോളിയം കൊടുത്താലോ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. ഓക്കെ ആണല്ലോ? ആർ യു ഗെറ്റിംഗ് മീ? എന്നിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ക്ലാസ് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഫയർ എമോജി പോരട്ടെ, തംസപ്പ് പോരട്ടെ, നല്ല നീല കൽബ് പോരട്ടെ, എല്ലാം പോന്നോട്ടെ. ആർക്കൊന്നും നഷ്ടമുണ്ടോ? ഇല്ല. ലൈക്ക് അടിക്കാതെ ലൈവ് കാണല്ലേ ചെറുപ്പക്കാരാ. മാക്സിമം ഫ്രണ്ട്സിനെ എണീപ്പിച്ച് വരാൻ പറയുന്നത് MS സൊല്യൂഷനാണ്, പഠിപ്പിക്കുന്നത് MS സൊല്യൂഷനാണ്, കേൾക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സാണ്, ഫോളോവേഴ്സാണ്. ഈ പഠിപ്പിക്കുന്നതൊക്കെ ഇന്നത്തെ എക്സാം ഹാളിലേക്കുള്ളതാണ്. വെറുതെ തമാശക്ക് ലൈവ് ഇടാറില്ല. ഇതുവരെ ഈ കഴിഞ്ഞ
നിങ്ങൾ +1 കയറിയതിനു ശേഷം അലോട്ട്മെൻറ്റോടുകൂടി ഞാൻ പിന്നെ വീഡിയോസ് +1 വേണ്ടി ഇട്ടിട്ടില്ല, ക്ലാസ്സുകൾ ഇട്ടിട്ടില്ല, നിങ്ങൾക്കറിയാം. പക്ഷേ ക്ലാസ് എക്സാമിൻ്റെ തലേന്ന് ഇന്നലെ രാത്രി നമ്മൾ ലൈവ് ഇട്ടു. ഇന്ന് രാത്രി 6 മണിക്കും ലൈവ് ഇടണമെന്നുണ്ടെങ്കിൽ ആലോചിക്കുക, അവിടെ എന്തോ നടക്കുന്നുണ്ട്. യെസ്, അടുത്ത ചോദിക്കാറുണ്ട് സ്റ്റേറ്റ് ഫംഗ്ഷനും പാത്ത് ഫംഗ്ഷനും. എന്താ സാറേ സ്റ്റേറ്റ് ഫംഗ്ഷൻ? കേരളത്തിൽ നിന്ന് പിന്നെ തമിഴ്നാട്ടിലേക്കും തമിഴ്നാട്ടിൽ നിന്ന് ആന്ധ്രാപ്രദേശിലും അങ്ങനെ പോകുന്നതിനാണോ, അങ്ങനെ ഫംഗ്ഷൻ നടത്തുന്നതിനാണോ അല്ല സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറയുക? അല്ല, സ്റ്റേറ്റ് ഫംഗ്ഷൻ നിങ്ങൾ പോയിക്കോളൂ, നിങ്ങൾ കേരളത്തിൽ നിന്ന് കാസർഗോഡ് വരെ പോയിക്കോളൂ. പക്ഷേ പോകുന്നതിനിടയിലുള്ള നിങ്ങൾ എവിടെയൊക്കെ കയറി എങ്ങോട്ടൊക്കെ പോയി എന്നൊന്നും എനിക്കറിയണ്ട. കേരളത്തിൽ നിന്ന് മുതൽ കാസർഗോഡ് വരെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഇനീഷ്യൽ സ്റ്റേറ്റിനെയും ഫൈനൽ സ്റ്റേറ്റിനെയും മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? സ്റ്റേറ്റ് ഫംഗ്ഷൻ. എന്നാൽ അങ്ങനെയല്ല. എന്നാൽ നിങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് കേരളത്തിൽ നിന്ന് കാസർഗോഡ് എന്നാണ് പറഞ്ഞത്, അല്ല, തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ പോയിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരത്തിനെയും കാസർഗോഡിനെയും മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഫംഗ്ഷൻ സ്റ്റേറ്റ് ഫംഗ്ഷൻ. ദാറ്റ് ഈസ് ഇനീഷ്യൽ സ്റ്റേറ്റിനെയും ഫൈനൽ സ്റ്റേറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യും. നിങ്ങൾ എങ്ങനെയൊക്കെ പോയാൽ, നിങ്ങൾ കൊച്ചിയിൽ 2 ദിവസം നിന്നാലും പ്രശ്നമില്ല, അതൊന്നും ഡിപ്പെൻഡ് ചെയ്യൂല. പക്ഷേ നിങ്ങൾക്ക് പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ പോയി, പക്ഷേ പോയ സ്ഥലത്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫംഗ്ഷനാണ് എന്ത്? പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫംഗ്ഷനെ പറയുന്ന പേരാണ് എന്ത്? പാത്ത് ഫംഗ്ഷൻ. പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് പാത്ത് ഫംഗ്ഷൻ, ഡിപ്പെൻഡ് ചെയ്യാത്തത് സ്റ്റേറ്റ് ഫംഗ്ഷൻ. ഇനി എക്സാമ്പിൾ, സാർ കുറേ എക്സാമ്പിൾ തന്നിട്ട് ഇത് സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണോ ഇത് പാത്ത് ഫംഗ്ഷൻ ആണോ എന്ന് ചോദിക്കും. എങ്ങനെയാണ് സാർ ആൻസർ ചെയ്യുക? ഹീറ്റ് ചേഞ്ച് വർക്ക് ഡൺ. പറയ് ഹീറ്റ് ചേഞ്ച് വർക്ക് ഡണ്. പോരാ സൗണ്ട് ഇല്ല. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളാരും മിണ്ടുന്നില്ല. ഹീറ്റ് ചേഞ്ച് വർക്ക് ഡണ് പഠിച്ചു വെച്ചോ. ഹീറ്റ് ചേഞ്ച് വർക്ക് ഡണ്, ഇത് രണ്ടുമാണ് എക്സാമ്പിൾ എങ്കിൽ അത് രണ്ടും പാത്ത് ഫംഗ്ഷൻ. പിന്നെ എന്തൊക്കെ കുന്ത്രാണ്ടം തന്നാലും അതൊക്കെ സ്റ്റേറ്റ് ഫംഗ്ഷൻ. ഇത് സിമ്പിളാ. നേരത്തെ എക്സ്റ്റെൻസീവ് ഇൻറ്റൻസീവ് എന്നാണ് MENWVCUHSG, അതൊക്കെ എക്സ്റ്റെൻസീവ്, ബാക്കിയൊക്കെ ഇൻറ്റൻസീവ്. ഇനി സ്പെസിഫിക് മോളാറുന്നുണ്ടെങ്കിൽ അത് ഇൻറ്റൻസീവ് ആണ്, അത്ര ശ്രദ്ധിച്ചാൽ മതി. ഇനി പാത്ത് ഫംഗ്ഷൻ ആണെങ്കിൽ Q ഹീറ്റ് ചേഞ്ച് പിന്നെ വർക്ക് ഡൺ, ഇത് രണ്ടും എന്താണ്? പാത്ത് ഫംഗ്ഷൻ. ബാക്കിയൊക്കെ സ്റ്റേറ്റ് ഫംഗ്ഷൻ. ഫോർ എക്സാമ്പിൾ ഇന്റേണൽ എനർജി ഏതാ? ഇതിലുണ്ടോ എനർജി? ഇല്ല. അപ്പോൾ അതേതാ വരിക? ഇന്റേണൽ എനർജി U ഏതാ വരിക? സ്റ്റേറ്റ് ഫംഗ്ഷൻ. എൻതാൾപ്പി, എൻട്രോപ്പി, ഫ്രീ എനർജി, ഇതൊക്കെ എന്താ വരിക? സ്റ്റേറ്റ് ഫംഗ്ഷൻ. കാര്യം ഷുഹൈബ് സാർ പറഞ്ഞു തന്നു, MS പറഞ്ഞു തന്നു. ഹീറ്റ് ചേഞ്ച് കണ്ടാൽ പാത്ത് ഫംഗ്ഷൻ, വർക്ക് ഡൺ കണ്ടാൽ പാത്ത് ഫംഗ്ഷൻ. ഇത് രണ്ടുമല്ലാത്ത മറ്റെന്ത് തന്നാലും സ്റ്റേറ്റ് ഫംഗ്ഷൻ. ആർ യു ഗെറ്റിംഗ് മീ? മനസ്സിലാണ്ടെങ്കിൽ ഫയർ ഇടാ മക്കളെ. യെസ്, ലൈക്ക് അടിച്ചിട്ടേ കാണാവേ. ഇനി ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും Q+W. വാട്ട് +W? Q+W സ്റ്റേറ്റ് ആണോ പാത്താണോ? ഞാൻ പറഞ്ഞത് ഹീറ്റ് ചേഞ്ച് പാത്ത് ഫംഗ്ഷനാണ്, വർക്ക് ഡൺ എന്താണ്? പാത്ത് ഫംഗ്ഷനാണ്. പക്ഷെ ഇത് രണ്ടും ആഡ് ചെയ്താൽ കിട്ടുന്നത് ആരാന്നറിയോ? അത് ΔU ആണ്. ΔU എന്തെത്താ? ഇന്റേണൽ എനർജി, അത് സ്റ്റേറ്റ് ഫംഗ്ഷനാ. അപ്പോൾ Q ഒറ്റക്ക് തന്നാൽ പാത്ത്, W ഒറ്റക്ക് തന്നാൽ പാത്ത്, അത് രണ്ടും കൂട്ടിയാൽ അത് ഇന്റേണൽ എനർജിയാണ്. അതെന്ത് ഫംഗ്ഷനാ? സ്റ്റേറ്റ് ഫംഗ്ഷൻ. മാറിപ്പോവരുത്. എക്സാമിന്റെ പക്ക ഷുവർ ക്വസ്റ്റ്യനാ മക്കളെ. എക്സ്റ്റെൻസീവും ഇന്റൻസീവും ഞാൻ പറഞ്ഞതുപോലെ തന്നെ സ്റ്റേറ്റ് ഫംഗ്ഷനും പാത്ത് ഫംഗ്ഷനും ഷുവർ ക്വസ്റ്റ്യനാ. കിട്ടുന്നില്ല, മിണ്ടുന്നില്ല. യെസ്, വെരി ഗുഡ്. അടുത്ത ഭാഗത്തേക്ക് പോവാണ്. ഞാൻ സ്പീഡ് കൂട്ടുന്നത് നിങ്ങൾക്കും സമയമില്ല, എനിക്കും സമയമില്ല. ഓക്കെ, യെസ്. ഈ ചാപ്റ്ററിലെ പ്രധാന ഇക്വേഷൻസ് മാത്രമാക്കിയിട്ട് ഞാനൊരു സ്ലൈഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിക്കുക കേട്ടോ. യെസ്, ΔU = Q+W. ഇപ്പൊ തന്നെ പഠിച്ചു വെക്കുക. ΔU = Q+W. ഇത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ ഇക്വേഷൻ ആണ്. മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ എക്സാമിന് ചോദിക്കും. എന്ത്? എക്സ്പ്രസ് എന്നല്ല, write the mathematical expression for first law of thermodynamics. തെർമോഡൈനാമിക്സിന്റെ ഒന്നാമത്തെ ലോയുടെ എക്സ്പ്രഷൻ ചോദിച്ചാൽ, മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ചോദിച്ചാൽ നിങ്ങൾ പറയണം എന്താ ലോ? എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ബട്ട് ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫോംഡ് ഫ്രം വൺ ഫോം ടു അനദർ. അതിന്റെ മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ ആണ് എന്ത്? ഇന്റേണൽ എനർജി ചേഞ്ച് ΔU = Q+W. ഇതാണ് ആ ഇക്വേഷൻ. ഇതിനെന്താ അർത്ഥം? നിങ്ങളുടെ ടോട്ടൽ എനർജിയാണ് ഇന്റേണൽ എനർജി. ആ ടോട്ടൽ എനർജിയും എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ഒരൽപ്പം ഹീറ്റ് ചേഞ്ചിന് വേണ്ടിയിട്ടും ബാക്കിയുള്ള എനർജി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നു. അതിനർത്ഥം എനർജി എന്താകുന്നില്ല? അവിടെ നശിച്ചു പോകുന്നില്ല. എനർജി അവിടെ ട്രാൻസ്ഫോം ചെയ്യുന്നു. എന്നിലുള്ള ഇന്റേണൽ എനർജി കംപ്ലീറ്റ് ആയിട്ടും എന്തിലേക്ക് പോകുന്നു? ഹീറ്റ് ചേഞ്ചിന് വേണ്ടിയിട്ടും വർക്ക് ചെയ്യുവാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കപ്പെടുന്നു.
റെഡിയാണല്ലോ? യെസ്. അടുത്ത എക്സ്പ്രഷൻ നോക്കൂ. ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. ഇതേതാ ഇക്വേഷൻ? ഈ ഇക്വേഷൻ എന്താ? എന്താൾപ്പി. എന്താൾപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റേണൽ എനർജിക്ക് വേണ്ടിയിട്ടും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കുന്ന ടോട്ടൽ എനർജിയാണ് എന്ത്? എന്താൾപ്പി. പരീക്ഷയ്ക്ക് പഠിക്കണം. ഡെൽറ്റ എച്ച് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സം ഓഫ് ഇന്റേണൽ എനർജി ആൻഡ് വർക്ക് ഡൺ, അല്ലെങ്കിൽ പ്രഷർ വോളിയം എനർജി എന്നും പറയാം. അതല്ലെങ്കിൽ ചോദിക്കുന്നത് ഡെൽറ്റ, അതല്ലെങ്കിൽ കമന്റ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഇതാ ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി, ഇങ്ങനെയും പറയാം. അതായത് ഇറ്റ് ഈസ് ദ സം ഓഫ് ഇന്റേണൽ എനർജി ആൻഡ് പ്രഷർ വോളിയം എനർജി. എന്താണ് എന്താൾപ്പി എന്ന് പറഞ്ഞാൽ? ചോദിക്കും പരീക്ഷയ്ക്ക്, എന്താണ് എന്താൾപ്പി? ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റേണൽ എനർജി. ഇറ്റ് ഈസ് ദ ടോട്ടൽ എനർജി ഓഫ് എ സിസ്റ്റം. എന്താ എന്താൾപ്പി എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ സം ഓഫ് ഇന്റേണൽ എനർജി ആൻഡ് പ്രഷർ വോളിയം എനർജി. പി വി ഈസ് ഈക്വൽ ടു ഡബ്ല്യു ആണ്. ഡബ്ല്യു ഈസ് ഈക്വൽ ടു പി ഡെൽറ്റ വി ആണ്. സോ ഡബ്ല്യുവിന്റെ സ്ഥാനത്തേക്ക് എന്ത് കൊടുക്കാം? പി ഡെൽറ്റ വി എന്ന് കൊടുക്കാം. കുഴപ്പമില്ലല്ലോ. ഇനി വേറൊരു സാധനം പഠിക്കാനുള്ളതാ ഡെൽറ്റ ഡബ്ല്യു. അതിൻ്റെ അപ്പുറത്ത് ഞാൻ സാധനം എഴുതിനാ, ഇക്വേഷൻ ഇവിടെ എഴുതിയിട്ടില്ലേ? ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ബി ഡെൽറ്റ വി. ഇനി നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു സാധനം ഉണ്ട്. എന്താണെന്നറിയോ? ഡെൽറ്റ യു എന്ന് പറഞ്ഞപ്പോൾ ക്യൂ വി ആണ്, ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ ക്യൂ പി ആണ്. സാർ ഇതിനോട് മറന്നു പോവാറുണ്ട്. എന്താ? യു നീ കൂവിയപ്പം അച്ഛൻ കുപ്പിയിലാക്കി എന്ന് ആലോചിച്ചാൽ മതി. എന്താ ആലോചിക്കേണ്ടത്? നീ കൂവിയപ്പോ, ആര് കൂവിയപ്പോ? യു കൂവിയപ്പോൾ അച്ഛൻ എന്നെ പിടിച്ചു കുപ്പിയിലാക്കി എന്ന് ആലോചിച്ചാൽ മതി. യു കൂവിയപ്പോ ഡെൽറ്റ യു ഇന്റേണൽ എനർജി ക്യൂ വി, ഇറ്റ് ഈസ് ദ ഹീറ്റ് ചേഞ്ച് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. കൂവിയപ്പം അച്ഛൻ കുപ്പിയിലാക്കി. ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഹീറ്റ് ചേഞ്ച് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഇതെന്തിനാ ഇവിടെ പറയുന്നതാണോ? മനസ്സിലാകുന്നില്ല. ഇതെന്തിനാ സാറേ പറഞ്ഞത്? എനിക്ക് മനസ്സിലായിട്ടില്ല. അതായത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യം തരുമ്പോൾ ഹീറ്റ് ചേഞ്ച് അറ്റ് കോൺസ്റ്റന്റ് വോളിയം ഈസ് ഡാഷ് ജൂൾ പെർ മോൾ എന്ന് തന്നിട്ടുണ്ട്. എന്താ തന്നത്? ക്യൂ വി ആണ് തന്നത്. ക്യൂ വി എന്താ? ക്യൂ വി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ യു. അപ്പൊ ക്യൂ പി എന്താ? ഹീറ്റ് ചേഞ്ച് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. അത് തന്നാൽ എന്താ ഇതിനർത്ഥം? അത് ഡെൽറ്റ എച്ചിന്റെ വാല്യൂ ആണ്. അതാ ഞാൻ അവിടെ എഴുതിയത്. ചിലപ്പോൾ ഈ ഇക്വേഷന് പകരം ഇങ്ങനെയും ചോദിക്കാം. ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ക്യൂ പി, ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ വി. സോ ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ക്യൂ പി ഇസ് ഈക്വൽ ടു ക്യൂ വി പ്ലസ് പി ഡെൽറ്റ വി. ഇത് ഉപയോഗിച്ചിട്ട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, നിരന്തരമായി ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ മനസ്സിലാക്കുക. ശബ്ദത്തിന് പ്രശ്നമുണ്ടെന്നറിയാം, എങ്കിലും നിങ്ങൾ എൻ്റെ സൗണ്ട് ക്ലിയർ ചെയ്യുന്നുണ്ട്. സോറി, ഞാൻ പറയുന്ന പോയിന്റുകൾ ക്യാച്ച് ചെയ്യട്ടോ. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ലൈവ് എടുക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, കമൻറ്റ് ഞാൻ നോക്കൂല. കാര്യം കമൻറ്റ് നോക്കിയിരുന്നാൽ എനിക്കും ഭ്രാന്താവും, നിങ്ങൾക്കും ഭ്രാന്താവും, കുറേ ടൈം വേസ്റ്റ് ആവും. എൻ്റെ മെയിൻ പ്രശ്നം വെച്ചാൽ നമ്മൾ കമൻറ്റിലേക്ക് നോക്കിയിരുന്ന് അതിന് ഇങ്ങനെ റിപ്ലൈ കൊടുത്ത് കുറേ ചളി അടിച്ച് കുത്തിരിക്കും. അതുകൊണ്ട് ഇത് തെർമോഡൈനാമിക്സ് ആണ്, എടുക്കാനുള്ളത് ഇക്വിലിബ്രിയം കൂടിയുണ്ട്. ടോപ്പിക്കുകളിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ്, ചിന്തിക്കേണ്ടത് മൈൻഡ് കൊണ്ടാണ്. രാവിലെയാണ് സമയം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് MS സൊല്യൂഷൻ്റെ കെമിസ്ട്രി ക്ലാസ് അക്സെപ്റ്റ് ചെയ്യപ്പെടണമെങ്കിൽ കണ്ടന്റുകൾ നിങ്ങൾക്ക് തരണം. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഇന്ന് ഉച്ചയ്ക്കാണ് എക്സാം. അതുകൊണ്ട് കൃത്യമായിട്ട് ഞാൻ പറയുന്ന ഓരോ പോയിന്റുകളും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, യെസ്, ഓക്കെ. ഡെൽറ്റ എച്ച് അവിടെ കഴിഞ്ഞു. പിന്നെ നമ്മൾ പഠിക്കാനുള്ളത് എൻട്രോപ്പിയാണ്. എൻട്രോപ്പി എന്ന് കേട്ടാൽ നിങ്ങൾ ആലോചിക്കണം, എൻട്രോപ്പി കാണാതെ പഠിക്കണം കേട്ടോ. എന്താണ് എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ? എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ഡിഗ്രി ഓഫ് ഡിസോർഡർ ഓർ റാൻഡംനെസ് ഓഫ് എ സിസ്റ്റം. കാണാതെ അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഒരു ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് പോവുകയാണെങ്കിൽ, ഒരു സോളിഡ് സ്റ്റേറ്റിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ എൻട്രോപ്പി കൂടുന്നു എന്ന് മനസ്സിലാലോചിച്ച് വെക്കുക. എന്താ സാർ എനിക്ക് മനസ്സിലായില്ല, മിണ്ടുന്നില്ല, മനസ്സിലായില്ല? റെഡിക്ക്, ശ്രദ്ധിക്ക്. എൻ്റെ കയ്യിൽ ഒരു ഐസിൻ്റെ കട്ടുണ്ട്. ഞാനത് ചൂടാക്കി ആദ്യം വെള്ളാക്കി, പിന്നെ ചൂടാക്കി ഗ്യാസ് ആക്കി. അപ്പോൾ എനിക്ക് പറയാം ഇവിടെ എൻട്രോപ്പി കൂടിയതാണ്. അതതിൻ്റെ നേക്കാണത്. എൻട്രോപ്പി കൂടുന്നത് എപ്പോഴാ? സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ. അപ്പോഴെപ്പോഴാ എൻട്രോപ്പി കുറയുക? ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ നിന്ന് സോളിഡ് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ. ഒരു നീരാവി അല്ലെങ്കിൽ ഒരു വെള്ളം കണ്ടൻസ് ചെയ്ത് സോളിഡാക്കി മാറ്റി, അല്ലെ ഒരു ഗ്യാസിനെ കണ്ടൻസ് ചെയ്ത് വാട്ടറാക്കി മാറ്റി, അങ്ങനെ ബേക്കോട്ടേക്ക് പോവുകയാണെങ്കിൽ എൻട്രോപ്പി കുറയുന്നു. മുന്നോട്ട് ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് പോവുകയാണെങ്കിൽ എൻട്രോപ്പി കൂടുന്നു. കത്തിയോടാ? യെസ്. പിന്നെന്താ പഠിച്ചേക്കേണ്ടത്? എൻട്രോപ്പി എന്നാൽ എന്ത്? ഇറ്റ് ഈസ് ദ ഡിഗ്രി ഓഫ് ഡിസോർഡർ ഓർ റാൻഡംനെസ് ഓഫ് എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിന്റെ ഡിസോർഡറിനെ പറയുന്ന ഡിസോർഡർ എത്ര എന്ന് പറയുന്നതാണ് ആര്? ഡെൽറ്റ എസ് അഥവാ എൻട്രോപ്പി ചേഞ്ച്.
ഇതിന് ഇക്വേഷൻ ഉണ്ടോ? 2 ഇക്വേഷൻ പഠിക്കണം. ഒന്ന് ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ടി. ഡെൽറ്റ എസ് എന്ന് പറഞ്ഞാൽ ഹീറ്റ് ചേഞ്ചിനെ ടൈം കൊണ്ട് ടെമ്പറേച്ചർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തൊരു ഇക്വേഷൻ കൂടി പഠിച്ചു വെക്കുക. ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് ബൈ ടി. ഈ ഇക്വേഷനും കൂടി നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ചിലപ്പോൾ ചേഞ്ചിന് എൻതാൾപ്പി ചേഞ്ചിന്റെ വാല്യൂ തന്നിട്ട് എൻട്രോപ്പി കാണാൻ ചോദിച്ചാൽ അറ്റ് 298 കെൽവിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇക്വേഷൻ. എൻതാൾപ്പി ചേഞ്ചിന് പകരം ഹീറ്റ് ചേഞ്ച് തന്നാൽ ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ടി. മാറ്റൊന്നുമില്ല. എൻട്രോപ്പിന്റെ കേസിൽ ക്യൂവും ഡെൽറ്റ എച്ച് ഒക്കെ സെയിമാ. അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, യെസ്, ഇതൊക്കെ ഇക്വേഷൻസ് ആണ്, ഒക്കെ പഠിച്ചു വെക്കണം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ആണ്. വർക്ക് ഡണ് മൈനസ് പി ഡെൽറ്റ വി ഉണ്ട്, പ്ലസ് പി ഡെൽറ്റ വി ഉണ്ട്. എപ്പോഴാണ് മൈനസ് വരിക? വർക്ക് ഈസ് ഡൺ ബൈ ദ സിസ്റ്റം. സിസ്റ്റം വർക്ക് ചെയ്യുകയാണെങ്കിൽ നെഗറ്റീവ്. നമ്മൾ അങ്ങോട്ടേക്ക് വർക്ക് ഈസ് ഡൺ ഓൺ ദ സിസ്റ്റം ആണെങ്കിൽ പോസിറ്റീവ്. ഇത് ഫിസിക്സിൽ നേരെ തിരിച്ചാണ് കേട്ടോ. ഫിസിക്സിലെ തെർമോഡൈനാമിക്സിൽ ഇത് നേരെ തിരിച്ചാണ്. പക്ഷേ ഇവിടെ കെമിസ്ട്രി പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഫിസിക്സിലുള്ളത്. ആലോചിച്ച് വെച്ചാൽ മതി. കെമിസ്ട്രിയിൽ വർക്ക് ഈസ് ഡൺ ബൈ ദ സിസ്റ്റം ഈസ് നെഗറ്റീവ്. ഓക്കെ ആണല്ലോ? യെസ്. ഇനി ഇങ്ങനെ ചോദിക്കാറുണ്ട് ചിലപ്പോൾ, വർക്ക് ഡൺ ഈസ് ഇൻ എ റിവേഴ്സിബിൾ ഐസോതെർമൽ എക്സ്പാൻഷൻ. ഒരു റിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ ഐസോതെർമലി അത് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ, ഐസോതെർമൽ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയി നിൽക്കുന്ന സിസ്റ്റത്തെയാണ് ഐസോതെർമൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു ഐസോതെർമലി നിൽക്കുന്ന സിസ്റ്റത്തിൽ റിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വർക്ക് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് -2.303 RT log V2 by V1. സർ മനസ്സിലായില്ല? ഇത് നിങ്ങളുടെ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ഫിസിക്സിൽ ഈ ഇക്വേഷൻ പ്രൂവ് ചെയ്യുന്നത് നിങ്ങൾ പഠിക്കും. ഒരു കാർനോട്ട് സൈക്കിളൊക്കെ വെച്ചിട്ട്, കാർനോട്ട് സൈക്കിൾ എന്നല്ലോ ഒരു സൈക്കിൾ വെച്ചിട്ട് പ്രൂവ് ചെയ്യുന്നത് നിങ്ങൾ പഠിക്കും കേട്ടോ. ഒരു സൈക്ലിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സിലാണ് ഇത് നടക്കുന്നത്. സോ റിവേഴ്സിബിൾ ആയിട്ടുള്ള ഐസോതെർമൽ എക്സ്പാൻഷനിൽ വർക്ക് കാണുന്ന ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യരുത്? -p ഡെൽറ്റ വി അല്ല കൊടുക്കേണ്ടത്. ഇതിൽ നിന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഒരു ഇക്വേഷനിലെത്തും. അതാണ് ഫൈനൽ റിസൾട്ടാണിത്. W is equal to -2.303 RT log V2 by V1, where R is known as universal gas constant. ഓക്കെ, റെഡിയാണല്ലോ? യെസ്. ഇനി അഥവാ റിവേഴ്സിബിൾ ഐസോതെർമൽ ഫ്രീ എക്സ്പാൻഷൻ ആണെങ്കിൽ, ഇറ്റ് ഈസ് ഐസോതെർമൽ എക്സ്പാൻഷൻ, ഇറ്റ് ഈസ് ഫ്രീ എക്സ്പാൻഷൻ ആണെങ്കിൽ വർക്ക് എക്സ്പാൻഷൻ, ഞങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, വർക്ക് എക്സ്പാൻഷൻ ആണെങ്കിൽ നെഗറ്റീവ്. ബൈ ദ സിസ്റ്റത്തെ പറയുന്ന പേരാണ് എക്സ്പാൻഷൻ വർക്ക് കേട്ടോ. എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ വർക്ക് എക്സ്പാൻഷൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കിൻ്റെ ചിഹ്നം നെഗറ്റീവ് ആണ്. അതിനർത്ഥം വർക്ക് ഈസ് ഡൺ ബൈ ദ സിസ്റ്റം. ഇനി അത് ഫ്രീ എക്സ്പാൻഷൻ, നമ്മളൊരു പ്രഷറും കൊടുക്കുന്നില്ല, ഫ്രീ ആയിട്ട് അത് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് പറയാം എക്സ്റ്റേണൽ പ്രഷർ 0 ആണ്. എക്സ്റ്റേണൽ പ്രഷർ 0 ആണ്. സോ W is equal to P ഡെൽറ്റ വിയിൽ പ്രഷർ 0 ആയാൽ ആര് 0 ആവും? വർക്ക് 0 ആകും. ഓക്കെ, അപ്പോൾ ഒരു ഫ്രീ എക്സ്പാൻഷനിൽ വർക്ക് എത്രയാണെന്ന് ചോദിച്ചാൽ ആൻസർ എഴുതുക, വർക്ക് ഈസ് 0. പക്ഷേ ഈ പ്രോസസ്സ് വെറും വർക്കല്ല, ഐസോതെർമൽ റിവേഴ്സിബിളാ. ഐസോതെർമൽ എന്ന് പറഞ്ഞാൽ എന്താ? ഐസോതെർമൽ എന്ന് പഠിച്ചാൽ, ഐസോതെർമൽ എന്ന് കേട്ടാൽ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു 0, ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു 0. ഈ കണ്ടീഷനാണ് എന്ത് പറയുക? ഐസോതെർമൽ പ്രോസസ്. ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു 0, ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു 0. ഇനി നോക്ക്, ഐസോതെർമൽ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ടി 0 ആണ്, ഡെൽറ്റ യു 0 ആണ്. അത് നമ്മൾ എഴുതി സെറ്റായി. ഇനി നോക്ക്, ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ W0. പിന്നെ ഇവിടുന്ന് ഈ Q0 എന്ന് ഇവിടെ വന്നത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണെന്നറിയോ? അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു, കണ്ടല്ലോ, യെസ്, Q പ്ലസ് W ആണ്. ഐസോതെർമൽ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ യു ഇത് 0 ആയി, ഈക്വൽ ടു Q പ്ലസ് W ഓൾറെഡി 0 ആയി. അപ്പോൾ Q എത്ര ആവും? 0 ആകും. സോ ഇവിടെ Q 0 ആണ്. അപ്പോൾ എനിക്ക് പറയാം ഇതൊരു അഡയബാറ്റിക് പ്രോസസ് ആണെന്നും വേണമെങ്കിൽ പറയാം. അഡയബാറ്റിക് പ്രോസസ്. വാട്ട് ഈസ് ആൻ അഡയബാറ്റിക് പ്രോസസ് എന്ന് എക്സാമിന് നിരന്തരം ചോദിക്കാറുണ്ട്. ഇറ്റ് ഈസ് there is no heat exchange between system and surrounding. ഒരു സിസ്റ്റത്തിൻ്റെയും സറൗണ്ടിങ്ങിൻ്റെയും ഇടയിൽ ഹീറ്റ് ചേഞ്ച് ഇല്ലെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ, ദാറ്റ് ഈസ് അഡയബാറ്റിക് പ്രോസസ് എന്ന് പറയാം. ഒരുപാട് ഐസോകോറിക് എന്ന് പറഞ്ഞാൽ വോളിയം, കോറിക് എന്ന് പറഞ്ഞാൽ വോളിയം 0 ആകും കേട്ടോ. കോറിക് എന്ന് കേട്ടാൽ കോറി എന്ന് പറഞ്ഞാൽ നമ്മൾ
കോറിയിൽ പോയിട്ടല്ലേ കല്ലൊക്കെ ഇതാക്കുക, വലിയ വോളിയുള്ള സ്ഥലമാണ്. സോ കോറിക്ക് എന്ന് പറഞ്ഞാൽ വോളിയം, ഐസോ കോറിക്ക് എന്ന് പറഞ്ഞാലോ വോളിയം സേവ് ആണ്, ΔV 0 ആണ്. ഓക്കെ, ഇതൊക്കെ പഠിക്കണേ. സിസ്റ്റമാറ്റിക് ആയിട്ട് ഞാൻ പറയുന്ന ഓരോ പോയിന്റുകളും നിങ്ങൾ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ ഓർത്ത് വെക്കണം. ഇത് ചാടിക്കറി ഇതൊന്നും ഇതൊക്കെ ഒരു നിങ്ങൾ തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ വലിയൊരു സംഗതിയെ ഞാനിങ്ങനെ ചെറുതാക്കി ഒറ്റ സ്ലൈഡാക്കി തരികയാണ്. അതുപോലെ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട്. സാർ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയും വൃത്തിക്ക് പറഞ്ഞുതരാൻ ഇപ്പം ഈ ഒരു 6 മണിക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലോചിച്ചോക്കെ, എത്ര യൂട്യൂബ് ചാനലുകൾ ഉണ്ടായിട്ടും നിങ്ങൾക്ക് വേണ്ട രീതിയിൽ, എനിക്കറിയാം ഞാനും +1 കെമിസ്ട്രി എഴുതിയവനാ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. നിങ്ങൾ വേണ്ട രീതിയിൽ എൻ്റെ ക്ലാസ് ക്യാച്ച് ചെയ്യുക. വേറൊരു ഡയലോഗിനും പോകണ്ട, കോഴിക്കളി കളിക്കാൻ പോകണ്ട, ID ചോദിക്കാൻ പോകണ്ട, കമൻറ്റ് ബോക്സിൽ ഹലോ ഹായ് നോക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, ഫുൾ സ്ക്രീനിലാക്കിയിട്ട് കമൻറ്റ് ബോക്സ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ പറയുമ്പോൾ മാത്രം ഫയർ എമോജി ഒക്കെ ഇടാൻ വേണ്ടി മാത്രം തുറക്കുക. അല്ലാതെ ഞാൻ പറയാത്ത സമയങ്ങൾ കംപ്ലീറ്റ് നിങ്ങൾ ക്ലാസ് ശ്രദ്ധിക്കുക. മാക്സിമം നിങ്ങൾ ഹെഡ്സെറ്റ് യൂസ് ചെയ്യാനെങ്കിലും ശ്രമിക്കുക. എന്നാലേ ഞാൻ പറയുന്ന ഓരോ പോയിന്റുകളും നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. റെഡി അല്ലേ? ഓക്കെ അല്ലേ? യെസ്. സമയം നോക്കുന്നില്ല, വേസ്റ്റ് ആക്കുന്നില്ല. അപ്പോൾ ഐസോതെർമൽ ഫ്രീ എക്സ്പാൻഷൻ ആയിട്ടുള്ള കണ്ടീഷനിൽ ഐസോതെർമൽ എന്ന് പറഞ്ഞാൽ ΔT 0 ആണ്, ΔU 0 ആണ്. ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ 0 ആണ്, ബിക്കോസ് പ്രഷർ എക്സ്റ്റേണൽ ഇസ് 0. അങ്ങനെ നോക്കുമ്പോൾ അക്കോർഡിംഗ് ടു ദ ഫസ്റ്റ് ലോ ΔU is equal to Q plus W. അതിൽ നിന്ന് ΔU 0 ആണ്, W 0 ആണ്. സോ Q 0 എന്ന് കിട്ടി. Q 0 എന്ന് പറഞ്ഞാൽ ഹീറ്റ് ചേഞ്ച് 0 ആണ്. സോ ദർ ഇസ് നോ ഹീറ്റ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്. അതിന് പറയുന്ന പേരാണ് അഡയാബാറ്റിക് പ്രോസസ്. റെഡിയാണല്ലോ? യെസ്. ഇനി വോളിയം 0 ആണെങ്കിലോ, ചേഞ്ച് ഇൻ വോളിയം 0 ആണെങ്കിലോ, ഐസോകോറിക് പ്രോസസ്. ചേഞ്ച് ഇൻ വോളിയം 0 ആണെങ്കിൽ, ഐസോകോറിക് കണ്ടീഷനിൽ W എത്ര ഉണ്ടാവുക? ആലോചിച്ച് പറയും. ഐസോകോറിക് കണ്ടീഷനിൽ, ഐസോകോറിക് പ്രോസസ്സിൽ ΔV 0 ആണല്ലോ. അപ്പോൾ W എന്തായിരിക്കും? P ΔV, P × 0. സോ W is equal to 0. ഓരോ പോയിന്റുകളാണ് സൈക്ലിക് പ്രോസസ്. ഓക്കെ, അടുത്ത ലാസ്റ്റ് ഇക്വേഷൻ ΔG. ΔG is equal to ΔH minus T ΔS. ഇക്വേഷൻ കാണാതെ പഠിച്ചു വെക്കുക. ഗിബ്സ് എനർജി. ഈ ഇക്വേഷന് പറയും ഗിബ്സ് ഹെൽമഹോൾസ് ഇക്വേഷൻ. എന്താ ഇക്വേഷന്റെ പേര്? ഗിബ്സ് ഹെൽമഹോൾസ് ഇക്വേഷൻ. ഗിബ്സ് ഹെൽമഹോൾസ് ഇക്വേഷൻ. നിങ്ങൾ സ്പെല്ലിംഗ് ഒക്കെ നോക്കിയാണ് കേട്ടോ. ഗിബ്സ് ഹെൽമഹോൾസ് ഇക്വേഷൻ. എന്താണ് സാറേ ഗിബ്സ് ഹെൽമഹോൾസ് ഇക്വേഷൻ? ഗിബ്സ് ഹെൽമഹോൾസ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ΔG is equal to ΔH minus T ΔS. അത്രേ ഉള്ളൂ. സാർ എന്താണ് സ്പോണ്ടേനിയസ് എന്ന് സാറ് പറഞ്ഞില്ലല്ലോ. എടാ, ΔG നെഗറ്റീവ് ആകുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് സ്പോണ്ടേനിയസ് പ്രോസസ്. എപ്പോഴാണോ ഫ്രീ എനർജി, ഈ ΔGക്ക് 2 പേരുണ്ട്, ഗിബ്സ് എനർജി എന്ന് പറയും, ഫ്രീ എനർജി എന്ന് പറയും. എപ്പോഴാണോ ഈ എനർജി നെഗറ്റീവ് വരുന്നത്, ആ കേസിലെല്ലാം തന്നെ സ്പോണ്ടേനിയസാ. എൻട്രോപ്പി നോക്കിയിട്ട് നമുക്ക് സ്പോണ്ടേനിയസ് ആണെന്ന് പറയാൻ കഴിയില്ല. എൻതാൾപ്പി നോക്കിയിട്ട് സ്പോണ്ടേനിയസ് ആണെന്ന് പറയാൻ കഴിയില്ല. ഇന്റേണൽ എനർജി നോക്കിയിട്ട് സ്പോണ്ടേനിയസ് ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ 4ാമത്തെ തെർമോഡൈനാമിക് വേരിയബിൾ ആയിട്ടുള്ള തെർമോഡൈനാമിക്സിനെ നിരന്തരം വെള്ളം കുടിപ്പിക്കുന്ന ഗിബ്സ് എനർജി അല്ലെങ്കിൽ ഫ്രീ എനർജി എന്ന് പറയുന്ന ΔG 0. ΔG 0 വേണമെങ്കിൽ 0 എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ, സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി. ഓക്കെ, റെഡിയാണോ? പറയുന്നത് ആടെ 0 കൊടുത്താൽ ΔG 0 എവിടെയും കൊടുക്കണം, ΔG 0 കൊടുക്കണം. അത്രേ ഉള്ളൂ. സ്റ്റാൻഡേർഡ് കണ്ടീഷൻ 298 കെൽവിനിലും 180 m പ്രഷറിലെയും പറയുന്ന പേരാണ് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ. അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. എന്താണ് ഫ്രീ എനർജിന്റെ പ്രത്യേകത? ഈ ഫ്രീ എനർജിന്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ എനിക്ക് പറയാം ദിസ് പ്രോസസ് ഈസ് സ്പോണ്ടേനിയസ്. പരീക്ഷയ്ക്ക് ചോദിക്കും ΔG ഷുഡ് ബി നെഗറ്റീവ്, ദെൻ ദ പ്രോസസ് ഈസ് സ്പോണ്ടേനിയസ്, അല്ലെങ്കിൽ ദ പ്രോസസ് ഷുഡ് ബി സ്പോണ്ടേനിയസ്. എപ്പോ, ഏത് കണ്ടീഷൻ? വെൻ ΔG is equal to നെഗറ്റീവ്. ΔG 0 നെഗറ്റീവ് എന്നും പറയാം. സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ചേഞ്ച് നെഗറ്റീവ് ആകുമ്പോഴാണ് സ്പോണ്ടേനിയസ് എന്ന് പറയുക. ഇനി അത് ഏതൊക്കെ കേസിൽ സ്പോണ്ടേനിയസ് ആകാൻ പറ്റും? പല കേസുകളുണ്ട്. നിങ്ങൾ എക്സാമിന് വേണ്ടി ഒരു ബോക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടാകും. ΔHും ΔSും ΔGയും വെച്ചിട്ടൊരു പ്രോസസ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ΔHും ΔSും ΔGയും ഉപയോഗിച്ചിട്ട് ഒരു കള്ളി വെച്ചിട്ട് മൈനസ്, ഇത് മൈനസും പ്ലസ് ആയാൽ അത് നെഗറ്റീവ് എന്നുള്ള സംഗതി ഉണ്ട്. നിങ്ങൾ എക്സാമിന് നോക്കി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട്
ലാസ്റ്റ് ആയിട്ട് ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കണം. ഡെൽറ്റ ജി 0 ഇസ് ഈക്വൽ ടു -2.303 RT ലോഗ് കേസ്. ഇത് പിന്നെ ഇക്വിലിബ്രിയമായിട്ട് കണക്ട് ചെയ്തത് കൊണ്ട് ഈ ഇക്വേഷൻ വെച്ചിട്ട് ചോദ്യം ചോദിച്ചിരിക്കും. എന്താ സാർ ഇക്വേഷൻ? ഡെൽറ്റ ജി 0 ഇസ് ഈക്വൽ ടു -2.303 RT ലോഗ് KC. ഈ ഇക്വേഷനുകൾ പഠിച്ചു വെക്കണം. എന്താ ഇത്? ഡെൽറ്റ ജി 0 is equal to -2.303 RT log KC. തക RT log KC. RT log KC. തക RT log KC. ഡെൽറ്റ ജി 0 is equal to -2.303 RT log KC. തക RT log KC. RT log KC. തക RT log KC. That means ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും ഗിബ്സ് എനർജി ചേഞ്ചും തമ്മിലുള്ള റിലേഷനാണ് ഈ ഇക്വേഷൻ. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് KCയുടെ വാല്യൂ തന്നു, എന്നിട്ട് നിങ്ങളോട് ഡെൽറ്റ ജി 0 കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ ഇക്വേഷനാണ് കൊടുക്കേണ്ടത്. റെഡിയാണോ ചെറുപ്പക്കാരി? ഇതുവരെ പറഞ്ഞ തിയറികളൊക്കെ ഓക്കെ അല്ലേ? തിയറിയിൽ നിന്നാണ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നത്. കാര്യം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലേക്ക് വരുന്നത്. അതിൻ്റെതായ പ്രയാസങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കാനാ ഈ തിയറിയൊക്കെ ഞാൻ എഴുതി വെച്ച് പറയുന്നത്. ഇനി നമ്മൾ പ്രോബ്ലത്തിലേക്ക് പോട്ടെ. ഇതുവരെ അടുത്ത പ്രോബ്ലം തന്നെ അല്ലേ? ഇതും കൂടി പറഞ്ഞു തരാം. എന്താണെന്നറിയോ, നിങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഈ ചാപ്റ്ററിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ എക്സാം ഹാളിലേക്ക് കയറുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഫസ്റ്റ് ലോന്റെ ഡെഫിനിഷൻ പഠിച്ചു വെക്കുക. എനർജി ക്യാൻ ഐദർ ബി ക്രിയേറ്റഡ് ആ സാധനം. എൻതാൾപ്പിന്റെ ഡെഫിനിഷൻ പഠിച്ചു വെക്കുക. എൻതാൾപ്പി ഇറ്റ് ഈസ് എ സം ഓഫ് H is equal to U plus PV. അതാലോചിച്ചാൽ മതി. ഇറ്റ് ഈസ് എ സം ഓഫ് ഇന്റേണൽ എനർജി ആൻഡ് പ്രഷർ വോളിയം എനർജി. എൻട്രോപ്പിന്റെ ഡെഫിനിഷൻ പഠിച്ചു വെക്കുക. ഫ്രീ എനർജിന്റെ ഡെഫിനിഷൻ എന്താ? ഫ്രീ എനർജിന്റെ ഡെഫിനിഷൻ എന്താ? ഫ്രീ എനർജി ഇറ്റ് ഈസ് ദ എനർജി, amount of energy used to available energy in the system for doing useful work. ഉപകാരപ്രദമായ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എനർജിയെ പറയുന്ന, അവൈലബിൾ എനർജിയെ പറയുന്ന പേരാണ് ഫ്രീ എനർജി. അവൈലബിൾ എനർജിന്റെ ഒരു ഡെഫിനിഷൻ പഠിച്ചു വെക്കുക. ദ അവൈലബിൾ എനർജി ഇൻ ദ സിസ്റ്റം ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു യൂസ്ഫുൾ വർക്ക്. ഉപകാരപ്രദമായിട്ടുള്ള വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ട് സിസ്റ്റത്തിൽ അവൈലബിൾ ആയിട്ടുള്ള എനർജിയെ പറയുന്ന പേരാണ് ഗിബ്സ് എനർജി. ഇനി സെക്കൻഡ് ലോവും കൂടി ഒന്ന് പഠിച്ചു വെക്കുക. തേർഡ് ലോവും കൂടി ഒന്ന് പഠിച്ചു വെക്കുക. ചിലപ്പം ചോദിക്കാം, സെക്കൻഡ് ലോ എക്സാമിന് മിക്കവാറും ചോദിക്കാറുണ്ട് കേട്ടോ. മിക്ക എക്സാമിന് സെക്കൻഡ് ലോ ചോദിക്കാറുണ്ട്. തേർഡ് ലോ അങ്ങനെ അങ്ങോട്ട് ചോദിക്കാറില്ല. പക്ഷേ സെക്കൻഡ് ലോയും തേർഡ് ലോയും എൻട്രോപ്പി ബേസ്ഡ് ആണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലോ നോട്ട് ബുക്കിലോ നമ്മളെ മോഡ്യൂൾ ബുക്കൊക്കെ വാങ്ങിയ ആൾക്കാർ അതിലുണ്ടാവും. മോഡ്യൂൾ ബുക്ക് വാങ്ങിയ ആൾക്കാർ നിർബന്ധമായിട്ടും മോഡ്യൂൾ ബുക്കിൽ നിന്ന് സെക്കൻഡ് ലോ തേർഡ് ലോ ഒക്കെ പഠിക്കുക. അതിനപ്പുറത്തേക്ക് മോഡ്യൂൾ ബുക്ക് വാങ്ങാത്ത കുട്ടികൾ ഈ ലൈവ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മോഡ്യൂൾ ബുക്ക് ഇങ്ങനെ വിട്ടിനടാ മെയിൽ അയച്ചോ. ഓക്കെ, ഞാൻ വേണമെങ്കിൽ മെയിലെടുത്ത് ഓപ്പൺ ആക്കി തരാം. ജസ്റ്റ് ഒന്ന് കാണിക്കാനാട്ടോ. അല്ലാ നെക്കിയ മാറിപ്പോയടാ. അല്ലോ സോറി ഞാൻ നെക്കിയ മാറിപ്പോയി. ഇനി ഇത് വേക്കടിക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. ഒരു മിനിറ്റ് കേട്ടോ. 206 പേജ് അതാ പോകേണ്ടത്. തന്തിനെന്താനോ താനിന്ന നമുക്കെന്തോ കഥ അറിഞ്ഞത്തിരിക്കാം. ഗൈസ് പറയൂ, നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. എന്താണ് ഞാനേ പിന്നെ എക്സ്പോർട്ടായി പോയി നിൽക്കിയത്, ഇമ്പോർട്ടായി നിൽക്കേണ്ടത്. അപ്പോൾ നമ്മൾ PDF മൊത്തം എക്സ്പോർട്ട് ആയിക്കൊണ്ട് നിൽക്കുക. ജിമെയിൽ ഞാൻ എടുക്കാൻ വേണ്ടി തുറന്നതിനിപ്പോൾ നമ്മളത് ലോക്കാക്കി വെച്ചാണല്ലോ. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. കമ്മ്യൂണിറ്റി ഇനിയും പിന്നെയും കമ്മ്യൂണിറ്റി ലിങ്ക് തന്നെ. എടാ കമ്മ്യൂണിറ്റി ലിങ്ക് കൊടുക്കുക കേട്ടോ. ഓക്കെ, കമ്മ്യൂണിറ്റി ലിങ്ക് അവിടെ ഉണ്ടാവും, പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. നിങ്ങൾ അതിൽ എന്ത് ചെയ്യുക, പിന്നെ ജോയിൻ ചെയ്യുക. അത് ഫുള്ളായി കഴിഞ്ഞാൽ ഞാൻ പിന്നെ അടുത്ത ആക്കിക്കോളൂ. നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ക്ലാസ് കഴിഞ്ഞിട്ടേ ഞാൻ നോട്ട് ഷെയർ ചെയ്യുള്ളൂ. മനസ്സിലായില്ല? ക്ലാസ് കഴിഞ്ഞിട്ടേ നോട്ട് ഷെയർ ചെയ്യുള്ളൂ. ടൈം എത്രയായി? ഓക്കെ, കാണുന്നുണ്ട്. അരമണിക്കൂറായി നമ്മൾ ക്ലാസ് തുടങ്ങിയിട്ട് കേട്ടോ. നിങ്ങളൊന്നിങ്ങനെ റിവൈസ് ചെയ്യ്, ഒന്നിങ്ങനെ ആലോചിച്ച് നോക്കി. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി MEN WVC UHSG പറയും MEN WVC UHSG. പിന്നെ പാത്ത് ഫംഗ്ഷൻ Q ആൻഡ് W, ഇത് രണ്ടും ഒരുമിച്ച് തന്നാൽ Q + W എന്ന് പറഞ്ഞാൽ അത് ഇന്റേണൽ എനർജിയാണ്, അത് സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. പിന്നെ എന്താ പഠിപ്പിച്ചത്? ഇക്വേഷൻസ് H is equal to U plus പവി, ഡെൽറ്റ U is equal to Q plus W. നീ കൂവിയപ്പോൾ അച്ഛൻ കുപ്പിയിലാക്കി. U ഡെൽറ്റ U is equal to QV, ഡെൽറ്റ H is equal to QP. പിന്നെന്താ
വർക്ക് ഡൺ W is equal to മൈനസ് പി ഡെൽറ്റ വി അതിനെന്താ പറയുക എക്സ്പാൻഷൻ വർക്ക് ഈസ് ഡൺ ബൈ ദ സിസ്റ്റം. ഓക്കെ, W is equal to പ്ലസ് പി ഡെൽറ്റ വി കംപ്രസ്ഡ് വർക്ക് അല്ലെങ്കിൽ നോൺ എക്സ്പാൻഷൻ വർക്ക് എന്ന് പറയാം. നോൺ എക്സ്പാൻഷൻ വർക്ക് ഈസ് ഡൺ ഓൺ ദ സിസ്റ്റം. ഓക്കെ, മാറിപ്പോരുതേ, മൈനസും പ്ലസും മാറിപ്പോരുതേ. ഓക്കെ, പിന്നെന്താ പഠിച്ചാ വർക്ക് ഡൺ ഇൻ ഐസോതെർമൽ റിവേഴ്സിബിൾ എക്സ്പാൻഷൻ നോട്ട് ഫ്രീ. വെറും എക്സ്പാൻഷൻ ആണെങ്കിൽ W is equal to മൈനസ് 2.303 nRT log V2/V1. ബാക്കിയൊക്കെ പരീക്ഷ തന്നിട്ടുണ്ടോ, W മാത്രമേ കാണാൻ പറയുള്ളൂ. ഓക്കെ ആണല്ലോ, യെസ്. ഇനി നമുക്ക് കിട്ടും, ലോക്ക് ഒഴിവാക്കി തരാം. ഇനി നമ്മൾ തിയറിയിലേക്കാട്ടോ കിടക്കാൻ പോകുന്നത്, സോറി ഇക്വേഷൻസിലേക്ക്, നമ്മൾ ഷുവർ ക്വസ്റ്റ്യൻസ് എന്താ വരാത്ത. ഓക്കെ, ഇനി നമ്മൾ ഇക്വേഷൻസിലേക്ക് പോകുന്നത് എങ്ങനെ എടുക്കല്, ഇങ്ങനെ എടുക്കല്. ഓൾ ആപ്ലിക്കേഷൻസ് അല്ലേ, gmail.com. ഇതാണോ ലാസ്റ്റ് വന്ന്? യെസ് 12:08. ഗായ്സ് നിങ്ങളൊക്കെ കാണുന്നുണ്ടോ ഗായ്സ്? യെസ് ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്യല്ലേ അല്ലേ ഗായ്സ് ഓക്കെ അല്ലേ? യെസ്. ഇതാ നോക്കൂ സോദര, നമ്മൾ ഇന്നലെ രാത്രി ലൈവ് പോയല്ലോ. ആ ലൈവിൽ കുറേ ആൾക്കാർ സാർ ബുക്കിനെ കുറിച്ചുള്ള ഒരു പോസ്റ്ററും കാര്യങ്ങളൊന്നും കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ പോസ്റ്റർ ഉണ്ടാക്കി വെച്ചാട്ടതാ. +1 സയൻസ് ഓർഡർ നൗ 62 35 25 87 20. ഇതാ ഷുവർ പ്ലസ് ബുക്കിന്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സാർ ഒന്ന് മാറിക്ക്, സാറേ നിങ്ങളൊന്ന് മാറിക്ക്, ഫോട്ടോ എടുക്കട്ടെ. എന്താ അമ്മീ, ഇതാ ഞാൻ ഇവിടെ തന്നെ ഇങ്ങനെ ഓക്കെ. സോ ദാ ഈ നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. 62 35 25 87 20 കേട്ടോ. കോൺടാക്റ്റ് എല്ലാം വാട്സപ്പ് ചെയ്യാം. +1 ഷുവർ A+ ബുക്ക് എനിക്ക് വേണം. എനിക്ക് മെയിൻ എക്സാമിന് 4 വിഷയത്തിലും A+ അല്ലെങ്കിൽ ഫുൾ മാർക്ക് വാങ്ങണം. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി. അതിന് MS സൊല്യൂഷൻസിൻ്റെ പിന്നെ മോഡ്യൂൾ ബുക്ക് എനിക്ക് അത്യന്തം അപേക്ഷിതമാണ്. എനിക്ക് വേണം സാർ. ഐ ക്യാൻ എന്ന് പറയണം കേട്ടോ. ഓക്കെ ഗൈസ്, സെറ്റല്ലേ? ഇനി നമ്മൾ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നു. ആർ യു റെഡി? ഇനി ക്വസ്റ്റ്യൻസിലേക്ക് പോകാൻ റെഡിയായ ആൾക്കാരൊക്കെ ഒന്ന് ഫയർ എമോജിട്ട്. യെസ് സാർ, ഇതുവരെ പറഞ്ഞ തിയറി ഒക്കെ എനിക്ക് മനസ്സിലായി, ഞാൻ റെഡിയാണ്. ഓരോ ചോദ്യങ്ങളും ഇനി സാറിന്റെ കൂടെ പ്രോബ്ലം ചെയ്യാൻ ഞാൻ റെഡിയാണ് സാർ. വെരി ഗുഡ് ചെയ്തോളൂ. റെഡി. അതിന് വെള്ളം കുടിക്കട്ടെ. നമ്മൾ അപ്പിയുടെ ബാക്കിയുണ്ട് കേട്ടോ ഗൈസ്. അപ്പി ഒന്നും ടേസ്റ്റ് കൂടിയോ രാവിലെ ആയിട്ടേക്കല്ലോ. ഓക്കെ, പോരാ ഫയർ എമോജികൾ പോരാ, ഇനിയും പോരണം. ഇല്ല, ഒരു ഹായ് ഹോയും പറയൂല. പിന്നെയും കമ്മ്യൂണിറ്റി ലിങ്ക് ചോദിക്കരുത്. ഞാൻ അതിലേക്ക് നോക്കിയല്ല. ഇന്നെൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ക്ലാസ്, മക്കളല്ല, ഇന്നെൻ്റെ തള്ളകളും അല്ല, എന്താ പറയുക, ഇന്നെൻ്റെ സുന്ദരികൾക്കും സുന്ദരന്മാർക്കും വേണ്ടിയിട്ടുള്ള അടിപൊളി ക്ലാസ്, പെർഫെക്റ്റ് ക്ലാസ്. നോക്കിക്കോളൂ. എനിക്കങ്ങ് തൊണ്ടവേദന വന്നാൽ ഇതാ, സം പ്രോപ്പർട്ടീസ് ആർ സ്റ്റേറ്റ് ഫങ്ഷൻസ്. Q and W are not state function, but Q plus W is a state function. Why? നമ്മൾ പറഞ്ഞു Q+W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q+W എന്ന് പറഞ്ഞാൽ അത് ΔU ആണ്. ഇറ്റ് ഈസ് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി. ഇറ്റ് ഡിപ്പെൻഡ് ഓൺലി ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ്. ദാറ്റ്സ് ഇറ്റ്. Qയും W എന്താണ്? സ്റ്റേറ്റ് ഫംഗ്ഷൻ അല്ല, അത് പാത്ത് ഫംഗ്ഷൻ ആണ്. അത് ആഡ് ചെയ്താൽ കിട്ടുന്നത് സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. കാര്യം ഇത് ഇന്റേണൽ എനർജിയാണ്. വാട്ട് ഡു യു മീൻ ബൈ സെയിങ് ദാറ്റ് പ്രഷർ ഈസ് ആൻ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി? എന്തുകൊണ്ടാണ് പ്രഷർ ഒരു ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞു, ക്വാണ്ടിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എക്സ്റ്റൻസീവും, ക്വാണ്ടിറ്റി ഓഫ് മാറ്ററിനെ ഡിപ്പെൻഡ് അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് മാറ്റർ എന്നോ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ, രണ്ട് വേർഡ് ഉപയോഗിക്കട്ടോ. ഒന്നുകിൽ എമൗണ്ട് ഓഫ് മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യാത്തത്, അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യാത്തതിനാണ് എന്ത് പറയുക? ഇൻറ്റൻസീവ് എന്ന് പറയുക. സോ പ്രഷർ ഈസ് ആൻ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. Okay, what is the difference in internal energy of a system if
വാട്ട് ഈസ് ദ ഡിഫറൻസ് ഇൻ അതായത് ഡെൽറ്റ യു ഇതാണ് ഇന്റേണൽ എനർജി, അത് എത്രയാണ്? ഇഫ് 100 കിലോ ജൂൾ ഓഫ് എനർജി ഈസ് റേഡിയേറ്റഡ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വിട്ടു, ഔട്ട് വിത്തൗട്ട് ഡൂയിങ് എനി വർക്ക്. സോ വർക്ക് 0 ആണ്. ഡെൽറ്റ ഡബ്ല്യു വർക്ക് 0 ആണ്. അങ്ങനെയാണെങ്കിൽ പുറത്തേക്ക് വിട്ട ഹീറ്റ് ചേഞ്ച് ആണ് തന്നത് 100 കിലോ ജൂള്. സോ ഡെൽറ്റ യു ഓഫ് എ സിസ്റ്റം ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ഇവിടെ ഡബ്ല്യു 0 ആണ്. സോ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂവിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 100 കിലോ ജൂൾ. സോ ആൻസർ ഈസ് 100 കിലോ ജൂൾ അല്ലേ? ഒരു കാര്യം കൂടി വിട്ടേ. ഇവിടെ ക്യൂ എന്ന് പറഞ്ഞാൽ ഹീറ്റാണ്. ഹീറ്റ് ലിബറേറ്റഡ് ബൈ ദ സിസ്റ്റം, പുറത്തേക്ക് വിടുകയാണെങ്കിൽ നെഗറ്റീവ് ആണ്. സോ ഇവിടെ തന്ന 100 കിലോ ജൂൾ എന്ന് പറഞ്ഞാൽ -100 കിലോ ജൂൾ ആട്ടോ ഉണ്ടാവുക. സോ ഡെൽറ്റ ഇവിടെ ക്യൂ മൈനസ് ഉണ്ടാവുക. സോ ആൻസർ ഈസ് -100 കിലോ ജൂൾ കേട്ടോ. ശ്രദ്ധിച്ചാൽ മതി. ഹീറ്റ് പുറത്തേക്ക് ഇവിടെ എക്സോതെർമിക് എന്ന് പറയും. എക്സോതെർമിക് ഹീറ്റ് ഈസ് ലിബറേറ്റഡ് ബൈ ദ സിസ്റ്റം, നെഗറ്റീവ്. എൻഡോതെർമിക് ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് ബൈ ദ സിസ്റ്റം, പോസിറ്റീവ്. ദാറ്റ്സ് ഇറ്റ്. ആൻസർ കീ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കിട്ടിയ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഞാൻ ഉണ്ട്. കയ്യും കാലൊക്കെ വേദനയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ഹെസസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷൻ. പക്ക ഷുവർ ക്വസ്റ്റ്യനാണ്. ഞാൻ ഇതുവരെ തിയറി പറഞ്ഞതിൽ എന്തുകൊണ്ട് ഹെസസ് ലോ പറഞ്ഞില്ല? അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പക്ക ഷുവറാ. അതുമല്ല ഹെസസ് ലോക്ക് വേണ്ടിയിട്ട് കുറേ ഡിസ്കസ് ചെയ്യാം. ഹെസസ് ലോ എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ ക്ലാസ് എടുക്കേണ്ട സാധനമാണ്. അതുകൊണ്ട് ഞാൻ അവിടെ ഒഴിവാക്കി വെച്ചത്. ബാക്കിയൊക്കെ ചാപ്റ്ററിന്ന് മുക്കൊന്നും മൂലയെന്നും ABCD ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഹെസസ് ലോ ഇല്ലാത്തൊരു എക്സാം ഡിസംബറിലൂടെ കടന്നു പോകൂല. ഹെസസ് ലോ ഇന്നത്തെ എക്സാമിന് ഷുവർ ആയിട്ടും ചോദിക്കും. സ്റ്റേറ്റ് ഹെസസ് ലോ, ഹീറ്റ് ചേഞ്ച് ഇൻ എ പ്രോസസ് ഈസ് ദ സെയിം വെദർ ദ പ്രോസസ് ഈസ് ക്യാരിഡ് ഔട്ട് ഇൻ 1 സ്റ്റെപ്പ് ഓർ ഇൻ സെവറൽ സ്റ്റെപ്പ്. നിങ്ങൾ ഒരു സ്റ്റെപ്പിൽ കൂടിയ ഹീറ്റ് ചേഞ്ച് കണ്ടാലും കുറേ സ്റ്റെപ്പിലൂടെ ഹീറ്റ് ചേഞ്ച് കണ്ടാലും രണ്ടിൻ്റെയും ഹീറ്റ് ചേഞ്ച് സെയിം ആയിരിക്കും. ഇത് ശരിക്കും സ്റ്റേറ്റ് ഫംഗ്ഷൻ തന്നെ. അതുകൊണ്ടാണല്ലോ ഹീറ്റ് ചേഞ്ച് സ്റ്റേറ്റ് ഫംഗ്ഷൻ ആയത്. പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതാണ് ഹെസസ് പറയുന്നല്ലോ. ഒന്ന് ഹെസസ് ലോ പേരൊക്കെ ഇട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഹെസസ് ലോ എന്ന് പറയുന്നത് ഹീറ്റ് ചേഞ്ച് ഇൻ എ പ്രോസസ് ഈസ് ദ സെയിം വെദർ ദ പ്രോസസ് ഈസ് ക്യാരിഡ് ഔട്ട് ഇൻ 1 സ്റ്റെപ്പ് ഓർ ഇൻ സെവറൽ സ്റ്റെപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. The equilibrium constant for a reaction is 5. ഏതൊരു ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട് റിയാക്ഷൻ Kc ആയിക്കോട്ടെ 5 തന്നിട്ടുണ്ട്. വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് ഡെൽറ്റ G0? ഡെൽറ്റ G0 is equal to ഡെൽറ്റ G0 is equal to -2.303 -2.303 RT log Kc തക RT log Kc. കേസിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. പിന്നെന്താ തന്നത്? ആറിൻ്റെ വാല്യൂ 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോൾ. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് വാല്യൂ തന്നു. ടെമ്പറേച്ചർ തന്നു 300 കെൽവിൻ. എല്ലാം തന്നു. ആട് കൊടുത്തം കൂടി ചെയ്ത് ആൻസർ കണ്ടുപിടിച്ചാൽ മതി. പരിപാടി കഴിഞ്ഞു. റെഡിയല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ ഇത് ചോദിക്കേ. എടാ ഡെൽറ്റ G0 എന്തായാലും ചോദിക്കും. ഷുവറാണ്. ഇത് 2 ഷുവറാ. ഹെസസ് ലോയും ചോദിക്കും, ഡെൽറ്റ G0യും ചോദിക്കും. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ ആലോചിക്കണം. പക്ക ഈ ഇക്വേഷൻ എഴുതി വെച്ചാൽ തന്നെ ഒരു മാർക്ക് കിട്ടും. കാര്യം എന്താണെന്നറിയോ? ഇത് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ഇന്റർ കണക്റ്റഡ് ആയതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ചോദിക്കും. മീൻസ് ഈ ഇക്വേഷൻ ഉപയോഗിച്ചുള്ള ചോദ്യം ചോദിച്ചിരിക്കും. പക്ക ഷുവർ അല്ലേ? പിന്നെന്താ MS അല്ലേ പറയുന്നത്. അടുത്ത് ഇതിൻ്റെ പിന്നെ ആൻസർ കീ കൊടുത്തിട്ടുണ്ടേ. ഓക്കെ. എ സിസ്റ്റം ഇൻ എ തെർമോഡൈനാമിക്. വാട്ട് ഡു യു മീൻ ബൈ ആൻ ഐസോലേറ്റഡ് സിസ്റ്റം? നിങ്ങൾ എന്നാ പറയും? ഐസോലേറ്റഡ് എന്ന് പറഞ്ഞാൽ എനർജിയും മാറൂല, മാസും മാറൂല. അത്രേ ഉള്ളൂ. ഗിവ് ആൻ എക്സാമ്പിൾ. തെർമോഫ്ലാസ്ക്. റെഡിയല്ലേ? അടുത്തത് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഇന്റൻസീവ് ആൻഡ് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി. എന്ത് സുഖ. എക്സ്റ്റൻസീവ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടീസ് ഓഫ് ദ സിസ്റ്റം വിച്ച് ഡിപ്പെൻഡ് അപ്പോൺ ദ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ പ്രസന്റ് ഇൻ ഇറ്റ്. ഡിപ്പെൻഡ് ചെയ്യാത്തത് ഇന്റൻസീവ് പ്രോപ്പർട്ടി. 2 എക്സാമ്പിൾ അല്ല 10 എണ്ണമാണ് എഴുതി തരാം. മെൻ WVCUHSG 4 6 8 10 ഇതാ 10 എക്സാമ്പിൾ ഇതാ. എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി. അവിടെ എക്സ്റ്റൻസീവ് ഇവിടെ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി. അപ്പോൾ ഇൻറ്റൻസീവോ സാറേ? ബാക്കിയൊക്കെ ഇൻറ്റൻസീവ്. പ്രഷർ, സ്പെസിഫിക് വോളിയം, മോളാർ വോളിയം, ഇതൊക്കെ മോളാർ ഹീറ്റ് കപ്പാസിറ്റി, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, അതൊക്കെ ഇൻറ്റൻസീവ് ആട്ടോ. ടെമ്പറേച്ചർ ഒക്കെ ഇൻറ്റൻസീവാ. ഇറ്റ് ഈസ് എ സിസ്റ്റം ദാറ്റ് ക്യാനോട്ട്. അതിൻ്റെ ആൻസർ കീയാണ് കിട്ടത്.
ഓക്കെ, അടുത്തത് വാട്ട് ഈസ് മീൻ ബൈ ചേഞ്ച് ഇൻ ഗിബ്സ് എനർജി ഓഫ് എ സിസ്റ്റം. ഞാൻ പറഞ്ഞു നിങ്ങളോട് ഡെൽറ്റ ജി എന്താണെന്ന് പഠിക്കണം. എന്താണ് ഫ്രീ എനർജി? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് അവൈലബിൾ എനർജി ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു യൂസ്ഫുൾ വർക്ക്. ഓക്കെ, ഇറ്റ് ഈസ് ദ മാക്സിമം എമൗണ്ട് ഓഫ് അവൈലബിൾ എനർജി ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ടു യൂസ്ഫുൾ എനർജി. ഈ മാക്സിമം ഇമ്പോർട്ടൻ്റ് ആട്ടോ, പറയാൻ വിട്ടോയതാ. ഇറ്റ് ഈസ് ദ മാക്സിമം എമൗണ്ട് ഓഫ് അവൈലബിൾ എനർജി ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു യൂസ്ഫുൾ വർക്ക്. അടുത്തെന്താ ചോദിച്ചത്? ഹൗ ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ പ്രഡിക്റ്റിംഗ് ദ ഫീസിബിലിറ്റി ഓഫ് എ പ്രോസസ്. ഒരു പ്രോസസ്സിൻ്റെ സ്പീഡ് എത്രത്തോളമാണെന്ന്, ഫീസിബിലിറ്റി, ഒരു പ്രോസസ്സ് എത്രത്തോളം നടക്കുന്നുണ്ട് എന്നതിനെ എങ്ങനെയാണ് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഡെൽറ്റ ജി സീറോ നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് പറയാം അതൊരു സ്പോണ്ടേനിയസ് പ്രോസസ്സാണ്. ഡെൽറ്റ ജി സീറോ പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് പറയാം അതൊരു നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്സാണ്. ഡെൽറ്റ ജി ഈക്വൽ ടു സീറോ ആണെങ്കിൽ അതൊരു ഇക്വിലിബ്രിയം പ്രോസസ്സാണെന്ന്, ഇക്വിലിബ്രിയം കണ്ടീഷൻ ആണെന്ന് പറയാം. ഫോർ എ സ്പോണ്ടേനിയസ് പ്രോസസ് ഡെൽറ്റ ജി ഷുഡ് ബി നെഗറ്റീവ്. ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. കൺസിഡർ എ കെമിക്കൽ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ എ ക്ലോസ്ഡ് ഇൻസുലേറ്റഡ് വെസൽ ടു വിച്ച് ടൈപ്പ് ഓഫ് തെർമോഡൈനാമിക് സിസ്റ്റം ഡസ് ഇറ്റ് ബിലോങ്? ക്ലോസ്ഡ് ഐസൊലേറ്റഡ്, ഇൻസുലേറ്റഡ് അല്ല, ക്ലോസ്ഡ് ഇൻസുലേറ്റഡ് വെസൽ ആണെങ്കിൽ അതൊരു ഐസൊലേറ്റഡ് സിസ്റ്റം ആണ്. മാത്രമല്ല അതൊരു അഡയബാറ്റിക് പ്രോസസ് കണ്ടീഷനും കൂടിയാണ്. എന്താ അഡയബാറ്റിക്? ദർ ഇസ് നോ ഹീറ്റ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്. അത്രയും ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹീറ്റ് എക്സ്ചേഞ്ച് ഉണ്ടാവില്ല. ഇതൊരു അഡയബാറ്റിക് പ്രോസസ് ആണ് കേട്ടോ. അതുപോലെ ഇതൊരു ഐസൊലേറ്റഡ് സിസ്റ്റം കൂടിയാണ്. ഓക്കെ, അത് ചോദിച്ചത്രേ ഉള്ളൂ. ക്ലോസ്ഡ് വെസൽ, ക്ലോസ്ഡ് വെസൽ എന്ന് ഉദ്ദേശിച്ചത് എന്തുകൊണ്ടാണെന്ന് അറിയോ? അതൊരു അഡയബാറ്റിക്, ഹീറ്റ് ചേഞ്ച് ഉണ്ടാവാൻ പാടില്ല, അത്രേ ഉള്ളൂ. അടുത്ത നോക്ക്, നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, ഒരു ലോജിക്ക് ഇല്ലാത്ത അല്ലെ ലോജിക്കുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു 1 മാർക്ക്. അഡയബാറ്റിക് എന്ന് എഴുതിയാലും കുഴപ്പമില്ല, ഐസൊലേറ്റഡ് എഴുതിയാലും കുഴപ്പമില്ല, രണ്ടും ആൻസർ തന്നെ. 3 സ്റ്റേറ്റ് ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. എനർജി ക്യാൻ ഐദർ ബി ക്രിയേറ്റഡ് ആസ് എഴുതി കൊടുക്കുക. 3 mole of an ideal gas at 1.5 atm and 25 degrees Celsius expands isothermally in a reversible manner to twice its original volume against an external pressure of 1 atm. Calculate the work done. മാഷേ മനസ്സിലായില്ല? ഇതാണ് ഞാൻ പഠിക്കാൻ പറഞ്ഞത്. W is equal to minus 2.303 nRT log V2 by V1. നിങ്ങൾ വിചാരിച്ചോ ഇത് എക്സാമിന് ചോദിക്കില്ല എന്ന്? ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസാ മക്കളെ, ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാ. ടഫ് ആക്കുകയാണെങ്കിൽ ഇതൊക്കെ തരുള്ളൂ. സോ ഐസോതെർമൽ റിവേഴ്സിബിൾ എക്സ്പാൻഷൻ ആണെങ്കിൽ ഇക്വേഷൻ മൈനസ് ആണ്. 2.303 nRT log V2 by V1. ഇനി എന്തൊക്കെ അറിയണം? N നമ്പർ ഓഫ് മോൾസ്, 3 മോള് 3 തന്നിട്ടുണ്ട്. 6 യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് വാല്യൂ തന്നിട്ടുണ്ട്. ടെമ്പറേച്ചർ തന്നിട്ടുണ്ടോ? ഉണ്ട്. 25 ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലേക്ക് മാറ്റണം, പ്ലസ് 273. ഇനി തരേണ്ടത് V2 V1 V2 V1 കൂടെ തന്നിട്ടുണ്ടോ? To twice its original volume against an external pressure of 1 atm. വോളിയം ഒക്കെ തന്നിട്ടുണ്ട്. അത് 2x. ആദ്യമുള്ള വോളിയം x ആണെങ്കിൽ പിന്നുള്ള വോളിയം 2x ആണ്. സോ minus 2.303 n RT log V2 എന്ന് പറഞ്ഞാൽ 2x, V1 എന്ന് പറഞ്ഞാൽ x. ഈ ഇക്വേഷനിൽ V2 എന്ന് പറഞ്ഞാൽ 2x, V1 എന്ന് പറഞ്ഞാൽ x. ഡിവൈഡ് ചെയ്തിട്ട് സോൾവ് ചെയ്യട്ടോ. കാൽക്കുലേറ്റർ അടിച്ചാൽ നിങ്ങൾക്ക് ഈ ആൻസർ കിട്ടും. ഞാൻ ആൻസർ ചെയ്യുന്ന മെത്തേഡ് പറഞ്ഞു തന്നു. ആൻസർ കണ്ടുപിടിക്കേണ്ടത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. എക്സാം നിങ്ങൾ ഇപ്പോൾ കുത്തിരുന്ന ആൻസർ ചെക്ക് ചെയ്യണമെങ്കിൽ ആ സ്റ്റെപ്പ് റെഡി ആയാൽ പിന്നെ മറന്നാളുക. ഓക്കെ, അടുത്തയിലേക്ക് പോവുക. നോക്കൂ, ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻ ടു ഇൻറ്റൻസീവ് ആൻഡ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. അത് കണ്ടാൽ തന്നെ നിങ്ങൾ ആ പേപ്പറിൽ എഴുതി വെക്കുക. ഷെയ്ബ് സാർ പറഞ്ഞു തന്നിട്ടുണ്ട്. എക്സ്റ്റെൻസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൻ WVCUHSG. നോക്ക്, ഇന്റേണൽ എനർജി ആരാ? യു, ഇന്റേണൽ എനർജി ആരാത്? എക്സ്റ്റെൻസീവ്. ഡെൻസിറ്റി ഇതിലില്ല, അപ്പം അത് ഇൻറ്റൻസീവ്. ഹീറ്റ് കപ്പാസിറ്റി സി, അപ്പം അത് എക്സ്റ്റെൻസീവ്. ടെമ്പറേച്ചർ ഇതിലില്ല, സോ ഇറ്റ് ഈസ് ഇൻറ്റൻസീവ്. പരിപാടി കഴിഞ്ഞു. എത്ര സിമ്പിളായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ആൻസർ ഇതെന്ന് പറഞ്ഞു തരുന്നത്. ഓക്കെ, അടുത്തത് കാൽക്കുലേറ്റ് ദ സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ഫോർ ദ കൺവേർഷൻ ഓഫ് ഓക്സിജൻ ടു ഓസോൺ. 3/2 O2 ഗ്യാസിനെ O3 ഗ്യാസ് ആക്കി മാറ്റിയാലുള്ള
ഡെൽറ്റ ജി സീറോ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഇഫ് ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫോർ ദ കൺവേർഷൻ ഈസ് 2 പോയിന്റ്. നിങ്ങൾ നോക്കിക്കേ, എന്തൊക്കെയോ തന്നിട്ട് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. കാണാൻ ചോദിച്ചത് ഡെൽറ്റ ജി സീറോ. ലൈവ് കാണുന്നവർക്കറിയാം ഡെൽറ്റ ജി സീറോ ഈക്വൽ ടു -2.303 -2.303 RT log KC. ഇതാ കേസിന്റെ വാല്യൂ കൊടുക്കുക. കേസ് ഇവിടെ തന്നിട്ടുണ്ട്. കേസ് ഇതാ അവിടെ തന്നിട്ടുണ്ട് വാല്യൂ. ഇഫ് ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. ഇനി ടി ടെമ്പറേച്ചർ തന്നിട്ടുണ്ടോ? ടെമ്പറേച്ചർ 298 കെൽവിൻ. എന്താ അവിടെ ഉണ്ട് 298 കെൽവിൻ തന്നിട്ടുണ്ട്. 6 തന്നിട്ടുണ്ട്. ഡെൽറ്റ ജി നേരിട്ട് അങ്ങ് കൊടുത്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ഇക്വേഷൻ ഒന്നും മൈൻഡ് ചെയ്യണ്ട, അവിടെ ആരും ചോദിച്ചിട്ടില്ല. കണ്ടോ ഒക്കെ സെറ്റ്. അതാ -2.303 പിന്നെ 6 ഉണ്ട്, ടി ഉണ്ട്, ലോഗിന്റെ ആ വാല്യൂ ഇട്ട് കൊടുക്കുക. പരിപാടി കഴിഞ്ഞു, സെറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇതുപോലൊരു ചോദ്യം ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ചോദിക്കും എന്നുള്ളത്. ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഇതുപോലെ ചോദിക്കുമെന്നുള്ളത്? റെഡിയല്ലേ? ഇവിടെ പോകുന്നുണ്ടല്ലോ അല്ലേ? എടാ ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ. ഇതാ പെട്ടെന്ന് തീരുട്ടോ, ലൈവ് പെട്ടെന്ന് തീരും. ഡോണ്ട് വറി. Expansion of a gas in a vacuum is called free expansion. Which one of the following represent free expansion of an ideal gas under adiabatic condition? നോക്കിക്കേ, ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ W0 ആണ്. ഇനി അഡിയബാറ്റിക് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ Q0 ആണ്. അത് രണ്ടും 0 ഉള്ളിൽ കിടക്കുന്നുണ്ട്. Q0 ആണ്, W0 ആണ്. ഇനി എന്തുണ്ടോ? ഇത് രണ്ടും. അപ്പോൾ ഇതുമല്ല ഇത് രണ്ടുമാണ്. ഇനി ഇതിൽ ഒന്നിൽ ഡെൽറ്റ ടി നോട്ട് ഈക്വൽ ടു 0 കൊടുത്തിട്ടുണ്ട്, ഒന്നിൽ ഡെൽറ്റ ടി ഈക്വൽ ടു 0 കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കും? നോക്കിക്കോളൂ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു Q പ്ലസ് W ആണ്. Q 0 ആണ്, W 0 ആണ്. അപ്പോൾ ഡെൽറ്റ യു എന്താവും? ഡെൽറ്റ യു 0 ആവും. ഡെൽറ്റ യു 0 ആയാൽ ആരും 0 ആവും, ഡെൽറ്റ ടിയും 0 ആവും. ആ കണ്ടീഷൻ ഇടല്ലേ? ഇതാണ് സാധനം. Q 0 ആണ്, ഡെൽറ്റ ടി 0 ആണ്, W 0 ആണ്. അവിടെ തന്നെ നിങ്ങൾക്ക് പറയാം ഡെൽറ്റ യു 0 ആണെന്നും പറയാട്ടോ. ഡെൽറ്റ യു 0 ആണെന്നും പറയാം. ആൻസർ എത്ര സിമ്പിൾ ആയിട്ടാണ് തെർമോഡൈനാമിക്സ് നിങ്ങൾ പഠിക്കുന്നത്. ഓക്കെ, ആൻസർ കൊടുത്തു. എൻതാൽപ്പി ചേഞ്ച് ഇൻ എ പ്രോസസ് ഈസ് സെയിം വെദർ ദ പ്രോസസ് ഈസ് ക്യാരിഡ് ഔട്ട് ഇൻ സിംഗിൾ സ്റ്റെപ്പ് ഓർ ഇൻ സെവറൽ സ്റ്റെപ്പ്. ഇത് എപ്പോഴെങ്കിലും ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? യെസ്, ഹെസസ് ലോ. കാൽക്കുലേറ്റ് ദ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. ഏറ്റവും ലാസ്റ്റ് ഒരു SS ലോ ചെയ്യുന്ന പ്രോബ്ലം നോക്കൂ. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് CH4 ഫ്രം ദ ഫോളോയിങ്. അപ്പോൾ നിങ്ങളുടെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ആണ് എക്സാമിന് ചോദിച്ചതെങ്കിൽ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഫോം ചെയ്യുന്ന എൻതാൽപ്പി CH4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയോ? CH4 ഉണ്ടാകുന്നത് എങ്ങനെയാ? ഒരു കാർബണും പിന്നെ ഹൈഡ്രജനും കൂടി ചേർന്നിട്ടാണ് CH4 ഉണ്ടാവുക. അപ്പോൾ ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 4. സോ ഇവിടെ 2 കൊടുക്കുക. ഇതാണ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. ഇതിൻ്റെ എൻതാൽപ്പി എത്രയാണെന്നാണ് നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് കുറച്ച് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. C+O2 അങ്ങനെ ഇതിൻ്റെ ആവശ്യമില്ല. C+O2 gives CO2, H2 plus half O2 gives H2O, CH4 plus 2O2 gives CO2 തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കേണ്ടി എന്താണെന്ന് അറിയോ? ഈ ആരോ മാർക്കിൻ്റെ ലെഫ്റ്റ് സൈഡിൽ C ഉണ്ട്, 2H2 ഉണ്ട്, റൈറ്റ് സൈഡിൽ CH4 ഉണ്ട്. അതുപോലെ ഇതാക്കണം. ഈ ഇക്വേഷനിൽ C ലെഫ്റ്റ് സൈഡിലുള്ളത്. അപ്പോൾ ഇത് നിങ്ങളൊന്നും ചെയ്യണ്ട. ഇനി ഈ ഇക്വേഷനിൽ H2 ലെഫ്റ്റ് സൈഡ് തന്നെ ഉണ്ട്, പക്ഷെ നമുക്ക് H2 അല്ല വേണ്ടത്. എന്താ? 2H2 ആണ് വേണ്ടത്. സോ ഈ ഇക്വേഷനെ കംപ്ലീറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ ഡെൽറ്റ എച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി ഈ CH4 ലെഫ്റ്റിലുള്ള നമുക്ക് CH4 ഫോം ചെയ്യുന്ന അപ്പുറത്ത് പ്രോഡക്റ്റിൻ്റെ ഭാഗത്താണ് വേണ്ടിയത്. സോ ഈ ഇക്വേഷനെ നേരെ നിങ്ങൾ തിരിച്ചിടണം. അപ്പോൾ ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആവും. അങ്ങനെ ഇപ്പോൾ നിങ്ങളെ 3 ഇക്വേഷൻ ഉണ്ട്. ഒന്നാമത്തെ സെയിം ഇക്വേഷൻ ഉണ്ട്. രണ്ടാമത്തെ ഇക്വേഷൻ നിങ്ങൾ കംപ്ലീറ്റ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ ഇക്വേഷനെ നേരെ തിരിച്ചിട്ടിട്ടുണ്ട്. ഈ 3 ഇക്വേഷനും കൂടി നിങ്ങൾ ആഡ് ചെയ്യുകയോ സബ്സ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യുക. ഏറ്റവും നല്ലത് ആഡ് ചെയ്യുന്നതാണ്. 3ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ കട്ടായി അവസാനം നിങ്ങൾക്ക് C+2H2 gives CH4 ഇങ്ങനെ ആയിരിക്കും ആ ഇക്വേഷൻ ഉണ്ടാവുക. എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ സമയത്ത് ചെയ്ത ആ ഡെൽറ്റ എച്ച് എന്ത് ചെയ്യുക? കംപ്ലീറ്റ് 3ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ ആയിരിക്കും ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇവിടെ ഉണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനത് ചെയ്യാൻ നിൽക്കുന്നില്ല. ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഐഡിയ പറഞ്ഞു തന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സ്ലൈഡിൽ നോക്കിയിട്ട് ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ? യെസ്. കാര്യം അയിമലൊക്കെ ഇരുന്ന് കുറേ സമയം വേസ്റ്റ് ചെയ്താൽ നമ്മൾ ഇക്വിലിബ്രിയം വെള്ളത്തിലാവും. ശരിയല്ലേ? കുറേ പോയിന്റ്സ് പഠിക്കണമെന്ന്. റെഡിയല്ലേ?
യെസ് ഒരു മണിക്കൂർ ആവുന്നല്ലേ ഉള്ളൂ. നോക്കിക്കോളി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്രോസസ് ടേക്കിംഗ് പ്ലേസ് വിത്ത് ഇൻക്രീസ് ഇൻ എൻട്രോപ്പി? 4 പ്രോസസ്സ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് എൻട്രോപ്പി കൂടുന്നത്? ഷുഐബ് സാറ് പറഞ്ഞു തന്നിരുന്നു നേരത്തെ. എൻട്രോപ്പിനെ കുറിച്ച് എന്തായിരുന്നു? ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് പോവുകയാണെങ്കിൽ എൻട്രോപ്പി കൂടുന്നു എന്നാണ് അർത്ഥം. തിരിച്ചാണെങ്കിൽ എൻട്രോപ്പി കുറയുന്നു. ചോദിച്ചത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്രോസസ് ടേക്കിംഗ് പ്ലേസ് വിത്ത് ഇൻക്രീസ് ഇൻ എൻട്രോപ്പി. താഴത്തെ ഇത് എ എന്നുള്ളൊരു ഡയലോഗ് നിങ്ങൾ ശ്രദ്ധിക്കണം. 4 എണ്ണത്തിൽ ഏതോ ഒന്ന് മാത്രമേ ശരിയുള്ളൂ എന്നാണ് ആ ഒരു ഗ്രാമർ. ഓക്കെ, ഏതോ ഒരു പ്രോസസ്സിൽ എൻട്രോപ്പി കൂടുകയാണ്. അപ്പോൾ അതിനർത്ഥം എന്താ? ബാക്കി 3 കുറയാന്നാണ് അർത്ഥം. നമുക്ക് ആലോചിച്ച് നോക്കാം. ഫസ്റ്റ് ഫ്രീസിങ് ഓഫ് വാട്ടർ. ആലോചിച്ച് നോക്ക്. വെള്ളം തണുക്കുന്നു. അപ്പോൾ വെള്ളം സോളിഡ് സ്റ്റേറ്റിലേക്ക് വരുന്നു. ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് പോവുകയാണെങ്കിൽ എൻട്രോപ്പി കൂടുക. അപ്പോൾ സോളിഡ് സ്റ്റേറ്റിലേക്ക് വരികയാണെങ്കിലോ എൻട്രോപ്പി കുറയാം. ഇവിടെ എൻട്രോപ്പി കുറയാണ് ചെയ്യുന്നത്. അടുത്തത് കണ്ടൻസേഷൻ ഓഫ് സ്റ്റീം. നീരാവി കണ്ടൻസ് ചെയ്യുന്നു. നീരാവി പ്രഷർ ഉപയോഗിച്ചിട്ട് വെള്ളമായിട്ട് മാറുന്നു. എന്താ? ഓക്കെ, നേരെ തിരിച്ച് എൻട്രോപ്പി കുറയുന്നു. അടുത്തത് കൂളിംഗ് ഓഫ് എ ലിക്വിഡ്. വെള്ളം കൂളാക്കുക. ഇത് 3 ഒരു സാധനം ശരിക്കും പറഞ്ഞാൽ. വെള്ളം കൂളാക്കുക. കൂളാക്കിയ എന്താ സംഭവിക്കുക? കൂളല്ല, ഇത് കൂളിംഗ് ഓഫ് ലിക്വിഡ്. യെസ്, ലിക്വിഡിനെ കൂളാക്കുക, തണുക്കുക. അപ്പം എന്താ? സോളിഡ് സ്റ്റേറ്റ് ഐസായിട്ട് മാറും. സോ എൻട്രോപ്പി കുറയുന്നു. ഇനി 4ാമത്തെ നോക്ക്. ഡിസൊല്യൂഷൻ ഓഫ് എ സൊല്യൂട്ട്. ഒരു സൊല്യൂട്ടിനെ എന്താക്കി മാറ്റുക? വെള്ളത്തിൽ ലയിപ്പിക്കുക. അതിൻ്റെ അർത്ഥം എന്താ? സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു സോളിഡ് സ്റ്റേറ്റ് ആണ്. ആ സൊല്യൂട്ടിനെ എന്താക്കി മാറ്റുക? ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറ്റുക. അപ്പോൾ എന്താ? എൻട്രോപ്പി കൂടി. സോ എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യുന്ന ആൻസർ എന്ന് പറയുന്നത് 4ാമത്തേതാണ്. സ്റ്റേറ്റ് ആൻഡ് ഇല്ലുസ്ട്രേറ്റ് ഹെസസ് ലോ. എന്താ സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞത്? ഹീറ്റ് ചേഞ്ച് ഇൻ എ പ്രോസസ് ഇസ് ദ സെയിം വെദർ ദ പ്രോസസ് ഈസ് ക്യാരിഡ് ഔട്ട്. ഇനി ഇല്ലുസ്ട്രേറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതാ ഇങ്ങനെ ഒരു സാധനം പഠിക്കുകയൊന്നും വേണ്ട. സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു പ്രോസസ്സ് എയിൽ നിന്ന് തുടങ്ങി ബിയിലെത്താണ്. നേരെ ബിയിലേക്ക് പോവാണ്. എന്നാൽ അതേ പ്രോസസ്സ് എന്ത് ചെയ്യുന്നുണ്ട്? നേരെ സിയിലേക്ക് പോയി, അവിടുന്ന് ഡിയിലേക്ക് പോയി, പിന്നെ ഡിന്ന് ബിയിലേക്ക് എത്തി. ഓക്കെ, ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നേരെ എന്ന് ബിയിലേക്ക് പോയതാണ് അല്ലേ? എന്ന് നേരെ ബിയിലേക്ക് പോയാൽ ആ സമയത്തുള്ള ഡെൽറ്റ എച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഡെൽറ്റ എച്ച് എന്തിന് ഈക്വൽ ആയിരിക്കും? ഈ ഡെൽറ്റ എന്ന് സിയിലേക്ക് പോയ ഡെൽറ്റ H1 പ്ലസ് സിന്ന് ഡിയിലേക്ക് പോയ ഡെൽറ്റ H2 പ്ലസ് ഡിന്ന് ബിയിലേക്ക് പോയ ഡെൽറ്റ H3. ഇതല്ലേ ഹെസസ് ലോ പറഞ്ഞത്? നിങ്ങൾ heat changes in a process is the same whether the process is carried out in one step or in several step. കത്തിയല്ലോ? ഞാൻ പറയുന്നത് കറക്റ്റ് മനസ്സിലായിട്ടുണ്ടല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അത് അത്രയും ഇതിൻ്റെ ആവശ്യമില്ല. ഇല്ലുസ്ട്രേറ്റ് വല്ലാണ്ട് വാരി വലിച്ച് എഴുതടോ എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ 1 മാർക്കാണ് എസ് ലോ എഴുതി കൊടുത്താൽ മതി. 2-3 മാർക്കാണ് ആ സാധനം എഴുതി കൊടുക്കുക. വലിയ പണിയൊന്നുമില്ല. നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ ആ പിക്ചർ ഒന്നും വരയ്ക്കണ ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. ഓക്കെ, ഡിഫറൻഷിയേറ്റ് സ്റ്റേറ്റ് ഫംഗ്ഷൻ ഫ്രം പാത്ത് ഫംഗ്ഷൻ ആൻഡ് ഗീവ് 1 എക്സാമ്പിൾ ഫോർ ഈച്ച്. പറയേണ്ട ആവശ്യമില്ലല്ലോ. Q ആൻഡ് W ഇത് രണ്ടും ആണെങ്കിൽ പാത്ത് ഫംഗ്ഷൻ, അതല്ലാത്ത ഏത് തന്നാലും സ്റ്റേറ്റ് ഫംഗ്ഷൻ. പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് പാത്ത് ഫംഗ്ഷൻ. അതതിൻ്റെ ആൻസർ കീ ആണ് കേട്ടോ. നോക്കിക്കേ, ഇതൊരു അടിപൊളി ക്വസ്റ്റ്യനാ. ഒരു അടിപൊളി ക്വസ്റ്റ്യനാ, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ക്യാൻ ബി സ്റ്റേറ്റഡ് ആസ് ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല, ഞങ്ങൾ പഠിച്ചതാണ്. ഞങ്ങൾ പ്രശ്നക്കാർക്ക് ഒക്കെ അറിയാം. ഹൗ ക്യാൻ ദിസ് ഇക്വേഷൻ ബി എക്സ്പ്രസ്ഡ് ഫോർ? ഈ ഇക്വേഷൻ എങ്ങനെ മാറ്റി എഴുതാം? മനസ്സിലായില്ല? മാറ്റി എഴുതുന്നത് എങ്ങനെയാ? ആൻ ഐസോതെർമൽ റിവേഴ്സിബിൾ ചേഞ്ച്. ഒരു ഐസോതെർമൽ റിവേഴ്സിബിൾ ആണെങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെ മാറ്റി എഴുതാം? ഞാൻ നേരത്തെ MS പറഞ്ഞു തന്നിട്ടുണ്ട്. ഐസോതെർമൽ എന്ന് കേട്ടാൽ ആലോചിച്ച് വെക്കുക, ഡെൽറ്റ ടി 0 ആണ്, ഡെൽറ്റ യു 0 ആണ്. ഇതാണ് ഐസോതെർമൽ. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെ എഴുതും? ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യൂല് ഡെൽറ്റ യു 0 ആയി. സോ 0 ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ഇനി ഡബ്ല്യു ഇങ്ങോട്ട് വന്നാൽ Q ഇസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു. ഇങ്ങനായി മാറി. പെട്ടെന്ന് വരയ്ക്കേണ്ട ആവശ്യമില്ല. അടുത്തത്, എ പ്രോസസ് ക്യാരിഡ് ഔട്ട് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഈ ഇക്വേഷൻ കോൺസ്റ്റന്റ് വോള്യത്തിലാണ് നടക്കുന്നതെങ്കിൽ എന്തായിരിക്കും ഇക്വേഷൻ? കോൺസ്റ്റന്റ് വോള്യം എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു ഐസോകോറിക് പ്രോസസ്. ഐസോകോറിക് പ്രോസസ്സിൽ ഡെൽറ്റ വി 0 ആണ്. ഡെൽറ്റ വി 0 ആയാൽ ഡെൽറ്റ ഡബ്ല്യു എന്താവും? ഡബ്ല്യു എന്താവും? 0 ആവും. ഡെൽറ്റ എഴുതേണ്ട ആവശ്യമില്ല, എന്നാലും വേണ്ടില്ല. ഡബ്ല്യു എന്താവും? 0 ആവും. അപ്പോൾ ഡെൽറ്റ യു എന്താവും? ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ഇത് 0 ആയാൽ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു
ക്യൂ. ഇതാണ് രണ്ടാമത്തെ ഇക്വേഷനെ എക്സ്പ്രസ് ചെയ്തെടുക്കുന്നത്. ഒന്നാമത്തത് എന്താ? ക്യൂ ഇസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു എന്ന് എഴുതാം. രണ്ടാമത്തത് ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ എന്ന് എഴുതാം. ക്യൂ ഇസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു, രണ്ടാമത്തത് ഡെൽറ്റ ഇസ് ഈക്വൽ ടു ക്യൂ വി. വി എന്ന് വേണേൽ കൊടുത്തോ, കോൺസ്റ്റന്റ് വോളിയം. ഇന്നലെ പറഞ്ഞിരുന്നു, നിങ്ങൾ കൂവിയപ്പോ, നീ കൂവിയപ്പോ അച്ഛൻ കുപ്പിയിലാക്കി, നീ കൂവിയപ്പോ ഡെൽറ്റ വ്യൂ ഇസ് ഈക്വൽ ടു ക്യൂ വി. ഓക്കെ അല്ലേ? പ്രോസസ് ഓക്കെ, എഴുതി, ഏകദേശം കഴിയാനായിട്ടുണ്ട്. യെസ്, ഇതോടുകൂടി തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ കഴിഞ്ഞിരിക്കുന്നു. റെഡിയല്ലേ? തെർമോഡൈനാമിക്സ് മനസ്സിലായ കുട്ടികൾ എന്ത് ചെയ്യുക? ഇപ്പൊ തന്നെ നല്ലൊരു തമ്പ് ഇംപ്രഷനോ ഫയർ എമോജിയോ എന്താണോ നിങ്ങൾക്ക് തോന്നുന്നത് അത് ഇട്ടോളി. പക്ഷെ എന്തെങ്കിലും ഒന്ന് ഇടണം. തെർമോഡൈനാമിക്സ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തു തന്നു. ഇതല്ലാത്തൊരു ചോദ്യം ഇന്നത്തെ എക്സാം ഹാളിൽ നിങ്ങൾ കാണൂല. ഓക്കെ, കൃത്യം 1 മണിക്കൂർ കൊണ്ട് തെർമോഡൈനാമിക്സ് കഴിഞ്ഞു. ഇനി വെറും കേവലം ഒരു മാക്സിമം പോയ ഒരു അരമണിക്കൂറിനുള്ളിൽ നമ്മൾ ഇക്വിലിബ്രിയം കൂടി തീർക്കാൻ വേണ്ടി പോവാണ്. റെഡിയാണോ ചെറുപ്പക്കാരാ? റെഡിയാണോ? ഒന്ന് പറയ്, ഞാൻ വെള്ളം കുടിക്കട്ടെ. വിളിച്ചോ? സീനാണോ? എന്താണ് ഇപ്പാണോ ഉമ്മാണോ? യെസ്, ഓക്കെ, ഞാനിതാ ഇക്വിലിബ്രിയത്തിലേക്ക് പോവുകയാണ്. റെഡിയല്ലേ? യെസ്, 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 യെസ്. ഓക്കെ, അപ്പോൾ നമ്മളിതാ ഒരു തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ കഴിഞ്ഞു. ഇനി നമ്മളിതാ ഇക്വിലിബ്രിയത്തിലേക്ക് കയറുകയാണ്. ഇക്വിലിബ്രിയത്തിൽ വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ശ്രദ്ധിക്കണേ. ഫസ്റ്റ്ലി അറീനിയസ്, ബ്രോൺസ്റ്റഡ്, ലൂയിസ്. നിങ്ങൾക്ക് 3 തരം ആസിഡ്സുകൾ അതുപോലെ തന്നെ ബേസുകൾ. അറീനിയസ് ആസിഡ് ഉണ്ട്, അതുപോലെ തന്നെ ബ്രോൺസ്റ്റഡ് ലൂറി പേര് കണ്ട് മാറിപ്പോരുത് കേട്ടോ. ബ്രോൺസ്റ്റഡ് ലൂറിസ് ആസിഡ് ഉണ്ട്, ലൂയിസ് ആസിഡ് ഉണ്ട്. ലൂറിസ് ആണോ ലൂവിസ് ആണോ തരുന്നത് ശ്രദ്ധിക്കണം കേട്ടോ. ലൂവിസ് ആണ് പൊതുവേ തരാറുള്ളത്, ബ്രോൺസ്റ്റഡ് അങ്ങനെ എക്സാമിന് ചോദിക്കാറില്ല. ഇനി ചോദിച്ചാൽ പോലും നിങ്ങൾ ഇത് ആലോചിച്ച് വെക്കുക, സാർ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നത്. പേടിക്കണ്ട. കോൺസെൻട്രേഷൻ H+, ഹോയ് ഹോയ് ഹോയ്. പ്രോട്ടോൺ ഡോണർ H+, ഹോയ് ഹോയ് ഹോയ്. ഇലക്ട്രോൺ ബെയർ അക്സെപ്റ്റർ, ഹോയ് ഹോയ് ഹോയ്. അറീനിയസ്, ബ്രോൺസ്റ്റഡ്, ലൂയിസ്, ഹോയ് ഹോയ് ഹോയ്. ഇത് ഞാൻ കഴിഞ്ഞ കൊല്ലം ഉണ്ടാക്കിയ പാട്ടാ. കഴിഞ്ഞ കൊല്ലം ഇൻസ്റ്റാഗ്രാമിൽ ഒരു ട്രെൻഡിങ് പാട്ടില്ലേ, കത്തിക്കില്ലറിയത്തെറ ഹോയ് ഹോയ് ഹോയ്, കൊസുമറിയത്തെറ ഹോയ് ഹോയ് ഹോയ്. നമ്മൾ ആ പാട്ട് എടുക്കും, നമ്മളെല്ലാവരും ഹോയ് ഹോയ് ഹോയ്. ആ സെയിം സാധനം എന്താ പറയാ, അറീനിയസ്, ബ്രോൺസ്റ്റഡ്, ലൂയിസ്, ഹോയ് ഹോയ് ഹോയ്. ദാ കോൺസെൻട്രേഷൻ H+, ഞാൻ പാടുപോയി പാടാം. ഫസ്റ്റ് കോൺസെൻട്രേഷൻ H+, പിന്നെ ഇത് പാടുക, പിന്നെ ഇത് പാടുക, പിന്നെ 3 പേരും കൂടി പാടുക. നോക്കിക്കോ. കോൺസെൻട്രേഷൻ H+, ഹോയ് ഹോയ് ഹോയ്. പ്രോട്ടോൺ ഡോണർ H+, ഹോയ് ഹോയ് ഹോയ്. ഇലക്ട്രോൺ ബെയർ അക്സെപ്റ്റർ, ഹോയ് ഹോയ് ഹോയ്. അറീനിയസ്, ബ്രോൺസ്റ്റഡ്, ലൂയിസ്, ഹോയ് ഹോയ് ഹോയ്. നോക്കിക്കോ. കോൺസെൻട്രേഷൻ H+, ഹോയ് ഹോയ് ഹോയ്. പ്രോട്ടോൺ ഡോണർ H+, ഹോയ് ഹോയ് ഹോയ്. ഇലക്ട്രോൺ ബെയർ അക്സെപ്റ്റർ, ഹോയ് ഹോയ് ഹോയ്. അറീനിയസ്, ബ്രോൺസ്റ്റഡ്, ലൂയിസ്, ഹോയ് ഹോയ് ഹോയ്. എന്തായി പാടിയത്? ഇതെല്ലാം ആസിഡുകളാണ് മക്കളെ. ആസിഡ് ആസിഡ് ആസിഡ്. അപ്പൊ ആസിഡ് നമ്മൾ പഠിച്ച്, അതായത് അറീനിയസിന്റെ ആസിഡ് എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ H+ കൂട്ടുന്ന ആള്. കോൺസെൻട്രേഷൻ H+ന്റെ കോൺസെൻട്രേഷൻ കൂട്ടുന്ന ആളെ അറീനിയസ് ആസിഡ് എന്ന് പറയുന്നു. അപ്പൊ അറീനിയസ് ബേസ് ആരാ? Arrhenius base are the substances which can increase the concentration of OH-. H+ കൂട്ടുന്നത് ആസിഡ് ആണെങ്കിൽ OH- കൂട്ടുന്നത് ആരാ? ബേസ്. ഇനി ബ്രോൺസ്റ്റഡ് ലൂറി പറയുന്നത് എന്താ? ബ്രോൺസ്റ്റഡ് ലൂറി പറയുന്നത് പ്രോട്ടോൺ ഡോണർ. റെഡിയല്ലേ? ഹോയ് ഹോയ് ഹോയ്. സെറ്റ്.
പ്രോട്ടോൺ ഡോണർ എച്ച് പ്ലസ്. ഹോയ് ഹോയ് ഹോയ്. പ്രോട്ടോൺ ഡോണർ ആരാ? എച്ച് പ്ലസിനെ വിട്ടുകൊടുക്കുന്ന ആള് ആസിഡ്, എച്ച് പ്ലസിനെ സ്വീകരിക്കുന്ന ആള്, എച്ച് പ്ലസിനെ വിട്ടുകൊടുക്കുന്ന ആള് ആസിഡ് HCl, എച്ച് പ്ലസിനെ വിട്ടുകൊടുക്കും. H2SO4 2 H പ്ലസ് വിട്ടുകൊടുക്കും. ഇനി ബേസ് ആരാ? പ്രോട്ടോൺ ഡോണർ അക്സെപ്റ്റർ ആയിരിക്കും. എച്ചിനെ സ്വീകരിക്കുന്ന ആളായിരിക്കും ആര്? എച്ചിനെ സ്വീകരിക്കുന്ന ആളായിരിക്കും ആര്? അല്ലെ OH മൈനസിനെ സ്വീകരിക്കുന്ന ആളെന്ന് പറയാം. അല്ലെ പ്രോട്ടോൺ ഡോണർ, സോറി പ്രോട്ടോൺ അക്സെപ്റ്റർ ആണ് ആര്? ബേസ്. മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അടുത്തത് ലൂയിസ് ആസിഡ്. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആട്ടോ. ലൂയിസ് ആസിഡ് എന്താ? ഇലക്ട്രോൺ പെയർ അക്സെപ്റ്റർ. ഹോയ് ഹോയ് ഹോയ്. എന്താ ലൂയിസിന്റെ ആസിഡ്? ഇലക്ട്രോൺ പെയറിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. ആരാ ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യുക? ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർ, ഇലക്ട്രോൺ കുറവുള്ള ആൾക്കാരാണ് ആര്? ലൂയിസ് ആസിഡ് എന്ന് പറയാം. ഓക്കെ ആണല്ലോ? സോ ഇതേത് ചോദിച്ചാലും മാറിപ്പോലല്ലോ? ഇല്ല. ഓക്കെ, ഇനി അടുത്തത് ഇതാ നമ്മുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്ന KCയെ കൊണ്ട് എന്തൊക്കെ ഉപകാരങ്ങളുണ്ട്, അല്ലെങ്കിൽ KPയെ കൊണ്ട്, K എന്ന് പറയുന്ന ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ കൊണ്ട് 3 ഉപകാരമുണ്ട്. അപ്ലിക്കേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഒന്ന്, ടു പ്രഡിക്റ്റ് ദ എക്സ്റ്റെൻറ്റ് ഓഫ് എ റിയാക്ഷൻ. ഒരു റിയാക്ഷന്റെ എക്സ്റ്റെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാം? പ്രഡിക്റ്റ് ചെയ്യാം. എങ്ങനെയാ പ്രഡിക്റ്റ് ചെയ്യുക എക്സ്റ്റെൻറ്റ്? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് 10 ക്യൂബിനേക്കാൾ കൂടുതലാണെങ്കിൽ, K ഗ്രേറ്റർ ദാൻ 10 ക്യൂബ്, K 1000-നേക്കാൾ കൂടുതലാണെങ്കിൽ നമുക്ക് പറയാം നിയർലി ടു കംപ്ലീഷൻ. അതായത് ആ ഒരു റിയാക്ഷൻ K വാല്യൂ അത്രയും കൂടിക്കെന്ന് പറഞ്ഞാൽ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താ? KC എന്ന് പറഞ്ഞാൽ എന്താ? കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് അല്ലേ? ഈ KC എപ്പോഴാണ് കൂടുക? ഈ R-ൻ്റെ റിയാക്റ്റൻ്റ് അത്രയും കുറയുമ്പോൾ. അപ്പോൾ അത്രയും റിയാക്റ്റൻ്റ് പ്രോഡക്റ്റായി മാറുമ്പോഴാണ് KCൻ്റെ അളവ് കൂടുക. ഞാൻ എടുത്ത ഫുൾ അരിയും വെള്ളത്തിലിട്ട് ഞാൻ അരിയെടുത്തിനായിട്ട് ഞാൻ അരിച്ചോറ് എന്നൊക്കെ റബ്ബേ വരുന്നത് രാവിലെ ആയിട്ടായിരിക്കും. അരിയെടുത്ത് വെള്ളത്തിലിട്ട് ഞാൻ ചോറുണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ പറയും, എൻ്റെ കയ്യിൽ ഇനി അരി ഉണ്ടോ? ഇല്ല, റിയാക്റ്റൻ്റ് കംപ്ലീറ്റ് പ്രോഡക്റ്റായി മാറി. അപ്പം എനിക്ക് പറയാം എന്ത്? ഏകദേശം എന്തായിട്ടുണ്ട്? എൻ്റെ കയ്യിലുള്ള അളവ് തീർന്നിട്ടുണ്ട്, റിയാക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ K വാല്യൂ 10 ക്യൂബിനേക്കാൾ കൂടിയാൽ റിയാക്ഷൻ ഈസ് പ്രോസസ് ഈസ് നിയർലി ടു ബി കംപ്ലീറ്റ് പൂർണ്ണമാവാൻ വേണ്ടി പോകുന്നു എന്ന് പറയാം. ഏകദേശം തീർന്നു, പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇക്വേഷനിൽ റിവേഴ്സിബിൾ റിയാക്ഷൻ ഏകദേശം ഫോർവേഡ് ആണെങ്കിൽ ഫോർവേഡ്, ബാക്ക്വേഡ് ആണ് ബാക്ക്വേഡ്, അത് തീർന്നിട്ടുണ്ട്. അടുത്തത് K less than 10⁻³ K 1/10⁻³ എന്ന് പറഞ്ഞാൽ 1/1000, അതിനേക്കാൾ ചെറിയ 0.001, അതിനേക്കാൾ ചെറിയ സംഖ്യയാണ് K വാല്യൂ നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നമുക്ക് പറയാം നമ്മളെ കയ്യിലുള്ള റിയാക്റ്റൻ്റ് എന്തായില്ല? പ്രൊഡക്റ്റായിട്ട് മാറിയില്ല. ഞാൻ ചോറെടുത്ത് അരി എടുത്തിട്ട് വെള്ളത്തിലേക്ക് ഇട്ടു, ചൂടാക്കിയാലല്ലേ ഈ പ്രോസസ്സ് നടക്കുള്ളൂ. അരി അവിടെ തന്നെ വെള്ളത്തിൽ കടുക്കുകയാണെങ്കിൽ എനിക്ക് പറയാം ഇത് ഇനി നടക്കാൻ ചാൻസ് ഇല്ല. അതായത് അത് റെയർ കേസാണ്. റിയാക്ഷൻ പ്രൊസീഡ്സ് റെയർലി. റിയാക്ഷൻ ചിലപ്പോഴെങ്കിലേ നടക്കാൻ സാധ്യതയുള്ളൂ. അരി എന്താവില്ല? ചൂടാക്കാണ്ട് എന്താവില്ല? ചോറാവില്ല. ഓക്കെ, അടുത്തത് ഈ 10 ക്യൂബിൻ്റെയും 10⁻³ ഇടയിലാണ് Kൻ്റെ വാല്യൂ എങ്കിൽ എനിക്ക് പറയാം യെസ്, അവിടെ റിയാക്റ്റൻ്റ് പ്രോഡക്റ്റൊക്കെ റിയാക്റ്റൻ്റ് പ്രോഡക്റ്റായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെ പ്രോഡക്റ്റ് റിയാക്റ്റായി മാറിക്കൊണ്ടിരിക്കുന്നത്, എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ട്. മീൻസ് അപ്രീഷിയബിൾ റേഞ്ച് ഓഫ് പ്രഷർ, അപ്രീഷിയബിൾ റേഞ്ച് എന്ന് പറയാം. അപ്രീഷിയബിൾ റേഞ്ച് ഓഫ് മീൻസ് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു റേഞ്ചിലാണ് ഇപ്പോൾ റിയാക്റ്റൻറ്റും പ്രോഡക്റ്റൊക്കെ ഉള്ളത്. ഇതാണ് ടു പ്രഡിക്റ്റ് ദ എക്സ്റ്റെൻറ്റ് ഓഫ് ദ റിയാക്ഷൻ. ഇനി രണ്ടാമത്തെ ഒരു ആപ്ലിക്കേഷൻ, ഇറ്റ് ഈസ് ടു പ്രഡിക്റ്റ് ഡയറക്ഷൻ ഓഫ് ദ റിയാക്ഷൻ. ഇതാണ് എക്സാമിന് കൂടുതൽ ചോദിക്കാറുള്ളത്, ടു പ്രഡിക്റ്റ് ഡയറക്ഷൻ ഓഫ് ദ റിയാക്ഷൻ. അതിന് നമ്മൾ എന്ത് ചെയ്യും? ഒരു എക്സ്ട്രാ സാധനം ഇങ്ങോട്ട് എടുക്കും, QC. QCനെ കുറിച്ചൊന്നും ഇപ്പോൾ പറയാൻ ടൈമില്ല, പക്ഷെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് എന്താണെന്നറിയോ? QC ലെസ് ദാൻ KC, QC ഗ്രേറ്റർ ദാൻ KC. ഫോർവേഡിൽ പോകും, ബാക്ക്വേഡിൽ പോകും, ഈക്വൽ ആകുമ്പോൾ ഇക്വിലിബ്രിയം. Prediction, direction of the reaction. Prediction, direction of the reaction. എന്താ പറഞ്ഞത്? Prediction, direction of the reaction. Prediction, direction of the reaction. റെഡി അല്ലേ? അപ്പൊ എന്തൊക്കെയാ ഇപ്പൊ പറഞ്ഞത്? പറയ്. QC less than KC, QC greater than KC, QC less than KC, QC greater than KC. ഫോർവേഡിൽ പോകും, ബാക്ക്വേഡിൽ പോകും, ഈക്വൽ ആകുമ്പോൾ
ഈക്വിലിബ്രിയം. അത്രേ ഉള്ളൂ. അതായത് QC ലെസ് ദാൻ KC ആണെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ ആണ് നടക്കുക. QC ഗ്രേറ്റർ ദാൻ KC ആണെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കുക. QC ഈക്വൽ ടു KC ആണെങ്കിൽ ഇക്വിലിബ്രിയം ആയിരിക്കും. ഇനി എന്താ QC എന്ന് എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ റിയാക്ഷൻ കോഷ്യന്റ്. QC ആണല്ലോ ഇക്വിലിബ്രിയം. കോൺസ്റ്റന്റ് KC, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് പേര് KC, റിയാക്ഷൻ കോഷ്യന്റ് എന്നാണ് QCക്ക് പറയുക. പരിപാടി കഴിഞ്ഞു. പരീക്ഷ എങ്ങനെ ചെയ്യുക? ഹൗ ടു പ്രഡിക്റ്റ് ദ ഡയറക്ഷൻ ഓഫ് ദ റിയാക്ഷൻ. എങ്ങനെയാണ് ഒരു റിയാക്ഷൻ്റെ ഡയറക്ഷൻ പ്രഡിക്റ്റ് ചെയ്യുക? നിങ്ങൾ ഇതാ ഈ 3 പോയിന്റ് എഴുതി കൊടുത്താൽ മതി. വെൻ QC ലെസ് ദാൻ KC then forward reaction occur. When QC greater than KC then backward reaction occur. When if QC equal to KC reaction will be in equilibrium. Reaction is in equilibrium. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? യെസ്. അടുത്ത ടോപ്പിക്സ് നോക്കിക്കോളൂ. ഞങ്ങൾ കമൻറ്റുകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ, ശ്രദ്ധിക്കണേ. യെസ്. അല്ല ഒന്നുമില്ലേ? തീർന്നോ? യെസ്. ഇനി കോൺജുഗേറ്റ് ആസിഡും കോൺജുഗേറ്റ് ബേസും. നിങ്ങൾക്ക് ഏതൊക്കെ എക്സാമിന് തന്നാലും നിങ്ങളോട് പറയുക ചിലപ്പോൾ കോൺജുഗേറ്റ് ആസിഡ് ഉണ്ടാക്കടാ, കോൺജുഗേറ്റ് ബേസ് എഴുതടാ എന്നൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾ ഒറ്റ കാര്യം മാത്രം പഠിച്ചാൽ മതി. H+ വന്നാൽ കോൺജുഗേറ്റ് ആസിഡടാ, H+ പോയാൽ കോൺജുഗേറ്റ് ബേസടാ. H+ വന്നാൽ കോൺജുഗേറ്റ് ആസിഡടാ, H+ പോയാൽ കോൺജുഗേറ്റ് ബേസടാ. സ്ട്രോങ് ആസിഡ് വീക്ക് ബേസ് ആണടാ, വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ് ആണടാ. ഇങ്ക ബേസ് പോഡ്ര അങ്ക ആസിഡ് പോഡ്ര, അത് തിരിച്ചു വെച്ചാൽ കോൺജുഗേറ്റ് ആണടാ. കാതൽ വെള്ളം വന്നാൽ ആസിഡ് ബേസായി മാറുന്നല്ലോ, കാതൽ വെള്ളം വന്നാൽ അംഫോട്ടറി കോമ്പൗണ്ട് അല്ലോ. H+. എനിക്ക് ഭയങ്കര ഇഷ്ടമായ പാട്ട് കേട്ടോ, ഒരു വിജയിൻ്റെ പാട്ടല്ലേ, ഒരു പാട്ടല്ലപ്പോഴത്തെ വിഷയം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അതാ നോക്ക്, H+ വന്നാൽ കോൺജുഗേറ്റ് ആസിഡ്. നിങ്ങൾക്ക് ഒരു സാധനം തന്നിട്ട് എടാ എഴുതടാ, എടാ മോനെ എഴുതടാ, എടാ കോൺജുഗേറ്റ് ആസിഡ് എഴുതടാ. അപ്പം നിങ്ങൾ ചെയ്താൽ മതി, ഒരു H+ ആഡ് ചെയ്ത് കൊടുക്കുക. H+ വന്നാൽ കോൺജുഗേറ്റ് ആസിഡടാ. അപ്പോൾ സാറേ കോൺജുഗേറ്റ് ബേസോ? നിങ്ങൾക്ക് ഒരു സാധനം തന്നിട്ട് കോൺജുഗേറ്റ് ബേസ് ചെയ്താൽ പറഞ്ഞാൽ ഒരു H+ അങ്ങോട്ട് ഒഴിവാക്കുക. H+ പോയാൽ കോൺജുഗേറ്റ് ബേസടാ. ഇനി പരീക്ഷയ്ക്ക് ചോദിക്കും, ഒരു സ്ട്രോങ് ആസിഡിൻ്റെ കോൺജുഗേറ്റ് ബേസ് ആരാ ഉണ്ടാവുക? ഒരു വീക്ക് ആസിഡിൻ്റെ കോൺജുഗേറ്റ് ബേസ് ആരാ ഉണ്ടാവുക? ബേസ് എന്നല്ല, കോൺജുഗേറ്റ് എടുത്താൽ. ഓക്കെ, കോൺജുഗേറ്റ് നോക്ക്. സ്ട്രോങ് ആസിഡ് വീക്ക് ബേസ് ആണടാ, വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ് ആണടാ. അതായത് സ്ട്രോങ് ആസിഡിൻ്റെ കോൺജുഗേറ്റ് വീക്ക് ബേസും വീക്ക് ആസിഡിൻ്റെ സ്ട്രോങ് ബേസ് കോൺജുഗേറ്റും. സാർ കത്തുന്നില്ല, അങ്ങോട്ട് മനസ്സിൽ കയറുന്നില്ല സാർ, എന്താ ചെയ്യുക? ഒന്നും ചെയ്യണ്ട. നോക്ക്, ഇങ്ക ബേസ് പോഡ്ര അങ്ക ആസിഡ് പോഡ്ര. അപ്പുറത്ത് ബേസ് ചെയ്താൽ ബേസ് ആസിഡ്, അത് തിരിച്ച് വെച്ചാൽ, അതായത് ഇവിടെ സ്ട്രോങ് ആണെങ്കിൽ അവിടെ വീക്ക് ഇടുക, ഇവിടെ വീക്ക് ഇട്ടാൽ അവിടെ സ്ട്രോങ് ഇടുക. ഇങ്ക ബേസ് പോഡ്ര അങ്ക ആസിഡ് പോഡ്ര, ഇത് തിരിച്ചു വെച്ചാൽ കോൺജുഗേറ്റ് ആണടാ. കാതൽ വെള്ളം വന്നാൽ ആസിഡ് ബേസായി മാറുന്നല്ലോ. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, ആസിഡും ബേസും ആയിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരാളെ പേര് പറഞ്ഞു കൊടുക്കണം. H2O കോൺജുഗേറ്റ് ആസിഡാണ്, അല്ല ആസിഡാണ്, ബേസായിട്ട് ആക്ട് ചെയ്യും. അതിനെന്താ സാർ പറയുക? അംഫോട്ടറിക് കോമ്പൗണ്ട്. പരീക്ഷയ്ക്ക് ചോദിക്കും, വാട്ട് ഈസ് ആൻ അംഫോട്ടറിക് കോമ്പൗണ്ട്? ഗിവ് വൺ എക്സാമ്പിൾ. Amphoteric compound means it act both acid and base. ആസിഡ് ആയിട്ടും ബേസ് ആയിട്ടും ആക്ട് ചെയ്യാൻ പറ്റുന്ന കോമ്പൗണ്ടുകളെ പറയുന്ന പേരാണ് അംഫോട്ടറിക് കോമ്പൗണ്ട്. റെഡിയാണല്ലോ? ഒറ്റ പാട്ടിൽ നമ്മൾ കുറേ പാട്ട് പഠിച്ചിട്ടോ. ഇതൊരു പാട്ട്, QC ലെസ് ദാൻ KC, ഇതൊക്കെ ഒരു പാട്ട്. അറീനിയസ് കോൺസെൻട്രേഷൻ ഒക്കെ പഠിച്ചേ. ഓക്കെ, അടുത്തത് ഇതൊരു അടിപൊളി പാട്ടാണ്. pH -log. pH വാല്യൂ കാണാൻ ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്. വാട്ട് ഈസ് pH എന്ന് ചോദിക്കാറുണ്ട്, pHന്റെ ഇക്വേഷൻ ചോദിക്കാറുണ്ട്, pOH കാണാനും പറയാനുണ്ട്. സിമ്പിളായിട്ട് പഠിപ്പിച്ചു തരാം. പാൽനില പുഞ്ചിരി -log H3 O+ or H+ ഫാത്തിമ. ഫാത്തിമകളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും. ഫാത്തിമകളൊക്കെ ഒരു ലവ് ചിഹ്നം ഇട്ട് ഫയർ ഇട്, അങ്ങനെ ഉള്ളിൽ നിന്ന് വരണം. പാൽനില പുഞ്ചിരി പൂമുഖാം സുന്ദരി പൂമകൾ ഹൂറി
പൂമകൾ ഫാത്തിമ. നോക്കിക്കോ വെച്ചിട്ട് പാൽനില പുഞ്ചിരി -log(h3) O+OR H+ ഫാത്തിമ PK = -log(k) PKB = -log(kb) POH = -log(h). ടൂൺ ടു പാൽനില പുഞ്ചിരി -log(h3) O+OR H+ ഫാത്തിമ. പാൽനില പുഞ്ചിരി -log(h3) O+OR H+ ഫാത്തിമ PK = -log(k) PKB = -log(kb) POH -log(h). ഓക്കെ, സെറ്റാണ്. PH എന്ന് പറഞ്ഞാൽ -log(h+) എന്നും പറയാം, -log(H3O+) എന്നും പറയാം. H3O+ എന്ന് പറഞ്ഞാൽ ഹൈഡ്രോണിയം അയോൺ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചോദിക്കും സാർ ഇവിടെ ബേസ് 10 ഇല്ലേ? അത് എഴുതിയാലും എഴുതിയില്ലേലും പ്രശ്നമില്ല. അൽഗോരിതമിക്കിതിൻ്റെ കോമൺ ആണ് എന്ത് 10 എന്ന് പറയുന്നത് കേട്ടോ. ഒരു കൊമേഴ്ഷ്യൽ കോമൺ ആയിട്ടുള്ള പറയുന്നതാണ് 10. അങ്ങനെ എഴുതാറില്ല, എഴുതിയാലും എഴുതിയില്ലേലും കുഴപ്പമില്ല. നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ C+O2 gives CO2. നമ്മൾ പക്ഷെ ഇവിടെ ഒരു കാർബൺ ഒരു O2 എന്ന് എഴുതാറുണ്ടോ? ഇല്ലല്ലോ, അത് എഴുതിയില്ലേലും C തന്നെയല്ലേ വായിക്കുക. അതുപോലെ log10 എന്ന് എഴുതിയാൽ അതിനർത്ഥം തന്നെ. ഓക്കെ, ഇത് തന്നെ വാക്കാൽ പറയാം. PH is a negative logarithm to the base 10 of hydronium ion concentration. അങ്ങനെ തന്നെ ഇതെൻ്റെ ചിലപ്പോൾ എക്സാമിന്. വാട്ട് ഈസ് PH വാല്യൂ എന്ന് ചോദിച്ചാൽ PH = അങ്ങനെ എഴുതി കൊടുത്താൽ മതി. ഇനി ഡിഫൈൻ PH വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ നെഗറ്റീവ് ലോഗരിതം ടു ദ ബേസ് 10 ഓഫ് ഹൈഡ്രോണിയം അയോൺ കോൺസെൻട്രേഷൻ. ബ്ലഡി ഫോൾ. ഇത്രയേ ഉള്ളൂ കേട്ടോ. സെറ്റ്. ഇനി നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് പോകല്ലേ. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് സോല്യൂബിലിറ്റി പ്രൊഡക്റ്റ് കാണാനുള്ള പലരും ചോദിക്കാറുണ്ട് സാർ സോല്യൂബിലിറ്റി പ്രൊഡക്റ്റ് മറന്നു പോകുന്നു. KSB എന്ന് പറയുന്നതാണ് സോല്യൂബിലിറ്റി പ്രോഡക്റ്റ് എങ്കിൽ S എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് സോല്യൂബിലിറ്റി. മാറിപ്പോരുത് കേട്ടോ. S വെറും സോല്യൂബിലിറ്റി, KSB എന്ന് പറഞ്ഞാൽ സോല്യൂബിലിറ്റി പ്രോഡക്റ്റ്. SP സോല്യൂബിലിറ്റി പ്രോഡക്റ്റിൻ്റെ KSB ആണ് ഉണ്ടാവുക. വെറും സോല്യൂബിലിറ്റി ആണെങ്കിൽ S എന്നും പറയും. ഇത് രണ്ടും കൂടി ഉപയോഗിച്ചുള്ള ഒരു ഇക്വേഷൻ മീൻസ് ഇക്വേഷൻസ് ഉണ്ടാക്കാൻ ചോദിച്ചാൽ ഫോർ എക്സാമ്പിൾ AX/BY എന്ന ടൈപ്പ് ആണെങ്കിൽ ഇക്വേഷൻ X⁻X × Y⁻Y × S⁻X+Y. ഞാൻ എല്ലാത്തും കൂടി പറയുന്നില്ല, സിമ്പിളായിട്ട് ഏതെങ്കിലും ഒന്ന് എടുത്ത് പറയാം. ഏതാ പറയാ? ഒരു AB2 ടൈപ്പ് ആയിക്കോട്ടെ. ഒരു AB2 ടൈപ്പ്. ഓക്കെ, AB2 ഫോർ എക്സാമ്പിൾ MgOH ട്വൈസ്. നോക്ക്, Mg 1 ആണ്, OH 2 ആണ് അല്ലേ? ഇങ്ങനെ AB2 ടൈപ്പ് A1B2 ടൈപ്പ് വന്നു കഴിഞ്ഞാൽ KSB ഇങ്ങനെ കൊടുക്കുക. നോക്കിക്കോ, KSB = X⁻X. X ആരാ? എൻ്റെ വാല്യൂ 1 1/1 ഇൻറ്റു Y എത്രയാണ്? 2 ആണ്, 2/2. സോ 2/2 ഇൻറ്റു S⁻X+Y ആണ്. സോ X 1 ആണ്, Y 2 ആണ്, 1+2. ഈ ഇക്വേഷൻ ആണ് പഠിക്കേണ്ടത്. ഇത് വെച്ച് പറയും KSB = 1/1 1 തന്നെ, 2/2 4 ആണ്, എസിൻ്റെ മുകളിൽ ക്യൂബ് 4s³. ഈ ഇക്വേഷൻ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടും കൂടി ഉണ്ടാവില്ല അല്ലേ? പോയോ? പോയോ ഇല്ലല്ലോ, പോലെ ഓക്കെ. ഈ ഇക്വേഷൻ പഠിച്ചാൽ നിങ്ങൾക്ക് ഏതും ചെയ്യട്ടോ. ഇപ്പം ഞാൻ MgOH ട്വൈസ് AB2 ടൈപ്പ് എടുത്തപ്പോൾ KSB = 4s³ എന്ന് കിട്ടി. AB3 എടുക്കുമ്പോൾ ആൾ മാറും, ALOH ത്രൈസ്. ഇനി AB ടൈപ്പ് ഒക്കെ ഏതാണ്ടാൽ അങ്ങനത്തെ LiOH അങ്ങനെ എന്തെങ്കിലുമൊക്കെ തരൂ. LiH ലിഥിയം ഹൈഡ്രേറ്റ് ഒക്കെ തരാൻ വേണമെങ്കിൽ. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുക. X⁻X × Y⁻Y × S⁻X+Y. നിങ്ങൾ അല്ലാതെ കാണാണ്ട് പഠിച്ചാൽ എനിക്ക് വിഷയമുള്ള കാര്യമല്ല. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ തെറ്റാണ്ട് നിന്നാൽ മതി. മനസ്സിലായില്ല? യെസ്. ഓക്കെ, അടുത്തത് കോമൺ അയോൺ എഫക്റ്റ്. എന്താണ് കോമൺ അയോൺ എഫക്റ്റ്? നിരന്തരം ഇന്നത്തെ പരീക്ഷ ഇന്ന് 2023 എന്താ ഈ പരീക്ഷൻ്റെ പേര്? ക്രിസ്മസ് എക്സാമിൻ്റെ പക്ക ഷുവർ ക്വസ്റ്റ്യൻ ഈ രണ്ടെണ്ണം ചോദിക്കും. കോമൺ അയോൺ എഫക്റ്റും ചോദിക്കും, ബഫർ സൊല്യൂഷനും ചോദിക്കും.
What is common ion effect? It is the degree of dissociation of a weak electrolyte is suppressed by the addition of a strong electrolyte containing a common ion. For example, CH3 Kuch and C3 Kuna. Pari CH3 Kuch and C3 Kuna. Inde kuda parada CH3 Kuch and CH3 Kuna. Ready ആണല്ലോ? Ready ആണല്ലോ? ഇയാൾ എന്താ പറയുന്നത് വിചാരിക്കരുത്. CH3 Kuch ആരാ? Acetic acid. CH3 Kuna, sodium acetate. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ NH4OH NH4 ഇക്ള് NH4 OH NH4 ക്ള് NH4 OH NH4 ക്ള് CH3 Kuch C3 Kuna NH4OH NH4 ക്ള് പഠിച്ചില്ലേ? രണ്ടിലും കണ്ടെയ്നിങ് കോമൺ അയോൺ ഉണ്ടല്ലോ. യെസ്. ഇനി എന്താണ് ബഫർ സൊല്യൂഷൻ? സിമ്പിൾ എക്സാമ്പിൾ തന്നെ. ബഫർ സൊല്യൂഷൻ ചോദിച്ചാലും കോമൺ അയോൺ എഫക്റ്റ് ചോദിച്ചാലും ഈ രണ്ട് എക്സാമ്പിൾ എഴുതിയാൽ മതി. അപ്പോൾ സർ അസിഡിക് ബഫർ ഇല്ലേ? ബേസിക് ബഫർ ഇല്ലേ? ഉണ്ട്. അസിഡിക് ബഫർ ചോദിച്ചാൽ ഇത് കൊടുക്കുക, ബേസിക് ബഫർ ചോദിച്ചാൽ ഇത് എക്സാമ്പിൾ പറയുക. അസിഡിക് ബഫറിന്റെ എക്സാമ്പിൾ ചോദിച്ചാൽ ഇത് പറയുക, ബേസിക് ബഫറിന്റെ എക്സാമ്പിൾ ചോദിച്ചാൽ ഇത് പറയുക. ഇനി ബഫർ സൊല്യൂഷൻ എക്സാമ്പിൾ ചോദിച്ചാൽ നിങ്ങൾക്ക് ഇത് തന്നെ എഴുതി കൊടുക്കുക, അല്ലെ ബ്ലഡും എഴുതാം. ബ്ലഡ് ഈസ് എ ബഫർ സൊല്യൂഷൻ. അപ്പോൾ എന്താ ബഫർ സൊല്യൂഷൻ? It is a solution which resists the change in its pH value when a small quantity of acid or base added to it. ഒരു പിന്നെ ബ്ലഡിലേക്ക് നിങ്ങളൊരു ആസിഡിൻ്റെയോ ബേസിൻ്റെയോ ഒരു ക്വാണ്ടിറ്റി കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ അത് കാരണം ഞാനിപ്പോൾ ബ്ലഡാണ്, ഞാൻ ബ്ലഡാണല്ല, ഞാനിപ്പോൾ എൻ്റെ ശരീരത്തിൽ ഫുൾ ബ്ലഡാണ്. പക്ഷേ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? അസിഡിക് കൂടിയ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ബേസിക് കൂടിയ ഭക്ഷണം കഴിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ ശരീരത്തിന് യാതൊരുവിധ പ്രശ്നങ്ങളും സംഭവിക്കുന്നില്ല. കാരണം എന്താണെന്നറിയോ? എൻ്റെ ശരീരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബ്ലഡും നിങ്ങളുടെ ശരീരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബ്ലഡും ഒക്കെ ഒരു ബഫർ സൊല്യൂഷനാണ്. അതെന്താ ചെയ്യുന്നത് അറിയോ? ഞാൻ ആസിഡ് ഇട്ട് കഴിഞ്ഞാൽ ആ ആസിഡിനെ ന്യൂട്രലാക്കിക്കാളും. ഞാൻ ബേസ് തിന്നു കഴിഞ്ഞാൽ ആ ബേസിനെ ന്യൂട്രലാക്കും. ആര്? ബ്ലഡ്. ദാറ്റ് മീൻസ് ബ്ലഡ് ഈസ് എ ബഫർ സൊല്യൂഷൻ. ദാറ്റ് സൊല്യൂഷൻസ് വിച്ച് റെസിസ്റ്റ് ദ ചേഞ്ച് ഇൻ pH വാല്യൂ. pH വാല്യൂയിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യുന്നു. എങ്ങനെ? എപ്പോൾ? വെൻ എ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് ആസിഡ് ഓർ ബേസ് ഈസ് ആഡഡ് ടു ഇറ്റ്. ഇത്രയുള്ളൂ കേട്ടോ. എക്സാമ്പിൾ ചോദിച്ചാൽ ഈ രണ്ടെണ്ണം മാത്രം പഠിച്ചാൽ മതി. റെഡിയാണോ ക്യുത്ത? യെസ്. സോ ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. റെഡിയല്ലേ? യെസ്. ശ്രദ്ധിച്ചോളൂ. Explain the term common ion effect with a suitable example. Simple. It is the degree of dissociation of a weak electrolyte is suppressed by the addition of a strong electrolyte containing a common ion. പഠിച്ചിരിക്കണം എന്താണ് കോമൺ അയോൺ എഫക്റ്റ് എന്നുള്ളത്. എക്സാമ്പിൾ എന്താ ഇത്? യെസ്, സാറ് പറഞ്ഞിട്ടുണ്ട് CH3 Kuch and CH3 Kuna. ഓക്കെ. Allah. The concentration of the hydrogen ion, അതായത് H+ കോൺസെൻട്രേഷൻ ആണ് തന്നിരിക്കുന്നത്. എത്ര തന്നത്? 3 × 10⁻³ മോളാർ. സോ H+ന്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട് 3 × 10⁻³ മോളാർ. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ്സ് ഇസ് pH വാല്യൂ. പാട്ടാലോചിച്ചോക്ക്. പാൽനില പുഞ്ചിരി -log H3 O+ or H+ ഫാത്തിമ. സോ pH is equal to -log H+ന്റെ വാല്യൂ നേരിട്ട് തന്നിട്ടുണ്ട് 3 × 10⁻³ ഇങ്ങനെ തന്നു. ഇനി ഇതെങ്ങനെ ചെയ്യുക? നിങ്ങൾ ജസ്റ്റ് കാൽക്കുലേറ്ററിൽ ഈ വാല്യൂ തൽക്കാലം എന്നിപ്പോൾ ഡിസംബർ എക്സാം ആയതുകൊണ്ട് നിങ്ങൾ കാൽക്കുലേറ്റർ എടുക്കുക, മൈനസ് ഇടുക, ലോഗ് ഇടുക, ബ്രാക്കറ്റ് ഇടുക, 3 × 10⁻³ കൊടുക്കുക, കിട്ടുന്ന വാല്യൂ അവിടെ എഴുതി കൊടുക്കുക. ദാറ്റ് ഈസ് pH വാല്യൂ. അത് 7നേക്കാൾ ചെറുതാണെങ്കിൽ ആസിഡ്, 7നേക്കാൾ വലുതാണെങ്കിൽ ബേസ്, ഇനി ഈക്വൽ ടു 7 ആണെങ്കിൽ ദാറ്റ് ഈസ് ന്യൂട്രൽ ആയിരിക്കും. ഓക്കെ. ഇതെങ്ങനെയാണ് ചെയ്യലെന്നൊക്കെ ഞാൻ പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓഫ്ലൈനിലാണ് പഠിപ്പിച്ച് കൊടുക്കൽ. ഇനി അതല്ല, ഇപ്പോൾ പറയാൻ സമയമല്ല, വെറുതെ സമയം നോക്കുന്നില്ല, നിങ്ങൾ കാൽക്കുലേറ്ററിൽ ഡയറക്റ്റ് അടിച്ചാൽ മതി കേട്ടോ. അതിൻ്റെ അങ്ങോട്ട് സ്റ്റെപ്പ് തെറ്റിയാലും കുഴപ്പമില്ല, ആൻസർ അവിടെ വരെ ശരിയായത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഫോർ എ കെമിക്കൽ റിയാക്ഷൻ ദ റിയാക്ഷൻ കോഷ്യന്റ് QC ആൻഡ് ഇസ് ഗ്രേറ്റർ ദാൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് KC. ആലോചിച്ച് നോക്കി. QC ലെസ് ദാൻ KC, QC ഗ്രേറ്റർ ദാൻ KC. ഫോർവേഡിൽ പോകും, ബാക്ക്വേഡിൽ പോകും. നോക്ക്. QC is greater than equilibrium constant KC. Backward reaction. So predict the effect of the change in
predict the direction of the reaction. ബാക്ക്വേർഡിലേക്ക് പോകുന്നു. ബാക്ക്വേർഡ് റിയാക്ഷൻ ഒക്കർ. പാട്ടും പാടിയിട്ട് ആൻസർ ചെയ്തുന്നത്. ഓക്കെ, അടുത്തത് predict the effect of the change in pressure and temperature in the following reaction. N2 plus 3H2 reversible 2NH3. ഡെൽറ്റ എച്ച് -92 തന്നിട്ടുണ്ട്. നിങ്ങൾ 10ാം ക്ലാസ് പഠിച്ച സാധനമാണ്, എന്നാലും ഞാൻ പറയാം, ശ്രദ്ധിച്ചോളി. N2 plus 3H2 റിവേഴ്സിബിൾ 2NH3 പ്ലസ് ഹീറ്റ്. ഇവിടെ തന്നിട്ടുണ്ട്, കാര്യം ഡെൽറ്റ എച്ച് നെഗറ്റീവാണ്, ഇതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. ആദ്യം ഞാൻ പ്രഷറിൻ്റെ കേസ് പറയാം, എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്ക് മക്കളെ ശ്രദ്ധിക്കണം കേട്ടോ, നിങ്ങൾക്ക് എക്സാമിന് ഒരിക്കലും എന്താക്കൂല, കാണില്ലേ ബോഡി ക്ലിയർ അല്ലേ? യെസ്, നിങ്ങൾക്ക് എക്സാമിന് ഒരിക്കലും ഈ എക്സാമ്പിൾ എന്നെ തരുമെന്ന് വിചാരിക്കരുത്. എപ്പോഴും നിങ്ങൾ ഈ ഇക്വേഷൻ തന്നെ പഠിക്കരുത്. 10ാം ക്ലാസ്സിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഹേബർ പ്രോസസ്സേ തരലുള്ളൂ. പക്ഷേ +1 വേറെ പല ഇക്വേഷൻസും തരാം. പക്ഷേ ഇതിനൊക്കെ ഒരു കോമൺ ആയിട്ട് നിങ്ങൾ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്നുള്ളത് പഠിച്ചു വെക്കണം. ശ്രദ്ധിച്ചോളി. ഇതാ പ്രഷറിൻ്റെ കേസിലാണെങ്കിൽ ഇവിടെ ഒരു മോളിക്യൂൾ ഉണ്ട്, ഇവിടെ 3 മോളിക്യൂൾ ഉണ്ട്. സോ ഇവിടെ 4 മോളിക്യൂൾ. അപ്പുറത്ത് എത്ര മോളിക്യൂൾ ഉണ്ട്? 2 മോളിക്യൂൾ. ഇനി നിങ്ങളുടെ മനസ്സിൽ ചെയ്യേണ്ടതെന്ന് അറിയോ? ഏതൊരു ഇക്വേഷൻ തന്നാലും ഇവിടെ 4 മോളിക്യൂൾ ഉള്ളത്, 4 അങ്ങോട്ട് പോകുമ്പോൾ എത്രയായി? 2ആയി. അതായത് 4 2 ആവുക. മോളിക്യൂൾസ് കൂടുതൽ, നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടിയാൽ അവിടെ പ്രഷർ കൂടും. നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടിയാൽ അവിടെ പ്രഷർ കൂടും. അപ്പം 4 2 ആവുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? മോളിക്യൂൾസ് 4 ഉള്ളത് 2 ആവുക. അപ്പോൾ പ്രഷർ കുറയല്ലേ? അപ്പോൾ എനിക്ക് പറയാം ഫോർവേഡിലേക്ക് പ്രഷർ കുറയുന്നു. അപ്പോൾ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ബാക്ക്വേർഡിലേക്ക് പ്രഷർ കൂടുന്നു. റെഡിയല്ലേ? അതായത് ഇവിടെ 4 മോളിക്യൂൾ ഉണ്ട്, അവിടെ 2 ഉണ്ട്. 4 മോളിക്യൂൾ 2 ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? 4 മോളിക്യൂൾ ഉള്ള സ്ഥലത്ത് നിന്ന് 2 മോളിക്യൂൾ ആവുക എന്ന് പറഞ്ഞാൽ പ്രഷർ കുറഞ്ഞു. മോളിക്യൂൾസിന് എണ്ണം കൂടിയാൽ പ്രഷർ കൂടും, മോളിക്യൂൾസിന് എണ്ണം കുറഞ്ഞാലോ പ്രഷർ കുറയും. അപ്പോൾ എനിക്ക് പറയാം ഫോർവേഡിലേക്ക് പ്രഷർ കുറയ്ക്കുന്നു, ബാക്ക്വേർഡിലേക്ക് പ്രഷർ കൂട്ടുന്നു. ഇതാരാ ചെയ്യുന്നതെന്നറിയോ? ഇത് സിസ്റ്റമാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ചോദ്യം, ഈ സിസ്റ്റത്തിൻ്റെ പ്രഷർ കൂട്ടിയാൽ എന്ത് സംഭവിക്കും? ഒരു സിസ്റ്റത്തിൻ്റെ പ്രഷർ കൂട്ടിയാൽ സിസ്റ്റം എന്ത് ചെയ്യും? ഞാൻ സിസ്റ്റത്തിൻ്റെ പ്രഷർ കൂട്ടിയാൽ സിസ്റ്റം പ്രഷർ കുറയ്ക്കും. ഞാൻ കൂട്ടി, സിസ്റ്റം കുറയ്ക്കും. സിസ്റ്റം കുറച്ചാൽ എങ്ങോട്ടാ പോവുക? ഫോർവേഡ് റിയാക്ഷൻ. ഫോർവേഡിൻ്റെ സ്പീഡ് കൂടുന്നു. റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ കൂടുന്നു. ഇനി ഞാൻ പ്രഷർ കുറച്ചു, സിസ്റ്റം എന്താക്കുന്നു? പ്രഷർ കൂട്ടുന്നു. സിസ്റ്റം പ്രഷർ കൂട്ടുക എന്ന് പറഞ്ഞാൽ ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ സ്പീഡ്. ഇതാ സിസ്റ്റം ചെയ്യുന്നത്, പ്രഷർ കൂട്ടുന്നു, ബാക്ക്വേർഡ് റിയാക്ഷൻ. ഓക്കെ, ഇനി ടെമ്പറേച്ചറിൻ്റെ കേസ്. സാർ അപ്പം അങ്ങ് ടെമ്പറേച്ചർ എനിക്ക് മനസ്സിലായി, ടെമ്പറേച്ചറിന് കൂടി എന്ന് പറഞ്ഞിട്ട് സാർ ശ്രദ്ധിച്ചോളി. ടെമ്പറേച്ചറിൻ്റെ കേസിൽ ഇതാ സെയിം ഇക്വേഷൻ ചെയ്താ N2 plus 3H2 റിവേഴ്സിബിൾ 2NH3. ഇവിടെ ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണ് തന്നാൽ അങ്ങോട്ട് എക്സോതെർമിക്. അപ്പം എനിക്ക് എന്താ പറയാം? ഫോർവേഡിലേക്ക് എക്സോതെർമിക്കും ബാക്ക്വേർഡിലേക്ക് എൻഡോതെർമിക്കും. ഇതാണ് ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണെന്ന് തന്നിട്ടുണ്ട് ഇക്വേഷനിൽ. അതിനർത്ഥം ഫോർവേഡിലേക്ക് പോകുന്നത് എക്സോതെർമിക്. ഹീറ്റ് ഈസ് ലിബറേറ്റഡ് ബൈ ദ സിസ്റ്റം. നേരത്തെ പഠിച്ച തെർമോഡൈനാമിക്സിൽ ഡെൽറ്റ എച്ച് ഫോർവേഡ് എക്സോതെർമിക്കും ബാക്ക്വേർഡ് എൻഡോതെർമിക്കുമാണ്. ഇനി എന്താ ചോദിക്കുക? സാർ ടെമ്പറേച്ചർ കൂട്ടിയാൽ ടെമ്പറേച്ചർ കുറച്ചാൽ എന്തു സംഭവിക്കും? നിങ്ങൾ ഇപ്പം തന്നെ പഠിച്ചു വെക്കുക. കഴിഞ്ഞല്ല 10ാം ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ടെമ്പ് കൂട്ടിയാൽ എൻഡോ കൂട്ടും, ടെമ്പ് കുറച്ചാൽ എക്സോ കൂട്ടും, ടെമ്പ് കൂട്ടിയാൽ എൻഡോ കൂട്ടും, ടെമ്പ് കുറച്ചാൽ എക്സോ കൂട്ടും. ഹേബറേ പിരിയല്ലേ, ഹേബറേ പിരിയല്ലേ. എന്താല്ലേ പാട്ട് പോളെ, ഇതിലും ചളിപ്പാട്ടൊക്കെ ഇതിലും നന്നായിട്ട്. ദമ്മേ കിസാൻ പോലെ അമ്മ വലിക്കോ പുല്ലിങ്കോ മീത് അതൊക്കെ അമ്മ പഠിക്കാൻ കേട്ടോ. 3ROH വന്ന് കൂടിച്ചേർന്ന് 3RXH3PO3 ഭയപ്പെടമാട്ടെ Q3 3 I3 ദമ്മേ കിസാൻ ഒച്ച് പിക്കിള് 5 പൊക്കിള് 3. അത് നമുക്ക് +2 ഹാലോ ആൽക്കെയിൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പാട്ടും പാടി പഠിക്കാം. പാട്ട് ഇഷ്ടം പോലെ ഉണ്ട് മക്കളെ, ഞാൻ എടുക്കായിട്ടാ. യെസ്, നോക്കിക്കോളി. ടെമ്പ് കൂട്ടിയാൽ എൻഡോ കൂട്ടും, ടെമ്പ് കുറച്ചാൽ എക്സോ കൂട്ടും. ഇനി എൻ്റെ ചോദ്യം,
ഈ സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ കൂട്ടിയാൽ എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ ഞാൻ കൂട്ടിയാൽ സിസ്റ്റം കുറയ്ക്കും. ഞാൻ ടെമ്പറേച്ചർ കൂട്ടിയാൽ സിസ്റ്റം എന്താക്കും? ഇത് ഞാൻ ചെയ്യുന്നത് കേട്ടോ, ഇതാരാ? സിസ്റ്റം. ഞാൻ ടെമ്പറേച്ചർ കൂട്ടിയാൽ സിസ്റ്റം എൻ്റെ കൂട്ടും. എൻഡോ എങ്ങോട്ടേക്കാ? ബാക്ക്വേർഡ് റിയാക്ഷൻ. സോ ബാക്ക്വേർഡിൻ്റെ സ്പീഡ് കൂട്ടുന്നു. ഇനി ഞാൻ ടെമ്പറേച്ചർ കുറച്ചാലോ? ഞാൻ ടെമ്പറേച്ചർ കുറച്ചാൽ സിസ്റ്റം എക്സോ കൂട്ടും. എക്സോദാ അങ്ങോട്ടേക്ക്. അപ്പോൾ ഫോർവേഡ് റിയാക്ഷൻ്റെ സ്പീഡ് കൂടുന്നു. എത്ര സിമ്പിളായിട്ട് ഞങ്ങൾക്ക് പഠിപ്പിച്ചിരുന്നത്. 10ാം ക്ലാസ്സിലൊക്കെ ഇത് പഠിക്കുമ്പോൾ കുറച്ച് പിള്ളേർ പ്ലസ് ശ്രദ്ധിക്കട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അതിന് ആൻസർ കീ കൊടുത്തതാണേ. സെറ്റ്. ഡിഫൈൻ ദ ടേം പി എച്ച്. പി എച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ലോഗ് H3O പ്ലസ് ഓറ് H പ്ലസ് ഫാത്തിമ. ഇക്വേഷൻ ഇതാണല്ല നമുക്ക് പറഞ്ഞത്. ഡിഫൈൻ ദ ടേം. ഇറ്റ് ഈസ് ദ നെഗറ്റീവ് ലോഗരിതം ടു ദ നെഗറ്റീവ് ലോഗരിതം ഓഫ് to the base 10 of hydronium ion concentration, that is pH. Any concentration of H plus ion in a soft drying is calculate pH. ഇത് നേരത്തെ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ ആട്ടോ, ചെറുപ്പം ഈ അളവേ മാറിയുള്ളൂ. ഐഡൻറ്റിഫൈ വെദർ ദ സൊല്യൂഷൻ ഈസ് അസരിക് ഓർ ബേസിക്. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ലെസ് ദാൻ 7 ആണെങ്കിൽ അസരിക്, ഗ്രേറ്റർ ദാൻ 7 ആണെങ്കിൽ ബേസിക്. റെഡിയല്ലേ? ഇതാ തീരാൻ പോകട്ടോ, ശ്രദ്ധിച്ചോളി. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് Le Chatelier's പ്രിൻസിപ്പിൾ. 10ാം ക്ലാസ്സിൽ ചോദിക്കാത്ത +1 ചോദിക്കുന്ന ഒരു ചോദ്യം. എന്താണ് Le Chatelier പ്രിൻസിപ്പിൾ? എന്തായിരുന്നു? whenever a system at equilibrium is changed in the pressure or concentration or temperature, then the system readjusts itself so as to nullify the effect of that change and attain a new state of chemical equilibrium. മലയാളമീഡിയക്കാർ പഠിച്ചിട്ടുണ്ടാകും. സന്തുലനാവസ്ഥയിലുള്ള ഒരു വ്യൂഹത്തിൽ ഗാഢത, മർദ്ദം, താപനില എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൽ വ്യതിയാനം സംഭവിക്കുമ്പോൾ വ്യൂഹമാ മാറ്റമില്ലായ്മ ചെയ്യുന്ന വിധം സ്വയം ശ്രമിക്കുകയും തൽഫലമായി പുതിയൊരു സന്തുലനാവസ്ഥയിൽ എത്തുകയും ചെയ്യുന്നു. ഇതാണ് Le Chatelier പ്രിൻസിപ്പിൾ. കാണാതെ പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, what are the effects of the following changes in the equilibrium process? Increasing the pressure. നിങ്ങൾ ചെയ്തോളണേ, ഞാൻ ചെയ്ത് കഴിഞ്ഞു. ഇൻക്രീസ് ദ ടെമ്പറേച്ചർ അതും ചെയ്തു. ഇനി റിമൂവൽ ഓഫ് അമോണിയ ഫ്രം ദ റിയാക്ഷൻ. ഈ റിയാക്ഷൻ നിന്ന് അമോണിയ ഒഴിവാക്കിയാൽ, അത് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോളി. N2 + 3H2 റിവേഴ്സിബിൾ 2NH3. അപ്പോൾ തട്ട് 2NH3. ഇതിൽ നിന്ന് അമോണിയ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കുക. ഇങ്ങനെ നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ്റെ കേസാണ് പറയുന്നതെങ്കിൽ, കോൺസെൻട്രേഷൻ്റെ കേസാണെങ്കിൽ എവിടാണോ കുറവുള്ളത് ആ ഭാഗത്തേക്കുള്ള സ്പീഡ് കൂടും. അത്രേ ഉള്ളൂ. എവിടെയാണോ കുറവുള്ളത് ആ ഭാഗത്തേക്കുള്ള സ്പീഡ് കൂടും. ഇപ്പോൾ ഇവിടുന്ന് റിമൂവൽ ഓഫ് അമോണിയ കുറച്ചു. അമോണിയ കുറച്ചാൽ എന്ത് സംഭവിക്കും? പ്രോഡക്റ്റിൻ്റെ ഭാഗത്ത് കുറഞ്ഞു. അപ്പോൾ ഇവിടെ കോൺസെൻട്രേഷൻ കുറവാണ്, ഇവിടെ കൂടുതലാണ്. അപ്പോൾ എങ്ങോട്ടാ പോവുക? റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസസ്. അത്രേ ഉള്ളൂ കേട്ടോ. എവിടെയാണോ കുറവ് അങ്ങോട്ടേക്ക് പോകും. അങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ സെയിം ഇക്വേഷനിൽ ഞാൻ നൈട്രജൻ്റെ അളവ് കുറച്ചാലോ? നിങ്ങൾ പറയും. നൈട്രജൻ്റെ അളവ് കുറച്ചാൽ സിസ്റ്റം നോക്കുന്ന സമയത്ത് പ്രോഡക്റ്റിൻ്റെ ഭാഗത്ത് കൂടുതലും റിയാക്റ്റൻ്റ് അല്ലേ നൈട്രജൻ, അവിടെ കുറവും. അപ്പോൾ എങ്ങോട്ടാ പോവുക? കൂടിയെടുത്തുനിന്ന് കുറഞ്ഞിടത്തേക്ക്. അപ്പോൾ എങ്ങോട്ടാ പോവുക? യെസ്, ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ സ്പീഡ് കൂടുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. വാട്ട് ഈസ് എ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ? പാട്ട് പാടി പഠിച്ചതാ. H+ വന്നാൽ കോൺജുഗേറ്റ് ആസിഡ്, H+ പോയാൽ കോൺജുഗേറ്റ് ബേസ്. അപ്പോൾ ആസിഡ് ബേസ് പെയർ തമ്മിൽ വ്യത്യാസം എന്താ? ഒരു H+ൻ്റെ വ്യത്യാസം. സോ ആസിഡ് ആൻഡ് ബേസ് പെയർ ദേ ആർ ഡിഫറൻസ്ഡ് ബൈ എ പ്രോട്ടോൺ. H+ൻ്റെ ഡിഫറൻസ് ഉള്ള ആസിഡ് ബേസിന് ഇതാ. ആസിഡ് ബേസ് പെയർസ് വിച്ച് ആർ ഡിഫേർഡ് ബൈ എ പ്രോട്ടോൺ H+ ആർ കോൾഡ് കോൺജുഗേറ്റ് ആസിഡ്. ഇനി ഇവിടെ നോക്ക്. റൈറ്റ് ദ കോൺജുഗേറ്റ് ആസിഡ് ഓഫ് ദ ബേസ് H2O. H2O നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങളോട് എഴുതാൻ പറഞ്ഞത് എന്താ അറിയോ? ഇതിൻ്റെ കോൺജുഗേറ്റ് ബേസാണ്. ഞാൻ എന്താ പറഞ്ഞത്? H+ വന്നാൽ കോൺജുഗേറ്റ് ആസിഡടാ, H+ പോയാൽ കോൺജുഗേറ്റ് ബേസടാ. H+ പോയാലല്ലേ കോൺജുഗേറ്റ് ബേസ്. അപ്പോൾ ഇതിൽ നിന്ന് H+ ഒഴിവാക്കുക. H2O എന്നൊരു H+ പോയാൽ എന്താവും? ബാക്കി എന്താ ഉണ്ടാവുക? OH- ഉണ്ടാവും. എടാ H+ ഇവിടെ 2 H ഇല്ലേ, അതിലൊരു H പോയി. ബാക്കി ആരുണ്ടാവുക? H ഉണ്ടാവും, OU ഉണ്ടാവും, ഒരു മൈനസ് ഉണ്ടാവില്ലേ? പ്ലസ് പോയാൽ മൈനസ് ഉണ്ടാവും. OH- ആട്ടോ ബാക്കി ഉണ്ടാവുക. സെറ്റല്ലേ? യെസ്. ഏതാ ചോദിച്ചത്? ആസിഡാണോ ചോദിച്ചത്? റൈറ്റ് ദ കോൺജുഗേറ്റ്. ആസിഡ് അല്ലേ ചോദിച്ചത്? യെസ്. ഓക്കെ, എനിക്ക് മനസ്സിലായി. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ കണ്ടിട്ടുണ്ട്.
ഓക്കെ, ശ്രദ്ധിച്ചോ, കോൺജുഗേറ്റ് ആസിഡ്. ഇതിപ്പോൾ ഞാൻ കോൺജുഗേറ്റ് ബേസ് അല്ല എഴുതിയത്. അങ്ങനെയാണെങ്കിൽ വെള്ളത്തിൻ്റെ കോൺജുഗേറ്റ് ആസിഡ് എന്താ ഉണ്ടാവുക? ഒന്നുമില്ല, H+ വന്നാൽ കോൺജുഗേറ്റ്. H+ വന്നാൽ H+ വന്നാൽ കോൺജുഗേറ്റ് ആസിഡ്. H+ വന്നാൽ H2ലേക്ക് ഒരു H+ ആഡ് ചെയ്താൽ എന്താവും? H3O+ ആവും. ഒരു H+ ആഡ് ചെയ്യുക. നോക്കി എങ്ങനെയാണെന്നറിയോ? H2ലേക്ക് ഒരു H+ വന്നാൽ നോക്ക്, H ഇവിടെ പോയി, H3 O അവിടെ തന്നെ ഉണ്ട്, ഒരു പ്ലസ് ഇല്ലേ എക്സ്ട്രാ ഇട്ടെടുത്ത്, ഇത്രയേ ഉള്ളൂ. ഓക്കെ, അടുത്തത് റൈറ്റ് ദ അറീനിയസ് കോൺസെപ്റ്റ് ഓഫ് ആസിഡ് ആൻഡ് ബേസ്. സിമ്പിൾ അല്ലേ? എന്നാ ഈ പാടി തന്നത് കോൺസെൻട്രേഷൻ H+, ഹോയ് ഹോയ് ഹോയ്. ആ വേർഡ് മാത്രം ചോദിച്ചാൽ മതി. കോൺസെൻട്രേഷൻ H+, ഹോയ് ഹോയ് ഹോയ്. പ്രോട്ടോൺ ഡോണർ H+, ഹോയ് ഹോയ് ഹോയ്. ഇലക്ട്രോൺ പെയർ അക്സെപ്റ്റർ, ഹോയ് ഹോയ് ഹോയ്. അറീനിയസ് ബ്രോൺസർ ലൂയിസ്, ഹോയ് ഹോയ് ഹോയ്. സോ കോൺസെൻട്രേഷൻ H+ കൂട്ടുന്ന ആള് അറീനിയസ് ആസിഡ്, OH- കൂട്ടുന്ന ആള് അറീനിയസ് ബേസ്. പരിപാടി കഴിഞ്ഞു. അടുത്തത് റൈറ്റ് കോൺജുഗേറ്റ് ആസിഡ് ആൻഡ് കോൺജുഗേറ്റ് ബേസ് ഓഫ് ദ ഫോളോയിങ്. H2 തന്നിട്ട് NH3 തന്നിട്ട് നോക്കിക്കോ. H2 നമ്മൾ നേരത്തെ ചെയ്തില്ലേ, ഇനി NH3 ആയിക്കോട്ടെ. NH3ൻ്റെ കോൺജുഗേറ്റ് ആസിഡ് എഴുതണം, ഇതേ NH3ൻ്റെ കോൺജുഗേറ്റ് ബേസ് എഴുതണം. നിങ്ങൾ പറയും H+ വന്നാൽ കോൺജുഗേറ്റ് ആസിഡ്. H+ ചേർത്ത് കൊടുക്ക്. NH3ലേക്ക് ഒരു H+ കൂടി വന്നാൽ എന്താവും? NH4+. H+ പോയാൽ കോൺജുഗേറ്റ് ബേസ്. ഒരു H+ പോയാൽ കോൺജുഗേറ്റ് ബേസ്. സോ NH2+ പോയാൽ അവിടെ ഒരു മൈനസ് ഉണ്ടാവും, NH2-. എന്താ സുഖം, എന്ത് സിമ്പിളാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. എത്ര സിമ്പിൾ ആക്കിയിട്ടാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ പഠിക്കാത്തത് എൻ്റെ പ്രശ്നമല്ല. സെറ്റ്. യെസ്, NH2-, NH4+. സെറ്റ്. അടുത്ത ദിവസം നോക്കൂ. റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻസ്. ഷുവർ ക്വസ്റ്റ്യനാണ്. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ലേ കേപ്പിംഗ് കേസ് ഞാൻ ഇട്ടില്ലാന്ന്? ഡയറ്റ് ഒന്നും അല്ല, ലാസ്റ്റ് പറയാച്ചാ. നോക്കേ, റൈറ്റ് ദ എക്സ്പ്രഷൻ N2 + 3H2 റിവേഴ്സിബിൾ 2NH3. എങ്ങനെയാ Kc ചെയ്താ? Kc ഗ്യാസിൻ്റെത് മാത്രമേ കൊടുക്കാവൂ കേട്ടോ. Kc ആണോ KP ആണോ പറഞ്ഞത്? Kc. സോ Kc ആണെങ്കിൽ NH3 ഉണ്ട് ഇവിടെ. ഈ ഇക്വേഷൻ ആണ്. NH3 ഇടുക, മോളിൽ 2 ഇടുക, ഓൾ ഡിവൈഡ് ബൈ. ഇനി റിയാക്റ്റൻ്റ് N2 കോൺസെൻട്രേഷൻ കൊടുത്തു ഇൻറ്റു H2 കൊടുത്തു, അതിൻ്റെ സ്ക്വയർ ഇട്ടു. കണ്ടോ ഇക്വേഷൻ? NH3ൻ്റെ സ്ക്വയർ N2 ഇൻറ്റു H2ൻ്റെ ക്യൂബ്. ഇതെന്താ H2ൻ്റെ ക്യൂബ് വന്ന്? അവിടെ 3 ആണല്ലേ? ഓക്കെ, അത് 3 ആണ് കേട്ടോ. ഓക്കെ, 3H2 ക്യൂബ് ഇട്ടോ. H2 ക്യൂബാണ്. ഓക്കെ, ഇനി HIൻ്റെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ കാര്യം ശ്രദ്ധിക്കേണ്ടത്, സോളിഡോ ലിക്വിഡോ ഇക്വേഷനിലുണ്ടെങ്കിൽ, ഇക്വേഷനിൽ സോളിഡോ ലിക്വിഡോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? അത് എഴുതരുത്. എഴുതിയാലും കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ അതിൻ്റെ വാല്യൂ 1 ആണെന്ന് പറഞ്ഞിരിക്കണം. ഓക്കെ. വാട്ട് ഈസ് അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ? വാട്ടറിൻ്റെ അയോണിക് പ്രോഡക്റ്റ് ചോദിക്കാറുണ്ട്. സിമ്പിൾ ചോദിക്കാറുണ്ട് എന്നല്ല, ചോദിക്കും. അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ ഷുവർ ക്വസ്റ്റ്യനാ. വാട്ട് ഈസ് അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ? എന്താ അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ? H3O+ ഇൻറ്റു ബ്രാക്കറ്റ് ഇടുക, OH- ഇങ്ങനെ ഇടുക കേട്ടോ. ഇതാണ് അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ. അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H3O+ ഇൻറ്റു OH- കോൺസെൻട്രേഷൻ. അറേഞ്ച് ദ ഫോളോയിങ്. എന്നല്ലേ മറന്നുപോയി. പ്രോഡക്റ്റ് ഓഫ് മൊളാർ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രോണിയം അയോൺ ആൻഡ് ഹൈഡ്രോക്സിൽ അയോൺ ഇൻ വാട്ടറിനാ. ശരി, അതന്നെ. ഇങ്ങനെ എഴുതിയാൽ മതി. H3O+ ഇൻറ്റു OH-. കിട്ടി KW. കൊളായിച്ച് ഈ സാധനം കിട്ടായിട്ടാ പ്രശ്നം. KW അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ. KW എന്ന് പറഞ്ഞാൽ എന്താ? H3O+ ഇൻറ്റു H3O+ൻ്റെ കോൺസെൻട്രേഷൻ ഇൻറ്റു OH-. അതായത് ഇറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് മൊളാർ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രോണിയം ആൻഡ് ഹൈഡ്രോക്സിൽ അയോൺ. അങ്ങനെ തന്നെ പഠിച്ചു വെക്കട്ടോ. ഇനി അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദർ അസിഡിക് സ്ട്രെങ്ത്. ഇവിടെ വരുന്നതല്ല, ചാപ്റ്റർ അതല്ല, എന്നാലും പഠിച്ചോ. നിങ്ങൾ സൈസ് കൂടുമ്പോൾ ഗ്രൂപ്പിൽ നിന്ന് താഴോട്ടേക്ക് പോകുന്നതിനനുസരിച്ച് അസിഡിക് സ്ട്രെങ്ത് കൂടും. ഇതൊക്കെ HN അല്ലേ? പക്ഷേ പിന്നെ ഏറ്റവും ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അതിൽ ഏറ്റവും താഴത്തുള്ള ആരാ? അയഡിൻ. അപ്പോൾ അയഡിൻ ആയിരിക്കും അസിഡിക് സ്ട്രെങ്ത് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ഞാൻ ചിഹ്നട്ട് മാറിപ്പോയി, വേറെ പ്രശ്നമൊന്നുമില്ല, എഴുതിയൊക്കെ ശരിയാ. നോക്കിക്കോ, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. അങ്ങോട്ടേക്ക് പോകുമ്പോൾ താഴോട്ട്, ഗ്രൂപ്പിൽ നിന്ന് താഴോട്ട് പോകുമ്പോൾ സൈസ് കൂടി വരില്ലേ? സൈസ് കൂടുമ്പോൾ അസിഡിക് സ്ട്രെങ്ത് കൂടും. ഓക്കെ,
HF-നേക്കാളും കൂടുതലാണ് HCl-ന്, അതിനേക്കാൾ കൂടുതലാണ് HBr, അതിനേക്കാൾ കൂടുതലാണ് HI. അത് പഠിക്കേണ്ട ആവശ്യമില്ല, ഒന്ന് നോക്കിച്ചാൽ മതി. ഈ ക്വസ്റ്റ്യൻ ഇടയിൽ ഡൈറ്റാ. The dissociation of NH4OH is suppressed by the addition of NH4Cl. Name the principle applied here. Common ion effect. Give an example for acidic buffer. Acidic buffer example സെയിം സാധനം തന്നെ നിങ്ങൾക്ക് ചെയ്താൽ NH4OH ഉം NH4Cl ഉം, അല്ലെങ്കിൽ C3 കൂച്ച് ആൻഡ് C3 കൂന. സെറ്റ് അല്ലേ? യെസ്, നോക്കിക്കോളൂ നമ്മൾ ഏകദേശം തീരാനായിട്ടുണ്ട്. വാല്യൂ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kp is 1.8. നോക്കോളൂ, ഇവിടെ നോക്കിക്കോളൂ. ഫോർ ദ ഇക്വിലിബ്രിയം ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. 2NOCl റിവേഴ്സിബിൾ, 2NO പ്ലസ് ഒക്കെ ഗ്യാസ് തന്നെയാണ്. ഗ്യാസ്. വാല്യൂ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kp ഈസ് ഈക്വൽ ടു 1.8 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇൻറ്റു 10⁻² തന്നിട്ടുണ്ട്, 500 കെൽവിനും തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ Kc ഫോർ ദിസ് റിയാക്ഷൻ അറ്റ് ദ സെയിം ടെമ്പറേച്ചർ. സോ നിങ്ങൾ Kpയും Kcയും ഒക്കെ നിങ്ങൾക്ക് മാറിപ്പോലുണ്ടോ? ഞാൻ വെച്ചാൽ മതി. കലിപ്പാണ്, കട്ട സീനാണ്, RT⁻⁴ N ആണ്. അലിച്ചാൽ മതി. കലിപ്പാണ്, കട്ട സീനാണ്. ഇതാ നോക്ക്, ഇതാ കലിപ്പാണ് Kp, കട്ട സീനാണ്. കലിപ്പാണ് Kp, കട്ട സീനാണ്, RT⁻⁴ N ആണ്. Kpൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, Kc ആണ് കാണാൻ പറഞ്ഞത്. 6 യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. നിങ്ങൾക്ക് വാല്യൂ തന്നില്ലെങ്കിൽ 0.0831 കൊടുത്താൽ മതി, ലിറ്റർ ബാറിൽ കിട്ടും. ടെമ്പറേച്ചർ ഇതാ ഇവിടെ 500 കെൽവിൻ തന്നിട്ടുണ്ട്. ഡെൽറ്റ എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാഷ്യസ് പ്രോഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാഷ്യസ് റിയാക്ടൻറ്റ്. നോക്ക്, 2 + 1 3, 3 - 2 3 - 2 1, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എൻ. ഡെൽറ്റ എൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഗ്യാഷ്യസ് പ്രൊഡക്റ്റിൻ്റെ മോള് മൈനസ് ഗ്യാഷ്യസ് റിയാക്ടൻറ്റിൻ്റെ മോള്. ഓക്കെ, 3 - 2 1 കിട്ടി. അത് കുറച്ച് കൊടുത്താൽ മതി കേട്ടോ. റെഡി അല്ലേ? നിങ്ങൾ എന്നെ കാൽക്കുലേറ്റർ വെച്ച് ചെയ്തോളാണ്ടിയേ. Kpയും Kcയും പഠിക്കാതെ പോവുകയും ചെയ്യരുത്. എന്തായാലും ചോദിക്കും, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ. അയണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് നൈട്രസ് ആസിഡ് ഈസ് 4.5 ഇൻറ്റു ഇതൊരു വേറെ ലെവൽ ക്വസ്റ്റ്യനാണ്, ശ്രദ്ധിച്ചോളി. അയണൈസേഷൻ കോൺസ്റ്റന്റ് നമ്മൾ ഇതുവരെ കാണാത്തൊരു സാധനമാണ്. അയണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് നൈട്രസ് ആസിഡ് ഈസ് 4.5 ഇൻറ്റു 10⁻⁻⁴. 4.5 ഇൻറ്റു 10⁻⁻⁴. Calculate the pH of 0.04 molar solution of nitrous acid in water. ഇതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എൻട്രൻസിനൊക്കെ വലിയ സംഗതിയാണ്, പക്ഷേ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എക്സാം ടഫ് ആക്കുകയാണെങ്കിൽ ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആയിരിക്കും. എക്സാം ടഫ് ആക്കുകയാണെങ്കിൽ ദ അയണൈസേഷൻ കോൺസ്റ്റന്റ് ആരാണ്? അയണൈസേഷൻ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? K ആണ് അയണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് നൈട്രസ് ആസിഡ് ഈസ് 4.5 ഇൻറ്റു 10⁻⁻⁴. സോ K ഈസ് ഈക്വൽ ടു 4.5 ഇൻറ്റു 10⁻⁻⁴. അയണൈസേഷൻ കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ pH ഓഫ് 0.04 molar. C തന്നിട്ടുണ്ട് 0.04 molar. സൊല്യൂഷൻ ഓഫ് നൈട്രസ് ആസിഡ് ഇൻ വാട്ടർ. നൈട്രസ് ആസിഡ് ഇൻ വാട്ടർ ആണ്. അതിൻ്റെ ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. K കാണുന്ന ഇക്വേഷൻ C⁴². അത് നോക്കിക്കോളൂ. K ആസിഡ് ആയതുകൊണ്ട് തന്നത് K ആണ്. K ഈസ് ഈക്വൽ ടു 4.5 തന്നിട്ടുണ്ട്, സിയും തന്നിട്ടുണ്ട്. നിങ്ങളോട് HNO3 ആണ് കാണാൻ പറഞ്ഞത്. നൈട്രസ് ആസിഡ് HNO3 അല്ലേ? HNO2 + H2O അല്ലേ? HNO2 വെള്ളത്തിലിട്ട് കഴിഞ്ഞപ്പോൾ H3Oയും കിട്ടിയിട്ടുണ്ട്, NO2 കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം HNO2 എടുത്തിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ എന്തൊക്കെ കിട്ടിയത്? H3O+ കിട്ടിയിട്ടുണ്ട്, NO2+, H3O+ കിട്ടിയിട്ടുണ്ട്, NO2- കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കിട്ടിയത് ഇത് C ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? C⁻. ഇതൊരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. നിങ്ങൾക്ക് വീക്ക് ഇലക്ട്രോലൈറ്റിനെ എന്ത് തരുള്ളൂ? അയണൈസേഷൻ കോൺസ്റ്റന്റ് തരുള്ളൂ. അയണൈസേഷൻ കോൺസ്റ്റന്റ് ഫോർ വീക്ക് ഇലക്ട്രോലൈറ്റ് വെരി എന്താ പറയുക, ചെറുതായിരിക്കും. പക്ഷേ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ അയണൈസേഷൻ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ വലിയ വാല്യൂ ആണ് കേട്ടോ. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. അപ്പോൾ C⁻. ഇതൊരു HNO2 ആയതുകൊണ്ട് ഒരു H+ തരുന്നത് കൊണ്ട് C⁻. അപ്പോൾ ജസ്റ്റ് C⁻ എന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് ഈ H3O+ൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എന്താ? ഇപ്പോൾ ഇവിടെ C⁻ ആണ്. നിങ്ങളോട് എന്താ കാണാൻ പറഞ്ഞത്? pH വാല്യൂ ആണ് കാണാൻ പറഞ്ഞത്. സോ
പി എച്ച് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ലോഗ് H3O+ ആണ്, നിങ്ങൾക്കറിയാലോ. ഇനി ഈ H3O+ സ്ഥാനത്ത് നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? മൈനസ് ലോഗ്. ഇതിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? സി ആൽഫയാണ്. മൈനസ് ലോഗ് സി ആൽഫ. സി നിങ്ങൾക്ക് അറിയോ? സി നിങ്ങൾക്ക് അറിയാം, തന്നിട്ടുണ്ട്. പക്ഷെ ആൽഫ അറിയില്ല. ആൽഫ എങ്ങനെ കാണും? അതിനാണ് നിങ്ങൾക്ക് K = C α². വേറെ ആൽഫ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈക്വേഷൻ ആട്ടും കൂടി തിരിച്ചിട്ട് കഴിഞ്ഞാൽ ആൽഫ √K/C എന്നുണ്ടാവും. √K/C. സോ ഞാൻ ഈ ആൽഫൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുന്നു? PH മൈനസ് ലോഗ് C √K/C കൊടുക്കുന്നു. ഇനി ഈ വാല്യൂസ് സി നിങ്ങൾക്കറിയാം, K നിങ്ങൾക്കറിയാം, C നിങ്ങൾക്കറിയാം, മൈനസ് ലോഗ് അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? PH കിട്ടും. ആ ആൻസർ നോക്കിയാൽ മതി. ഓക്കെ, അതാണ് PH വാല്യൂ. ഇത് കുറച്ച് ട്രിക്കിയാണ്, കുറച്ച് ടൈറ്റും ആണ്. വേണ്ട ആൾക്കാർ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. പക്ഷേ ഇത് പഠിക്കണം, നല്ലതാണ്. ഡിസംബറിലേക്ക് നല്ല എക്സാമാണ്. മെയിൻ എത്തുമ്പോൾ റെഡിയാവും. എനിക്കിപ്പോൾ അതും കൂടി അതിനോട് പഠിപ്പിക്കാൻ സമയമല്ല. ഇതാ ഒരു കറസ്പോണ്ടിങ് കോൺജുഗേറ്റ് ആസിഡും കോൺജുഗേറ്റ് ബേസും ആണ് എഴുതാൻ പറഞ്ഞത്. H2 നമ്മൾ നേരത്തെ ചെയ്തതാ. HSO4 മൈനസ് HSO4 മൈനസിൻ്റെ കോൺജുഗേറ്റ് HSO4 മൈനസിൻ്റെ കോൺജുഗേറ്റ് ബേസ് എന്ന് പറഞ്ഞാൽ ഒരു H+ ആഡ് ചെയ്യുക. അപ്പം എന്തായി? H2SO4 ആയി. H2SO4. ഇനി കോൺജുഗേറ്റ് ആസിഡ് ആണെങ്കിലോ? HSO4 മൈനസിൻ്റെ കോൺജുഗേറ്റ് ആസിഡ് ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ആസിഡ് ആണെങ്കിൽ H+ വന്നാൽ കോൺജുഗേറ്റ് ആസിഡയുടെ ഇതിലേക്ക് ഒരു H+ ആസിഡ് നമ്മൾ ഇതിലേ മാറിപ്പോയില്ലേ? H+ വന്നാൽ കോൺജുഗേറ്റ് ആസിഡ്, H+ പോയാൽ കോൺജുഗേറ്റ് ബേസ്. ഇതിൽ H+ പോയാൽ എന്തായി? SO4 2- ആയി. ഈ HSO4 മൈനസിൽ നിന്ന് H+ പോയാൽ എന്തായി? പിന്നെ SO4 2- ആയി. H3O+. ഇതൊക്കെ H2SO4. ഇവിടെ HSO4 അല്ല കേട്ടോ, SO4 2-. ഓക്കെ, റെഡിയാണല്ലോ? യെസ്. Value of equilibrium constant useful to predict the extent of the reaction and the direction of the reaction at a given state. Explain. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, പഠിക്കണമെന്ന്. QC less than KAC, QC greater than KAC. ഈ ഫോർവേഡിൽ പോകും, ബാക്ക്വേഡിൽ പോകും, ഈക്വൽ ആകുമ്പോൾ ഇക്വിലിബ്രിയം. ഇനി പ്രഡിക്ഷൻ ആണത്. ഇനി എക്സ്റ്റെൻഡ് ഓഫ് ദ റിയാക്ഷൻ കഴിഞ്ഞു. KC greater than 10³ ആണെങ്കിൽ റിയാക്ഷൻ പ്രൊസീഡ്സ് നിയർലി ടു കംപ്ലീഷൻ. KC less than 10⁻³ ആണെങ്കിൽ പ്രൊസീഡ്സ് റയർലി. ഇനി അതിനിടയിലാണെങ്കിൽ അത് എക്സിസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. റിയാക്ഷൻ അപ്രീഷിയബിൾ റേഞ്ചിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. The appreciable concentrations of both reactants and presents are present. ഏകദേശം തീരാനായിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ദ എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അത് വേറെ ഇക്വേഷൻ അല്ലേ? 2NO2 റിവേഴ്സിബിൾ N2A4. നിങ്ങൾ എന്നെ ചെയ്ത് നോക്കണമല്ലോ. ഞാൻ നേരത്തെ വൃത്തിക്ക് ഇത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വെറുതെ സമയം വേസ്റ്റ് ആക്കുന്നില്ല, നിങ്ങളെ സമയം വേസ്റ്റ് ആക്കുന്ന ലൈവ് അല്ലത്. ഓക്കെ, നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. പറയാത്തതായിട്ട് എന്തുണ്ടോ? ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻ ടു ലൂയിസ് ആസിഡ് ആൻഡ് ലൂയിസ് ബേസ്. ആരാ ലൂയിസ് ആസിഡ്? നിങ്ങൾ തന്നെ പറയും. കോൺസെൻട്രേഷൻ H+, ഹോയ്. പ്രോട്ടോൺ ഡോണർ H+, ഹോയ്. ഇലക്ട്രോൺ പെയർ അക്സെപ്റ്റർ, ഹോയ്. ഇലക്ട്രോൺ പെയറിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ആര്? ലൂയിസ് ആസിഡ് എന്ന് പറഞ്ഞാൽ. ഇതിൽ ആരൊക്കെ ഇലക്ട്രോൺ വളരെ കുറവുള്ളത്? അവരൊക്കെ ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യും. അല്ലെ ചോക്ക്. H2O നിങ്ങൾ കെമിക്കൽ ബോണ്ടിങ് പഠിച്ചിട്ടുണ്ട്. H2O ലോൺ പെയർ ഉണ്ട്, NH3 ലോൺ പെയർ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇലക്ട്രോൺ റിച്ച് ആണ്, ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് അല്ല. ഇനി അലൂമിനിയത്തിൻ്റെ വാലൻസ് ഇലക്ട്രോൺ 3 ഉണ്ടാവുക. അലൂമിനിയം 13ാമത്തെ ഗ്രൂപ്പാണ്, വാലൻസ് ഇലക്ട്രോൺ 3 ആ 3 ഇലക്ട്രോൺ 3 ക്ലോറിനുമായിട്ട് ബോണ്ട് ഉണ്ടാക്കി. സോ 3 3 6. പക്ഷേ ഇനിയും സ്റ്റേബിൾ ആകാൻ 2 ഇലക്ട്രോൺ വേണം. ഇങ്ങനെ കേട്ടോ നോക്കുക, 2 ഇലക്ട്രോൺ വേണം. അപ്പോൾ 2 ഇലക്ട്രോൺ സ്വീകരിക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് ആര്? AlCl3. സോ ഇറ്റ് ഈസ് എ ലൂയിസ് ആസിഡ്. ഇനി H+ നോക്കണ്ട, പ്ലസ് കണ്ടാൽ ഒന്നും പഠിക്കേണ്ട, ലൂയിസ് ആസിഡ്. റെഡിയല്ലേ? എക്സ്പ്ലെയിൻ ദ ടേം കോമൺ ഓഫ് എഫക്റ്റ് നമ്മൾ പഠിച്ചാണ്. അതിന് pH വാല്യൂ കാണുന്നത് നമ്മൾ പഠിച്ചു. സോഫ്റ്റ് അയൺ റിംഗ് ഉണ്ട്, ഒരു സോഫ്റ്റ് അയൺ റിംഗും ഉണ്ട്, 2 pH വാല്യൂ ഉണ്ട് അല്ലേ? ക്ലാസിഫൈ ദ ഫോളോയിങ് സൊല്യൂഷൻ ടു അസിഡിക് ബേസിക് വേണ്ട. pH ഓഫ് എ ബ്ലഡ് റിമൈൻസ്. ഇത് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടോ. സോളിബിലിറ്റി ഓഫ് MgOH ട്വൈസ് അറ്റ് 298 Kelvin ഈസ് 1.5 × 10⁻⁻⁴. കാൽക്കുലേറ്റ് ദ സോളിബിലിറ്റി പ്രൊഡക്റ്റ്. KSP ആണ് കാണാൻ പറഞ്ഞത്. 1.5 × 10⁻⁻⁴. 1.5 × 10⁻⁻⁴.
സോളിബിലിറ്റി നിങ്ങൾക്ക് തന്നത് 1.5 ഇനിതാ വെറും സോളിബിലിറ്റി എന്ന് പറഞ്ഞാൽ അത് എസ് ആണ് തന്നത്. KFC MgOH ട്വൈസ് അല്ലേ, MgOH ട്വൈസ്. ഞാൻ എങ്ങനെ ഇക്വേഷൻ പറഞ്ഞത്, x raised to x into y raised to y into s raised to x plus y. ഇങ്ങനെ കൊടുക്ക്. എക്സിൻ്റെ സ്ഥാനത്ത് 1, വൈൻ്റെ സ്ഥാനത്ത് 2. സോ 4 ഒറ്റടി ചാടണ്ടല്ലേ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയാലോ. 1 raised to 1 into 2 raised to 2 into s raised to 1 plus 2. സോ 4s ക്യൂബ്. ഇതാണ് KSB. KSB ആണല്ലോ കാണാൻ പറഞ്ഞത്. സോ 4 ഇൻറ്റു എസിൻ്റെ വാല്യൂ കൊടുക്കുക, 1.5 ഇൻറ്റു 10 raised to -4 ഓൾ ക്യൂബ് കൊടുക്കുക. അത് ചെയ്യട്ടോ. സെറ്റല്ലേ? യെസ്. തീരാനായി പേടിക്കണ്ട. വീണ്ടും സോളിബിലിറ്റി പ്രോഡക്റ്റ് കാണുന്ന ഇക്വേഷൻ കൊടുക്കുക. പിന്നെ റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫോർ ദ ഫോളോയിങ് ഇക്വിലിബ്രിയം. ഇത് സോളിഡ് ആണ്, ഇത് എഴുതേണ്ട ആവശ്യമില്ല. ഇതും സോളിഡ് ആണ്, ഇത് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് KC ഈസ് ഈക്വൽ ടു ഇത് മാത്രം എഴുതിയാൽ മതി. H2O ഇടുക, സ്ക്വയർ ഇടുക, പരിപാടി കഴിഞ്ഞു കേട്ടോ. നോക്കി ഇനി എന്താ ഉള്ളത്? ഈ ക്വസ്റ്റ്യൻ നോക്ക്. ദ സോളിബിലിറ്റി, ബാക്കിയൊക്കെ വായിക്കേണ്ട ആവശ്യമില്ല. സോളിബിലിറ്റി പ്രൊഡക്റ്റ് ഓഫ് BaSO4 is 1.2 into 10 raised to -3. 10 raised to -10. കാൽക്കുലേറ്റ് ദ സോളിബിലിറ്റി ഓഫ് BaSO4. അതായത് സോളിബിലിറ്റി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. BaSO4 നോക്കിക്കോ. BaSO4, ഈ BaSO4ൻ്റെ സോളിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BaSO4ൻ്റെ സോളിബിലിറ്റി എങ്ങനെ കാണുക? നിങ്ങളിത് പെട്ടെന്ന് കണ്ടാൽ AB4 ആണെന്ന് വിചാരിക്കരുത്. ഈ SO4 ഒറ്റ സാധനം, ഒറ്റ സ്പീഷീസ് ആണ് SO4 കേട്ടോ. SO4 എന്ന് പറഞ്ഞാൽ ഒറ്റ സ്പീഷീസ് ആണ്. സോ ഇതൊരു എന്ത് ടൈപ്പാണെന്ന് അറിയോ? BaSO4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു AB ടൈപ്പ് സാധനമാണ്. ഇത് A ആണ്, ഇത് B ആണ്. നോക്കൂ, A1 ആണ്, B1 ആണ്. SO4 ഒറ്റ ഒരാളേ ഉള്ളൂ, ഒരാൾ. BA ഒരാളേ ഉള്ളൂ, 1 ആൾ. സോ A1 B1 ആണ്. സോ KSP എങ്ങനെ എഴുതുക? KSP is equal to x raised to x into y raised to y into s raised to x plus y. So x raised to x എത്രയാണ്? x 1 ആണ്, y 1 ആണ്. സോ 1 raised to 1 into 1 raised to 1 into s raised to 2. സോ KSP is equal to s സ്ക്വയർ. ഇതാണ് ചെയ്യേണ്ടത്. എസിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, KSP കണ്ടുപിടിക്കുക. ഇനി KSP തന്നാൽ എസ് അവിടെ വെക്കുക, റൂട്ട് KSP, അങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ, ഇനി ഏറ്റവും ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ മിക്കവാറും നിങ്ങൾ എക്സാമിന് ഇന്ന് ഷുവർ ക്വസ്റ്റ്യനാണ്. എന്താണത്? ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഹോമോജീനിയസ് ആൻഡ് ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയം. ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷൻ നടന്നു, അതിലുള്ള റിയാക്റ്റൻറ്റും പ്രൊഡക്റ്റും ഒക്കെ സെയിം ഫേസിലാണെങ്കിൽ എനിക്ക് പറയാം ഇറ്റ് ഈസ് ഹോമോജീനിയസ് ഇക്വിലിബ്രിയം. ഡിഫറെൻറ്റ് ഫേസിലാണെങ്കിൽ ഇറ്റ് ഈസ് ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയം. മനസ്സിലായില്ല? അതായത് N2 + 3H2 റിവേഴ്സിബിൾ 2NH3. ഇതും ഗ്യാസ് ആണ്, ഇതും ഗ്യാസ് ആണ്, ഇതും ഗ്യാസ് ആണ്. ഇതൊക്കെ ഗ്യാസ് അല്ലേ? സോ റിയാക്റ്റൻറ്റും പ്രൊഡക്റ്റും ഒക്കെ ഗ്യാസിലാണെങ്കിൽ എനിക്കിത് പറയാം ഇറ്റ് ഈസ് എ ഹോമോജീനിയസ് ഇക്വിലിബ്രിയം. അപ്പോൾ എന്താ ഹോമോജീനിയസ് ഇക്വിലിബ്രിയം? റിയാക്റ്റൻറ്റ് ആൻഡ് പ്രൊഡക്റ്റ് ആർ ഇൻ ദ സെയിം ഫേസ്. ഇറ്റ് ഈസ് ഇക്വിലിബ്രിയം. എന്താ? ഇറ്റ് ഈസ് നോൺ ആസ് ഹോമോജീനിയസ് ഇക്വിലിബ്രിയം. ഡിഫറെൻറ്റ് ഫേസ് ആണെങ്കിൽ, സോളിഡ് ഉണ്ട്, ലിക്വിഡും അങ്ങനെ വേറെ വേറെ കാണുന്നുണ്ടെങ്കിൽ അത് ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയം ആണ്. സോ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. സമാപ്ത് ഹോ ഗയാ ഗൈസ്, സമാപ്ത് ഹോ ഗയാ. യെസ്, സമാപ്ത് ഹോ ഗയാ. സോ ഈ ഒരു ലൈവിൽ നമ്മൾ തെർമോഡൈനാമിക്സിൽ നിന്ന് മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക് മീൻസ് മിനിമം ക്വസ്റ്റ്യൻസ് മാക്സിമം മാർക്ക്, ഇക്വിലിബ്രിയം മിനിമം ക്വസ്റ്റ്യൻസ് മാക്സിമം മാർക്ക് രണ്ടും പഠിച്ചു കഴിഞ്ഞു. പിന്നെ ഒരു കാര്യം, ഇത് പഠിക്കാതെ നിങ്ങൾ പോകരുത്. കലിപ്പാണ്, കെട്ട സീനാണ്, RT⁻Δ N ആണ്. ഇത് പഠിക്കാതെ പോകരുത്. ഇത് വെച്ച് എന്തായാലും പ്രോബ്ലംസ് തിരിച്ചു മറിച്ചും ഒക്കെ ചോദിക്കും. KP തന്നിട്ട് KC ചോദിക്കും, KC തന്നിട്ട് KP ചോദിക്കും. മാറിപ്പോകരുത്. മിക്ക കുട്ടികൾക്കും KCയും KP ഒക്കെ അവിടെ ആണല്ലേ. കലിപ്പാണ്, KP കട്ട സീനാണ്. മക്കളെ മാറിപ്പോകരുത് കേട്ടാ. സെറ്റല്ലേ? റെഡിയല്ലേ? സോ ഞാൻ നിങ്ങൾക്ക് നന്നായിട്ട് ലൈവ് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. ഇനി എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. നിങ്ങൾ ഈ വീഡിയോ ഇതുവരെ ഈ ലൈവ് വീഡിയോ ആരും ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പഠിച്ച തമ്പുരാനെ ലൈക്ക് ചെയ്യുന്നവർക്കൊക്കെ നീ A+ കൊടുക്കണേ. റബ്ബിൽ ആലമീനെ തമ്പുരാനെ ലൈക്ക് അടിച്ചിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണാവൂ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ ക്ലാസ് കറക്റ്റ് നിങ്ങൾക്ക് ഈ ഒരു ലൈവ് ഞാൻ സത്യം അറിയാലോ, ഈ ലൈവ് നിങ്ങൾ കാണുന്നതോടുകൂടി നിങ്ങൾ ആദ്യം മുതലേ കണ്ടു വന്നവരാണെങ്കിൽ തീർച്ചയായും ഈ ഒരൊറ്റ ലൈവിലൂടെ നിങ്ങൾക്ക് തെർമോഡൈനാമിക്സും ഇക്വിലിബ്രിയം പക്ക സെറ്റായിരിക്കും. അത് ഞാൻ ഗ്യാരണ്ടീഡാണ്. അത് ഈ ക്ലാസ് കാണുന്ന കുട്ടികൾക്ക് അറിയാം. ഇതുവരെയുള്ള തെർമോഡൈനാമിക്സും ഇക്വിലിബ്രിയം കറക്റ്റ് മനസ്സിലായ കുട്ടികളൊക്കെ ഫയർ എമോജി ഇടുക, ഫയർ എമോജി നന്നായിട്ട് ഇടുക. സെറ്റല്ലേ? നിങ്ങൾക്ക് വേണ്ടിയിട്ടാണോ അവിടെ വന്നിരിക്കുന്നത്? എന്തെങ്കിലും തിന്നട്ടെ മക്കളെ, പള്ളേ പൈക്കുന്നത്. ഹലോ, മെനിയാന്നങ്ങാൻ തിന്നതാ.
അപ്പോൾ MS സൊല്യൂഷനെ പ്രിയപ്പെട്ട് വിശ്വസിച്ച് സബ്സ്ക്രൈബ് ചെയ്ത മുഴുവൻ ആൾക്കാരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ ഈ +1 +2 കഴിയുന്നത് വരെ എൻ്റെ കൂടെ തന്നെ നിൽക്കുക. നിങ്ങളാണ് എൻ്റെ വിജയം. ഇനി മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഒന്ന്, ബുക്ക് വാങ്ങാത്ത ആൾക്കാർ നിർബന്ധമായിട്ടും ബുക്ക് വാങ്ങിയിരിക്കണം. രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് MS സൊല്യൂഷൻ +1 +2 കുട്ടികൾക്ക് മാത്രമായിട്ട് വേറൊരു യൂട്യൂബ് ചാനൽ ഓൾറെഡി തുടങ്ങിയതാണ്. അതിലാണ് ഇനി വീഡിയോസുകളൊക്കെ വരുന്നുണ്ടാവുക. സോ നിങ്ങൾ ലൈവോടെ കഴിഞ്ഞു, ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ആ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പഠിച്ചോനെ, ആ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുന്ന കുട്ടികൾക്ക് നീ A+ കൊടുക്കണേ റബ്ബേ. അതിൻ്റെ ലൈവിൻ്റെ ലിങ്കൊക്കെ നേരത്തെ ഇവിടെ ഞാൻ കമ്മ്യൂണിറ്റിയിൽ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ചാറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചാനൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം പിൻ ചെയ്ത് വെച്ച ചാനൽ. ആ ചാനൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫൈ മീ ഓപ്പൺ ആക്കി വെക്കുക. MS സൊല്യൂഷനിലെ +1 +2 കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ട് തുടങ്ങിയ യൂട്യൂബ് ചാനലാണ്. 18,000 സബ്സ്ക്രൈബേഴ്സ് ഓൾറെഡി അതിലുണ്ട്. അതിൽ നിങ്ങൾ ഫോളോ ചെയ്യുക. MS സൊല്യൂഷനും ഫോളോ ചെയ്യണം, MS സൊല്യൂഷൻ +1 +2 എന്ന് പറയുന്ന ചാനലും ഫോളോ ചെയ്യണം. സെറ്റാണല്ലോ? നിങ്ങൾ ഫോളോ ചെയ്തോളേ, നിങ്ങൾ ഫോളോ ചെയ്യുമെന്നുള്ള വിശ്വാസത്തിൽ പഠിച്ചോനെ MS സൊല്യൂഷൻ +1 +2 എന്ന് പറയുന്ന ചാനൽ ഫോളോ ചെയ്യുന്ന കുട്ടികൾക്ക് നീ പരീക്ഷ എളുപ്പമാക്കി കൊടുക്കണേ റബ്ബേ, ആമീൻ. ഈ ലൈവ് ലൈക്ക് ചെയ്തിട്ട് മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുന്ന കുട്ടികൾക്കും നീ എളുപ്പമാക്കി കൊടുക്കണേ റബ്ബിൽ ആലമീനെ തമ്പുരാനെ, മാഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ ഇന്നലത്തെ ലൈവിൽ സം ബേസിക് കോൺസെപ്റ്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ്, സ്ട്രക്ചർ ഓഫ് ആറ്റം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈ ലൈവിൽ തെർമോഡൈനമിക്സും ഇക്വിലിബ്രിയം പറഞ്ഞു. ഇനി പറയാനുള്ളത് റിഡോക്സും കെമിക്കൽ ബോണ്ടിങ്ങുമാണ്. അത് പറയാൻ എനിക്ക് സമയമില്ല. ഷോർട്ട് വീഡിയോ ആയിട്ട് പറ്റുമെങ്കിൽ ഈ ലൈവ് കഴിഞ്ഞിട്ട് ഷോർട്ട് വീഡിയോ ആക്കി തരാൻ പറ്റുമെങ്കിൽ മാത്രം ഞാൻ തരും. കാരണം കൊണ്ട് നിങ്ങൾ അയച്ചു നോക്ക്, നിങ്ങൾ എല്ലാ ചാനലും പോയി നോക്ക്. ഒരു 7 ചാപ്റ്റർ ഒറ്റ എടുക്കുന്ന ഒരാളും ഇല്ല. എനിക്ക് തൊണ്ടവേദന ആയിട്ടാണ് കേട്ടോ. ഇൻഷാല്ലാ നമുക്ക് മെയിൻ എക്സാമിലേക്ക് മെയിൻ എക്സാമിലേക്ക് റിഡോക്സ് റിയാക്ഷനും അതുപോലെ കെമിക്കൽ ബോണ്ടിങ്ങും പിന്നെ ബാക്കിയുള്ള 2 ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ സെറ്റാക്കാം കേട്ടോ. കൂടെ ഞാൻ ഉണ്ടായിരിക്കും. ഇനി നമുക്ക് സെറ്റായിട്ട് ആ ചാനൽ നമുക്ക് ലൈവൊക്കെ ഇട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ പഠിച്ച് പോവാം. സെറ്റല്ലേ? മറ്റ് യൂട്യൂബ് ചാനലുകളിലൊക്കെ നിങ്ങൾ ക്ലാസ് കാണാൻ പോകുന്നത് പോലെ കെമിസ്ട്രി ഉണ്ടോ ആ ചാനലിലേക്ക് വരിക. പിന്നെ മാത്സും പിന്നെ ഫിസിക്സും മാത്സും ഒക്കെ തരണമെന്നുണ്ട്, ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ആ ചാനൽ തുടങ്ങിയത്. സോ നിങ്ങൾ ആ ചാനലും കൂടി ഫോളോ ചെയ്യട്ടോ. ഇനി സ്ലൈഡ് ഇപ്പം ഞാനിവിടെ ചെയ്തതിൻ്റെ PDF ഞാൻ നിങ്ങളെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഈ ലൈവ് തീർന്ന ഉടനെ ഇവിടെ സ്റ്റോപ്പ് ആക്കിയ ഉടനെ തന്നെ നിങ്ങളുടെ ആ ഒരു ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടാവും കേട്ടോ. സോ ആ നോട്ട്സ് വായിച്ചിട്ട് ആൻസർ കീ ഒക്കെ ചെക്ക് ചെയ്യണേ. റെഡി? സോ വീണ്ടും കാണാം. സോ നിങ്ങൾ മറക്കരുത്, ബുക്ക് ഇതുവരെ വാങ്ങാത്ത കുട്ടികൾ നിർബന്ധമായിട്ടും ബുക്ക് വാങ്ങണം. ബുക്ക് വാങ്ങേണ്ട നമ്പർ 62 35 25 87 20. ഈ നമ്പറിൽ മെസ്സേജ് അയച്ചിട്ട് ഒരു റിപ്ലൈയും കിട്ടിയില്ലെങ്കിൽ 81 36 90 10 75 ഈ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യട്ടോ. അതിൽ നല്ല നിങ്ങൾ ആദ്യം ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ റിപ്ലൈ കിട്ടും. സ്റ്റാഫ് തന്നിരിക്കും കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ MS സൊല്യൂഷൻസ് 79 എന്ന് പറയുന്ന എൻ്റെ ഇൻസ്റ്റഗ്രാം ID നിങ്ങൾ ഫോളോ ചെയ്യണം. നിങ്ങൾ ഈ ലൈവിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മോർണിംഗ് വൈബ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്ക്രീൻഷോട്ടോ സ്ക്രീൻ റെക്കോർഡിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇടുക, എന്നെ മെൻഷൻ ചെയ്യുക. നിങ്ങളുടെ അക്കൗണ്ട് പബ്ലിക് അക്കൗണ്ട് ആണെങ്കിൽ ഞാനത് ആഡ് ടു സ്റ്റോറി ഇടും, നിങ്ങളെ ഫോളോ ചെയ്യും. നിങ്ങളുടെ അക്കൗണ്ട് പ്രൈവറ്റ് അക്കൗണ്ട് പേഴ്സണൽ അക്കൗണ്ട് ആണെങ്കിൽ ഞാനത് കണ്ടിട്ട് നിങ്ങൾ തിരിച്ച് ഫോളോ ചെയ്തിരിക്കും. ഡോണ്ട് വറി. ഓക്കെ അല്ലേ? യെസ്. സോ നമുക്ക് എന്ത് ചെയ്യാം, എക്സാം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ഈ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനലിൽ അടിയിൽ വന്നിട്ട് സർ തെർമോഡൈനമിക്സ് ഇക്വിലിബ്രിയം സാർ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു, ഇന്നലെ രാത്രി ലൈവ് ചെന്ന് എല്ലാ ക്വസ്റ്റ്യൻ ചെയ്തു ഒക്കെ നിങ്ങൾ പറയണം. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള റിപ്ലൈക്ക്